ഏറ്റവും കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കേട്ടോ, ഒന്ന് ഓഡിയൻസ് എല്ലാവരും ഒന്ന് സ്പീക്കർ പാനലിൽ. ബിലാലെ DP ഒന്ന് മാറ്റുമോ? DP ഒന്ന് മാറ്റി. ഈ പാനലിലോട്ട് കയറി വരുമ്പോൾ താങ്കൾ DP മാറ്റേണ്ടതാണ്. വേറെ ആൾക്കാരുടെ ഇന്നയാണെന്ന് വിചാരിച്ചാലോ ചിലപ്പോ കോപ്പ്. അതന്നെ ഞാൻ പറയുന്നേ. മാറ്റിട്ട് നിർബാസ് അവിടെ ഇല്ലേ? ഈ ഹാൻഡ് റൈസ് നോക്കണേ. ഓക്കെ, നല്ലത്. ആൻസറിന് നല്ലതാ. ഓക്കെ, ഇതിനു മുന്നേ എനിക്കൊന്ന് കുറെ വട്ടം ഇട്ട സംഭവമാണ്. പക്ഷെ അത് കുറച്ച് കാലം മുന്നേ ഡിബേറ്റ് ആയിട്ടിന്. പിന്നെന്ത് ഈ പ്രശ്നം വരുന്നത് വെച്ചാല് ഇത് ആളുകൾക്ക് അത്ര അറിയലുണ്ടാവില്ല. വീണ്ടും പുതിയ ആൾക്കാർ വരുമ്പോ വന്ന സമയത്ത് ഈ പറയുന്ന ഭയങ്കരമായ ഇരവാദവും ഈ എന്താ പറയാ, ഇപ്പം ഈ ഫെമിനിസം എന്നൊരു ഐഡിയോളജി ഉണ്ട്. ഓക്കെ, അതിനെതിരെയാണ് കൂടുതലായും നമ്മൾ ഈ സൊസൈറ്റിയുടെ ഇടയിൽ ഗ്രൂപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ പണ്ട് ഇതേപോലെ തന്നെ ഇവര് എവിടെ തിരിഞ്ഞാലും എന്നുള്ള സംഭവം, ലൈക് സകല വിക്ടിം കാർഡ് ഇറക്കും, ഇരവാദം മുഴക്കും, പിന്നെ ഭയങ്കരമായ ഇമോഷണൽ ആയിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയും. ഭയങ്കര വികാരം മാർക്കറ്റ് ചെയ്യാന്ന് പറയല്ലോ. ഭയങ്കര വിഷമ കഥകളൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ടൈമില് ഇതേപോലെ തന്നെ എന്താണ് ഇവര് പറയുന്ന ഐഡിയോളജി ഇതേപോലെ ഉള്ളത്. അപ്പം ഈ ഫെമിനിസം എല്ലാ പെടുകളെന്ന് പറയുന്നില്ല, ഈ ഐഡിയോളജി ഫെമിനിസം ഐഡിയോളജി ഫോളോ ചെയ്യുന്നവര് ഇതേപോലെ തന്നെ ഈ പുരുഷ എന്താണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇത് നമ്മളുടെ അടുത്ത് ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര എന്താണ് ഇവിടെ പ്രശ്നം, എന്ത് പ്രശ്നം. ഇപ്പൊ ഒരു എഡ്യൂക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ നമുക്ക് തപ്പേ കിട്ടുന്ന കാര്യം, വളരെ സിമ്പിൾ ആയിട്ട്. എത്ര ആളുകൾ എഡ്യൂക്കേറ്റഡ് ഉണ്ട്, ഇപ്പൊ എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്. അപ്പം നമുക്കിങ്ങനെ വായോണ്ട് പറയുമ്പോൾ ഭയങ്കര സുഖ. അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആരും, കാരണം പിന്നെ ആളുകൾക്ക് എന്താ പ്രത്യേകിച്ച് ആൾക്കാര് സ്ത്രീ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും പൊതുവെ എല്ലാവർക്കും. അതാണ് നമ്മളൊരു ആക്സിഡന്റ് കേസോ എന്ത് വരുമ്പോഴും ഒരു വനിത അടക്കം അല്ലെങ്കിൽ യുവതി അടക്കം അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞടക്കം എന്ന് പറയാം. അപ്പൊ നമുക്കിങ്ങനെ പറയുമ്പോൾ ആരും അങ്ങനെ എതിർക്കാൻ പോകില്ല. സോ ഇതിനങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ എന്തോ ഇപ്പൊ നമ്മളിപ്പോ ഈ ഫെമിനിസം എന്നുള്ളത് പല ആളുകളുടെ വിചാരം ഇത് എന്താ പറയാ സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകളാണെങ്കിൽ ഫെമിനിസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ല. അതൊരു പ്യുവർ ഐഡിയോളജിയാ. അതിന് പൊളിറ്റിക്സ് ഉണ്ട്, അതിന് എക്കണോമിക്കൽ വ്യൂ ഉണ്ട്. എനിക്കറിയില്ല, ഒരു വെറുതെ ഇടപെടലുണ്ട്, കാര്യമൊന്നുമില്ല. സ്യൂഡോ സയൻസ് ആണ് ആക്ച്വലി ഇവർ അധികം പറയുന്നൊക്കെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. സോ ഇതൊരു വെറുതെ ഇങ്ങനെ ഒരാൾ ഞാൻ ഇന്ന ആളുണ്ട് ഞാൻ ഇതായി എന്ന് പറയുന്ന ഒരു സാധനമല്ല, ഇതിന് വ്യക്തമായ സംഭവം. അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഡാറ്റ അടക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം നമ്മൾ സംസാരിച്ച് എതിർക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവര് പോയി. പിന്നെ അത് പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കിംഗ് ആയി, അവളുകൾ വെച്ചിട്ടായി, നമ്മളവിടെ ഡിബേറ്റ് നടത്തലുണ്ട്. പിന്നെ അതിന് ശേഷം ഇപ്പൊ വീണ്ടും ഈ സെയിം സാധനം ഇങ്ങനെ അവിടെ എവിടെയും റിപ്പീറ്റ് ആയി വരില്ല. പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇതേപോലെ എന്താ പഴയ പോലെ തന്നെ ഇങ്ങനെ. കാരണം ആളുകൾക്ക് അങ്ങനെ നിയമങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. ഒരു പ്രശ്നത്തിൽ വന്ന് കൊടുക്കുമ്പോഴാണ് ഒരു ആണ് എന്നൊരു പെർസ്പെക്റ്റീവ് എടുക്കുമ്പോൾ
നിയമം എല്ലാവർക്കും ഏകദേശം ഒക്കെ ഒരേപോലെ ആവണല്ലോ, പൊതുവേ ആവണം. ചില റെയർ കണ്ടീഷൻസിൽ മാത്രം നമുക്ക് പറയാം ഓക്കെ ഇങ്ങനെയാണ്. ചില നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറണം. ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഈ നിയമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പം ഒരു പ്രശ്നത്തിൽ വന്ന് കുടുങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നൊരു ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങുമ്പോഴാണ് അറിയാം, ഓ നമുക്ക് ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം നമുക്കില്ല എന്ന് മനസ്സിലാവുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യയിൽ ആക്ച്വലി പുരുഷവിരുദ്ധ നിയമങ്ങൾ ഏകദേശം 49-51ഓളം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട്. മെയിൻ നിയമങ്ങൾ ഉൾപ്പെടെ മീൻസ് അത്രയും ലൈക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏകദേശം 40 അതിൽ മെയിൻ ആയിട്ടൊരു 10-15ഓളം നിയമങ്ങളാണ് നമ്മൾ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് മാത്രമായുള്ള നിയമങ്ങളാണ്. ആണുങ്ങൾക്ക് അതിൽ ഒരു കേസ് കൊടുക്കാൻ പോലും പറ്റൂല ആ ഒരു വകുപ്പിൽ. ഇങ്ങനത്തെ കാര്യം നമ്മള് ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ കുടുങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമുക്ക് വരണമെന്നില്ല. ഈ നിയമങ്ങൾ ഒരിക്കലും എപ്പോഴും ആണുങ്ങൾക്ക് മാത്രമാണ് ഈ പുരുഷവിരുദ്ധ നിയമങ്ങൾ എപ്പോഴും ആണുങ്ങൾക്ക് മാത്രം പ്രശ്നമാവണമെന്നില്ല. അതിപ്പോ ഒരു ഫേക്ക് ഡൊമസ്റ്റിക് വയലൻസ് കേസിലാണെങ്കിൽ അതിപ്പം ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഫേക്ക് കേസുകളുടെ കാര്യമാണ്. ഓക്കെ, ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോ ഒക്കെ ഈ കേസിൽ വരും. എന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ ആക്ച്വലി സ്ത്രീകൾക്കും ദോഷകരാണ്. ഒരാണ് ജയിലിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ കൂടെ ആ ഫാമിലിയിലുള്ള 2-3 പെണ്ണുങ്ങളും ജയിലിൽ കിടക്കും. സോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ ഇത് ആണുങ്ങൾക്ക് മാത്രം പ്രശ്നമുള്ള ആണുങ്ങൾ മാത്രമേ ഇതിൽ കുടുങ്ങുന്നതല്ല. സോ അങ്ങനത്തെ കുറെ നിയമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിലൊരു സെക്ഷൻ പുരുഷവിരുദ്ധ നിയമം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഫെമിനിസം എന്നുള്ള ഈ ആശയം. അതൊരു തീവ്രമായ ആശയം. തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു വാദത്തെ ഭയങ്കര തീവ്രമായിരുന്നു വെച്ചാൽ ഒരു നാടിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ തീവ്രവാദി അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയും. ഓക്കെ, എക്സ്ട്രീമിസം. അപ്പം ആ ഐഡിയോളജി എങ്ങനെയാണ് എക്സ്ട്രീം, ഈ രണ്ടെണ്ണമാണ് ഇവിടുത്തെ ടോപ്പിക്. പുരുഷവിധം. അപ്പം ഈ സ്പീക്കേഴ്സായി വരുന്നവർക്ക് ഇങ്ങനെ ഇല്ല അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും സ്ത്രീകൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണെന്നുള്ള വാദമുള്ളവർക്ക് ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന നിയമം വേണമെങ്കിൽ പറയാം. അതേപോലെ ഈ ആശയം ഫെമിനിസം വളരെ നല്ല ആശയമാണെന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ വന്ന് വാദിക്കാം. പക്ഷെ വാദിക്കുന്ന കാര്യങ്ങൾ ഒരു കോമൺ സെൻസ് ഇല്ലാതെ വന്ന് വാദിക്കരുത്. പറയുമ്പം അവനവന് പറയുന്ന കാര്യത്തിൽ ഒരു ബേസിക് ഇത് വേണം. ഒരു സംഭവം പറയുമ്പോൾ അതിനൊരു കണക്ക് ചോദിച്ചാൽ കണക്ക് വേണം. അങ്ങനെയുള്ളവർക്ക് വന്ന് വാദിക്കാം. ഈ തത്വപരമായിട്ട് വാദിക്കുന്നവർക്ക് അങ്ങനെ വാദിക്കാം. എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യരുത്. ഇത്രയുള്ള കോമൺ സെൻസിൽ വാദിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, വാദം മുന്നോട്ട് പോകില്ല. സോ അതാണ് സംഭവം. അനീറ്റ നീ പറഞ്ഞല്ലേ പറയാം. ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചത്, നമ്മള് ഇവരിപ്പോ കൊടുത്തേക്കുന്ന നിയമം ഹൈക്കോടതിയിൽ കുറെ എല്ലാരും വളഞ്ഞു പെറ്റീഷൻ കൊടുത്തേക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നെന്നിരിക്കട്ടെ. പ്രാബല്യത്തിൽ വന്നാല് അത് പ്രാക്ടിക്കബിളി പോസിബിൾ ആവും നമ്മുടെ നാട്ടിൽ അത് അപ്ലൈ ചെയ്യാനെങ്കിലും പറ്റും. കാരണം ഒന്ന് വഴിയെ പോകുന്ന എല്ലാവരും ഈ കേസ് കൊടുക്കും. കേസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ജയിലുകൾ നിറയും, ഉറപ്പാണ്. കാരണം ഇത് 490 പോലല്ല. കേസ് കൊടുത്താൽ എനിക്ക് തോന്നുന്നു 1 മാസമെങ്കിലും ജയിലിൽ കിടക്കുമെന്ന് തോന്നുന്നു. 375 അപ്പൊ നിലവിൽ ഇതൊരു ടെററിസം തന്നെയാണ്. കാരണം ഒന്നാമത് ഇവിടുത്തെ ലീഗൽ സിസ്റ്റം ഉന്തിയും തള്ളിയൊക്കെയാണ് പോകുന്നത് കേസ് തീർക്കാനായിട്ട്. ഇത് വരുമ്പോൾ ഉള്ള കേസ് മൊത്തം കെട്ടിക്കിടക്കും. കേസ് കിടന്ന് ഈ നാട്ടിലെ ജുഡീഷ്യറിക്ക് അതൊരു എന്താ പറയാ ഭയങ്കര സ്ലോ ആയിട്ട് മാറും. കാരണം ചുമ്മാ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ 498 കൊടുക്കുന്നതിന്റെ അതിനെക്കാട്ടി കൂടുതൽ കേസ് ഇവർ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വെച്ചാല് ഇതൊരു ലാസ്റ്റ് ഒരു റേപ്പിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന അവസ്ഥയാവും. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ യഥാർത്ഥമായിട്ട് അവർക്ക് ഒരു പ്രശ്നം വന്ന് അവര് കൊടുത്തൊന്നിരിക്കുമ്പോ കേസ് നമ്മളിത് കുറെ കണ്ടതല്ലേ. ഇതൊക്കെ എന്തായത്, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ അത് ശരിക്കും നോർമലൈസ് ആയി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ ശീലാവണം എന്നുള്ളതിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഒരു കേസ് വിവാഹ വാഗ്ദാനം മറ്റേ നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് ഇപ്പൊ കോർട്ടിൽ പോയാൽ നമുക്കറിയാം. മീൻസ് ആ ഒരു കേസ് വരുമ്പോ ആ വക്കീലന്മാര് മറ്റേ കേസ് ആ ഒരു അപ്പൊ ഒബ്വിയസ്ലി ജഡ്ജിയുടെ മനസ്സിലും അങ്ങനെ ഒരു ഇത് വരാം, ഒരു ബയസ് വരാം. കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ജഡ്ജി ഇപ്പൊ മരിച്ചുപോയവര് സ്ത്രീയാണ്. അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരുന്ന മൊത്തം ഭൂരിഭാഗം കള്ളക്കേസുകളാണ്. അപ്പൊ അതിൽ നിന്ന് അവരതിന്റെ സീരിയസ്നെസ് ഒക്കെ നോക്കിയാണ് ഒരു വിധി പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ സെഷൻ മറ്റേ ഹൈക്കോർട്ടിന് താഴെ ഉള്ള ഇതിലൊക്കെ ജഡ്ജിമാർക്ക് ബയാസ് വരാൻ നല്ല ചാൻസ് ആണ്. കാരണം കഥയല്ല ജീവിതം എന്നൊക്കെ പറയുന്നതിൽ പഴയ ജഡ്ജിമാരൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ഒരു പോളിഷ്നെസ്സിന്റെ ആറ്റിറ്റ്യൂഡിലാണ് ഇവരുടെ സംസാരം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ബയാസം എന്തൊക്കെയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ഈ നിയമം വന്നാല് ഒരുപക്ഷെ സമൂഹത്തിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. മാത്രമല്ല ഇത് ചില സ്ത്രീകൾ പറയുന്ന ഇത് പുരുഷന്മാരെ ബാധിക്കുന്നു, ഞങ്ങളെ ബാധിക്കത്തില്ല. പക്ഷെ ഇതിന്റെ
ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 375 പരിധിയിൽ വന്നാൽ ഇവർ തിരിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് എന്നെ ഹസ്ബൻഡ് ചെയ്തപ്പോൾ മുറി അടച്ച് ഈ അമ്മായിയമ്മ സഹായിച്ചു, ഇവരെന്നെ പിടിച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുപ്രതിയാണ്. കൂട്ടുപ്രതിയും അകത്ത് പോകും. അങ്ങനെ എന്താ പറയുക, പിന്നെ ഇതൊരു പ്ലാനിങ് ആണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ദിലീപിനേരെ കൊടുത്തേക്കുന്ന പോലെ ഒരു കേസുണ്ട്. ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്താണെന്ന് പറഞ്ഞാൽ അതിന് കേസ് വരും. അപ്പം ഇതിന് ഇപ്പം നിലവിലൊരു 6-7 കേസൊക്കെ വരുന്നുള്ളൂ. നിലവിലൊരു ഫാമിലി ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കേസുകളാണെന്ന് നമുക്ക് കണ്ടറിയാം. ആ രീതിക്കുള്ള കേസുകളായിരിക്കും വരുന്നത്. ഓക്കെ, അല്ല അതിപ്പം ആക്ച്വലി വെച്ചാൽ നമുക്ക് ഒന്നേന്ന് തൊട്ട് ഇങ്ങനെ കേസ് പറഞ്ഞാൽ ഇപ്പൊ മാരിഡ് റേപ്പിന്റെ ഒരിക്കലും ബാക്കിയുള്ള ഇത്രയും ഫേക്ക് കേസ് വരുന്ന സമയത്ത് ഇപ്പൊ മാരിഡ് റേപ്പും കൂടി കേസാക്കി. ഫസ്റ്റ് ഓഫ് ഓൾ മാരിഡ് റേപ്പ് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് റൂമിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂവ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാ. പിന്നെ അതിന് ആണിന്റെ മേലേക്കാ വരിക. അപ്പൊ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇത്രയും ഫേക്ക് കേസുകൾ ബാക്കി എല്ലാത്തിലും ഉള്ള സമയത്ത് ഇതിന്റെ കൂടി വന്നു കഴിഞ്ഞാൽ കേസ് അതെന്തായാലും ഇഷ്ടംപോലെ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് പോകും. അതൊരു പ്രശ്നമാണ്. കാരണം ഈ നിയമങ്ങളൊക്കെ പണ്ടം കണ്ട് വന്നതാ. ഇതെല്ലാം മാറേണ്ട സമയം. പിന്നെ അതിൽ വേറെയും പ്രശ്നമുണ്ട്. ഈ ഫെമിനിസ്റ്റ് ഇതായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ റേപ്പിന്റെ കേസ് നോക്കിയാൽ ഒരു ആണിന് ഇന്ത്യയിൽ റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ റേപ്പ് കേസ് ഒരു ആണിന് ഫയൽ ചെയ്യാൻ പറ്റില്ല. സെക്ഷൽ അസോൾട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്കൊന്ന് അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതൊരു ആണിന് ആക്ച്വലി 3 കൊല്ലം എന്തായാലും കൊടുക്കണം എന്ന് നിയമത്തിലുണ്ട്. പക്ഷെ അത് വുമണ് പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വുമൺ അത് 3 കൊല്ലം തന്നെ കൊടുക്കണം. ആണിന് മിനിമം 3 കൊല്ലം കൊടുക്കണമെന്നുണ്ട് സെക്ഷൽ അസോൾട്ടിന്. ഒരു ആണിന് റേപ്പ് കേസ് ഒരു വുമൺ റേപ്പ് ചെയ്താൽ റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ ഇവിടെ പറ്റൂല. അപ്പൊ അത് ജനറൽ നോട്ട് 2 ആണിനും പെണ്ണിനും റേപ്പ് കേസ് ഫയൽ ചെയ്യാവണം എന്നുള്ളത് എതിർക്കുന്നത് ഈ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷനാണ്. അല്ല അതൊന്നും പറ്റില്ല. അല്ല മൊത്തം 49 നിയമങ്ങളുണ്ട് ഓൾറെഡി. അതില് മെയിൻ സാധനമാണ് ഈ പറയുന്ന റേപ്പും ഡൊമസ്റ്റിക് വയലൻസും കുറെ പിന്നെ വരുന്ന കുറച്ചെണ്ണം. സക്സഷൻ ആക്ട്, മെയിന്റനൻസ്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ലീഗലായി കോർട്ടിൽ വാദിക്കുമ്പം ക്ലാരിറ്റിയുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ പറയാം. കോർട്ടിൽ വാദിക്കുമ്പം ഒരു വുമണിന് കുറച്ചുകൂടി പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഒരു കേസിന്. പക്ഷെ ആണിന് ഇപ്പൊ സ്വന്തം വാദിക്കുക എന്നുള്ളൊരു പരിപാടി ഇവിടെ ഉണ്ടല്ലോ. അതുപോലെ റേപ്പിൽ വരുന്നുണ്ട് മൊഡസ്റ്റിയുടെ കേസ്. സെക്ഷൻ 374 വരുന്ന മൊഡസ്റ്റി, ഒരു സ്ത്രീയുടെ മൊഡസ്റ്റി അല്ലെങ്കിൽ എന്താ പറയാ, എന്തായാലും മലയാളത്തിൽ എന്താ പറയാ, മൊഡസ്റ്റി, അത് പുരുഷന് ആക്ച്വലി കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി സക്സഷൻ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു എന്താ പറയാ ഒരു മകനുണ്ടെങ്കിൽ ഈ മകന്റെ സ്വത്ത് ആക്ച്വലി എന്റെ വൈഫിനെ പോകുള്ളൂ, എനിക്ക് ആക്ച്വലി കിട്ടില്ല. അത് ഹിന്ദുസിന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മെജോറിറ്റി ആളുകളെ ബാധിക്കുന്നുണ്ട്. അലിമണി ലേഡീസിന് മാത്രമേ ഉള്ളൂ. മീൻസ് അതിൽ കുറച്ച് പ്രശ്നമുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ റെയർ കേസിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞോളൂ. പഞ്ചാബ് ഹൈക്കോടതിയിൽ ഇതുപോലെ ഒരു കേസ് വന്ന സമയത്ത് പുരുഷന് ജോലിയില്ല എന്ന് പറഞ്ഞ സമയത്ത് നീ പോയിട്ട് ജോലി എത്രയും കണ്ടുപിടിക്കാനാണ് ജഡ്ജി പറഞ്ഞത്. സ്ത്രീക്കില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് അലിമണിക്ക് അവകാശമുണ്ട്, അത് അപ്ലൈ ചെയ്യാനാണ്. ഇവിടെ മദ്രാസ് കോർട്ടും ഹരിയാന കോർട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് വരെ പറഞ്ഞിട്ടുണ്ട്. എ മെൻ കുഡ് സ്റ്റീൽ ഓർ ബെഗ് ടു പ്രൊവൈഡ് അലിമണി ടു വൈഫ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നോട് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കട്ടിട്ടാണെങ്കിലും എന്താ പറയാ ഭിക്ഷ അയച്ചിട്ടാണെങ്കിലും അലിമണി കൊടുക്കണം എന്നുള്ള. അതൊക്കെ ഭയങ്കര എന്താ പറയാ അത്രയും പുരുഷവിരുദ്ധമായ നിയമം. ഒരാഴ്ച മുമ്പ് ഒരു അന്ധനായിട്ടുള്ള വ്യക്തിക്ക് അലിമണി കൊടുക്കാൻ പറഞ്ഞു 20% സാലറി. അതും ജോലിയുള്ള സ്ത്രീക്കാണ്. ആലോചിച്ചു. അപ്പൊ അങ്ങനത്തെ നിയമങ്ങളാണ് ആക്ച്വലി ഇവിടെ പ്രശ്നം. കുറെ നിയമങ്ങളുണ്ട്. പിന്നെ മെയിൻ്റെനൻസ് കുറച്ച് ദിവസം മുന്നേ കോർട്ട് പറഞ്ഞു അച്ഛൻ ആക്ച്വലി മകളെ നോക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന്. ഇവിടെ മെയിൻ്റെനൻസ് കൊടുക്കുന്നത്, നിർബന്ധമായി മെയിൻ്റെനൻസ് കൊടുക്കേണ്ട ഒരു ആണിന് 18 വയസ്സ് വരെയാണ് വീട്ടുകാർ കൊടുക്കേണ്ടത്. ഒരു പെണ്ണിനാണെങ്കിൽ കല്യാണം കഴിയുന്നവരെ മെയിൻ്റെനൻസ് കൊടുക്കണം. പിന്നെ എന്താ പറയാ ഇതിൽ വരുന്ന ഡൊമസ്റ്റിക് വയലൻസ് വരുന്ന 7 കൊല്ലത്തിനുള്ളിൽ വൈഫ് ഹസ്ബൻഡിന്റെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ നേരെ തിരിച്ച് കുറെ കേസ്, ഇപ്പൊ ഈ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ നിന്ന് തൂങ്ങി മരിച്ചത്. അതിനൊരു പ്രശ്നമില്ല. സോ ഈ ക്രൈം ഒന്നും ഒരു ജെൻഡർ വെച്ചിട്ടല്ലല്ലോ. ക്രൈമുകളെല്ലാം ആളുകൾ ചെയ്യുന്ന, അല്ലാതെ ഇന്ന ജെൻഡർ കൂടുതൽ ചെയ്യും, ഇന്ന ജെൻഡർ ലൈക്ക് എന്താ പറയാ ഇന്ന ജെൻഡർ മാത്രമേ ഇന്ന സാധനം ചെയ്യുള്ളൂ, ബാക്കിയുള്ള ജെൻഡർ ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. സോ അങ്ങനെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ആക്ച്വലി ഇപ്പൊ ബോയ്സ് ആക്ച്വലി കുറവാണ്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസിൽ വുമണിന് കുറച്ച്
കുറച്ചുകൂടി കൂടുതൽ ഇത് വരുന്നുണ്ട്. സോ ഇതിന്റെ കുറെ ലോസ്, 12ഓളം മെയിൻ ലോസും ബാക്കി കുറെ ചെറിയ ചെറിയ ലോസും പിന്നെ വിവാഹാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ മിസ്യൂസ് ചെയ്യുന്ന ലോസ്. ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെയും റേപ്പും പിന്നെ വിവാഹാഗ്ദാനം നൽകി പീഡിപ്പിച്ചുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത്രയും നിയമങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിന് പുറമെ ഓരോ ഗവൺമെന്റിന്റെ വക ഫ്രീ ബീസ്, അതേപോലെ തന്നെ ലൈക് അനാവശ്യമായ സംവരണം. ഇപ്പൊ ബീഹാറിൽ ഈ അടുത്ത എഞ്ചിനീയറിംഗ് സീറ്റിന് 33% വുമണിന് സംവരണം കൊടുത്തത്. പിന്നെ ഡൽഹി മെട്രോയിൽ വുമണിന് ഫ്രീ ആണ്. തമിഴ്നാട്ടിൽ ബസ്സിൽ വുമണിന് ഫ്രീ ആണ്. ഇതിനെല്ലാം പ്രൂഫ് വേണ്ടവർക്ക് ചോദിക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും പ്രൂഫ് അയച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ എന്റെ ബയോയിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ കറക്റ്റ് ഈ ഡാറ്റ ഡിബേറ്റ് കഴിഞ്ഞോണ്ട് കിട്ടും. സോ തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ബസ് ചാർജ് ഫ്രീ ആക്കി. എന്നിട്ട് അത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് ചാർജ് കൂട്ടി. ഈ ബസ് ചാർജ് കൂട്ടുമ്പോൾ ഈ ചാർജ് ആരാ കൊടുക്കുന്നത്? ആണുങ്ങളല്ലേ കൊടുക്കുന്നത്. സോ ആണുങ്ങളെ പൈസ വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയും നിയമങ്ങളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇങ്ങനത്തെ പല കാര്യം, ഇതൊക്കെ ട്രെൻഡാണ് ആക്ച്വലി. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെതിരെ സംസാരിച്ച ഓ നീ വലിയ സ്ത്രീ വിരോധിയാ, അങ്ങനെ ഞങ്ങൾ ലാബിൽ വരും. നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാ ഇതിലും ആവണം. റയർ കേസിൽ അനുവദിച്ചു കൊടുക്കാം. പക്ഷെ ഇതൊരു ട്രെൻഡ് പോലെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ വരുമ്പം നിയമങ്ങളും അനുകൂലമായി വരുന്നു സ്ത്രീകൾക്ക്, ഓരോ കാര്യങ്ങളും സ്ത്രീകൾക്ക് കൊടുക്കുന്നു. അപ്പൊ അതൊരു ആണുങ്ങൾക്ക് ഒരു ക്രൈസിസ് തന്നെ ഉണ്ടാക്കും. ഞാൻ സംസാരിക്കട്ടെ? സംസാരിച്ചോ. അപ്പൊ ഇതില് വളരെ ടാൻജിബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം അടുത്ത കാലത്ത് എന്നെ വളരെയധികം എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്തിരുന്ന രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഈ കമിതാക്കളുടെ പരസ്പരമുള്ള അതിക്രൂരമായിട്ടുള്ള എന്താ പറയുന്നത് ക്രൈമുകൾ. തേച്ചിട്ട് പോവാന്ന് പറയും സാധാരണക്കാര്. പക്ഷെ പണ്ടൊക്കെ എല്ലാ കാലത്തും ഉണ്ടല്ലോ അവശകാമുകന്മാരും പ്രേമം പൊളിയുന്നതും ഒക്കെ. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, ആ കാലത്തൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങള് അറ്റ്ലീസ്റ്റ് കേൾക്കാനുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമെങ്കിലും സമൂഹത്തിലുണ്ട്. ഇന്നത്തെ കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള ഏത് പ്രശ്നത്തിൽ പെടുകയാണെങ്കിലും ഇദ്ദേഹത്തിന് അങ്ങേയറ്റം ഏകദേശം ടോട്ടലി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കണ്ട. ഒരാളും ഒരു സമൂഹത്തിലെ ഒരു കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യില്ല, ഒരു വിധത്തിലും വരില്ല എന്ന് കാണുമ്പോൾ വളരെ വയലന്റ് ആയിട്ട് നീതി സ്വയം നടപ്പിലാക്കുന്നു എന്നുള്ള മട്ടിലേക്കാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. പക്ഷെ ഈ കാര്യം ലോകം മുഴുവനും തന്നെ മുമ്പും ചിന്തിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് റേപ്പിന് തല വെട്ടിക്കളയുന്ന ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാള് റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് പകുതി എന്താ പറയാ കൺസെൻസോ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയി. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ തന്നെ ഇത് ഇനിയിപ്പോ പോലീസ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏതായാലും വധശിക്ഷ കിട്ടും. എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചാൻസിന് നിൽക്കണം, അതിന്റെ തെളിവ് തന്നെ നശിപ്പിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാതെ ഈ പെൺകുട്ടിയെ വെട്ടിക്കളയും അല്ലെങ്കിൽ കൊന്നുകളയും എന്നുള്ള ഗതികേട് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളുണ്ട്. നിങ്ങള് റേപ്പിലുള്ള ശിക്ഷ വളരെയധികം ഇതുപോലെ വളരെയധികം കോണേഡ് ആക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങളുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവസരം ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ള അവസരവും വേണ്ട, അതിലും എളുപ്പം ആ തെളിവ് ഇല്ലാതാക്കുന്നതാണല്ലോ എന്നുള്ള മട്ടിലേക്ക് പോയിട്ട് ഇതിൽ അവസാനിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അടുത്ത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയിരുന്നത്, ഒരാൾ അയാളുടെ ഭാര്യയെയും മകളെയും ആസിഡ് ഉപയോഗിച്ചിട്ട് ആക്രമിച്ചിട്ട് നേരെ പോയിട്ട് സ്വയം മരിച്ചു. അയാൾ പോയിട്ട് തീവണ്ടിക്ക് തല വെക്കുകയോ എന്തോ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും? അയാള് കുറ്റക്കാരനല്ലെന്നോ അല്ലെങ്കിൽ ഇത്തരം ക്രൈമുകളെ ന്യായീകരിക്കുക തന്നെ ഇവിടെ ചെയ്യുന്നത്. ഇത് കോണേഡ് ആയിട്ടുള്ള ഒരു സിൻഡ്രോമാണ്. ബാറ്റേഡ് വൈഫ് സിൻഡ്രോം എന്നുള്ളത് അമേരിക്കയിലൊക്കെ എത്രയോ പ്രാവശ്യം കോടതികളിൽ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ്. ബാറ്റേഡ് വൈഫ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് പോലെ ബാറ്റേഡ് ഹസ്ബൻഡ് സിൻഡ്രോം. ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെ ഈ പാത്താണ് എടുത്തിരിക്കുന്നത്, ഈ പാത്തിൽ എനിക്ക് ഒരു കാലത്തും നീതി കിട്ടില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കാൻ പോകുന്നില്ല, എന്റെ ജീവിതം ഏകദേശം അവസാനിച്ചു, ഏകദേശം ഇനി കൊളായി, ഇനിയിപ്പോ ഒരു രക്ഷയില്ല, എങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള മട്ടില് വളരെ പ്രാകൃതമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് സ്വന്തം ഭാര്യയെയും മകളെയും
ദാമ്പത്യ കലഹത്തിന്റെ പേരില് ആസിഡ് ഒഴിച്ചിട്ട് കൊന്നുകളയാൻ പറ്റുക. അയാളിപ്പോ ഭാര്യ മരിച്ചു, മകളുടെ ഒരു കണ്ണേ പോയിട്ടുള്ളൂ തോന്നുന്നു, അയാളും മരിച്ചു. ഇതുപോലുള്ള ഡെസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ എന്നെ പോലുള്ള ഒരു മനുഷ്യന് ഭയങ്കരമായിട്ടുള്ള ചിന്ത വരും, ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തത്? അയാൾ എത്രയോ ചെറ്റയോ നാറിയോ ഒരു ഗുണത്തിലില്ലാത്ത ആളാണെങ്കിൽ പോലും ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ഒരു കോർണേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതൊരു സാഡിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യില്ല. അയാൾ പോയിട്ട് ഗോവിന്ദചാമിയെ പോലെ ജയിലിൽ കിടന്ന് തടിച്ചു കൊഴുക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ഇത് കാണിക്കുന്നത് ഇതിന് കടിഞ്ഞാണിടണം, അല്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ളൊരു ചിന്ത ഇടയ്ക്ക് എന്റെ മനസ്സിൽ വരാറുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു എന്താ പറയാ മെൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒന്നല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ ന്യൂസ് പേപ്പറിലൂടെ ടാഞ്ചിബിൾ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ യെസ്, ഒരു ചേഞ്ച് വരേണ്ട സമയമായി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ദുരിതത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. ഇതുപോലുള്ള പ്രൊപ്പഗാൻഡകളും ഇതുപോലുള്ള വെപ്പുകളും ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻസ്, പ്രൊപ്പഗാൻഡ, മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോകം കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ അനവധി പേര് അനാവശ്യമായിട്ട് വളരെ ദുരിതത്തിൽപ്പെടും എന്നുള്ളൊരു ചിന്തയുണ്ട്. മൈക്കൂടെ ഓക്കെ, അടുത്ത സംസാരിക്കാട്ടോ. ബ്ലിങ്ക് ചെയ്യാം, പിന്നെ എല്ലാരും സംസാരിച്ചു പഠിച്ചിട്ടോ. PTR ഓർഡർ ഒന്നുമില്ല, ബ്ലിങ്ക് സംസാരിക്കാം. സംസാരിച്ചോ. ഓക്കെ, താങ്ക് യു. നേരത്തെ ആനന്ദ് പറഞ്ഞു ഇതില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. പക്ഷെ ഒരിക്കലല്ല ആനന്ദ്, ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വരാൻ പോകുന്ന ഒരു വല്ല കൊളാറ്ററൽ ഡാമേജ് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പുരുഷന്മാരാണ്, വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്കാണ്. ഓരോ ഭവനവും ഒരു പുരുഷന്റെ കണ്ണീർ കടലായി മാറും, അല്ലെങ്കിൽ അവന്റെ ശവപ്പറമ്പായി മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം 498 അല്ലെങ്കിൽ 375 DV കേസുകളൊക്കെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു 2-3 വകുപ്പുകളാണ് അത്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ്, എക്സ്ക്യൂസ് മീ, ആരാണ് ഇടയില്? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത് ഇപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ ഒരു കേസും കൂടെ വരാൻ പോകുന്നത്. മാരിറ്റൽ റേപ്പ്, അതിലെ എക്സെപ്ഷൻസ് പാടില്ല എന്നും പറഞ്ഞിട്ട് അത് 375 സ്റ്റാറ്റസ് കൊടുക്കുന്നു പറഞ്ഞിട്ട്. ഇപ്പോ അതിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലാണ്. റബേക്ക ജോണോ മറ്റു പറഞ്ഞിട്ടുള്ള അമിക്കസ് ക്യൂറി, അതും ഒരു ലേഡീനെയാണ് അവർ അമിക്കസ് ക്യൂറി ആയിട്ട് വെച്ചത്. അതാണ് അതിന്റെ ആണോ? റബേക്ക ജോൺ എന്നാണ് പേര്, റബേക്ക ജോൺ അല്ലേ? റബേക്ക ജോൺ ആണ് ജോയേട്ടാ, റബേക്ക ജോൺ എന്നാണ് പേര്. ഇവരൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് കോടതിയില് അങ്ങനെ ഇതിന്റെ പേരിൽ PIL കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കോടതിയിൽ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യങ്ങള്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ചോദ്യം ജസ്റ്റിസ് ശങ്കർ എന്ന് പറയുന്ന ജഡ്ജും പിന്നെ ജസ്റ്റിസ് രാജീവ് എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇതിന് ഡിസിഷൻ എടുക്കാൻ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കണ്ടേ റബേക്ക ജോണിനോട്. സപ്പോസ് ഇന്ത്യയിലെ റേപ്പ് നിയമം, ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവര് പറയുന്നത് പുതിയ നിയമം കൊണ്ടുവരണം എന്നല്ല പറയുന്നത്. ഇന്ത്യയിലെ റേപ്പിന്റെ നിയമത്തില് സെക്ഷൻ 375 എക്സെപ്ഷൻസ്, ഒരു സ്ത്രീക്ക് കേസ് കൊടുക്കാനുള്ള എക്സെപ്ഷൻസിൽ പറയുന്നത്, ഒന്ന് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ എക്സെപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ല, റേപ്പ് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഈ ഒരു ഈ ഒരു ലോ വന്ന സമയത്ത് അവർ പറയുന്നത് when a marriage is happening there is obviously a consent over there എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് അല്ല, മാരേജിന്റെ ഇടയ്ക്ക് സ്ത്രീ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹസ്ബൻഡ് റേപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പൊ കോടതി ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി വെച്ചു ഇവരെ മുന്നോട്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് സപ്പോസ് ഒരു വയലൻസ് സംഭവിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന് കംപ്ലൈന്റ് കൊടുക്കാം, അതിന് നല്ല ശിക്ഷയുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് റേപ്പായിട്ട് തന്നെ എടുക്കണമെന്നാണെങ്കിൽ ഇതിനൊരു എക്സെപ്ഷൻസ് വെക്കാം. ഇപ്പൊ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയെ ഫിസിക്കലി ഹാം ചെയ്ത് റേപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ കൊണ്ടേ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കേസ് എടുക്കാം എന്ന് പറഞ്ഞപ്പോ പറ്റില്ല, സ്ത്രീക്ക് ട്രോമയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പൊ മെഡിക്കൽ ഇത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അവസാനം കോടതി സൈകെട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു. സപ്പോസ് ഈ നിയമം ജെൻഡർ ന്യൂട്രൽ ആയിരുന്നെങ്കിൽ, ഇന്ത്യയിലെ റേപ്പ് നിയമം ജെൻഡർ ന്യൂട്രൽ ആയിരുന്നെങ്കിൽ, പുരുഷന്മാർക്ക് സ്ത്രീകൾക്കെതിരെയും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കെതിരെയും കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമമായിരുന്നെങ്കിൽ
ആ നിയമത്തിലും ഇതുപോലൊരു എക്സെപ്ഷൻ, ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെയും ഭർത്താവിന് ഭാര്യയ്ക്കെതിരെയും റേപ്പ് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം എക്സെപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ സാധനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോ ഈ സ്ത്രീ പറയാണ് അത് ഞാനൊന്ന് സൂക്ഷ്മമായി ആലോചിച്ചിട്ട് ഞാൻ പിന്നെ പറയാം, നാളെ പറയാന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് പറയാമോ? ആ പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അതിന്റെ ആ കേസിന്റെ ഫുള്ള് ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. ഇതുവരെ അതിനൊരു മറുപടി കൊടുത്തിട്ടില്ല. അതിന് ഇവര് പറയുന്ന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ജഡ്ജി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ഞാൻ സ്ത്രീപക്ഷ ചിന്താഗതിക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ മറുപടി പറയാന്നാ പറഞ്ഞത്. അപ്പോഴും കോടതി നിയമിച്ച ആളല്ലേ ഇവര്, അവരെന്തിനു ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുന്നു? അത് കോടതി ചോദ്യം ചെയ്യുന്നില്ല. അവര് പറയുന്നത് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് ഇതാണോ സ്ത്രീകളോട് തന്നെ ചോദിക്കേണ്ടതെന്നാ പറയുന്നത്. സ്ത്രീകളല്ല, ഫെമിനിസ്റ്റുകളെന്ന് പറയാം, അവരടുത്ത് ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ തന്നെ അതൊരു ഭാഗം പിടിക്കില്ലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ അനന്തു പറഞ്ഞ കാര്യത്തിലേക്ക് അത് വന്നില്ല. അതായത് ഇപ്പോ ഓൾറെഡി നമുക്കറിയാം, ഒരു പെണ്ണിന് ഡിവോഴ്സ് നടന്നുണ്ടെങ്കിൽ വളരെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകളുണ്ട്. കോടതി പുരുഷനാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ. ഈ ഒരു സംഗതി വന്നു കഴിഞ്ഞാല് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ലേഡിക്ക്, വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണിന്, അവൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു പുരുഷനോട് ഒരു താല്പര്യമൊക്കെ തോന്നാം. അതൊക്കെ സ്വാഭാവികമാണ്, നാച്ചുറലാണ്, അതൊന്നും നമ്മൾ എടുത്തിട്ട് പറയുന്നില്ല. പക്ഷേ അങ്ങനെ വിട്ടുപോകണമെങ്കിൽ ഭർത്താവിനെയും അവന്റെ കുടുംബത്തിനെയും കൈവാരി തേച്ച് ഭർത്താവിന്റെ സ്വത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അടിച്ചു മാറ്റി പോകണമെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ അതാണ് പറഞ്ഞത്. ഗോൾഡ് ഡിഗേഴ്സിന് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത്. അതായത് ഭർത്താവിന് അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു അവസ്ഥയാണ്, ഇവൾക്ക് ഇവിടുന്ന് വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ എന്നെ റേപ്പ് ചെയ്തു എന്നുള്ള ഒറ്റ ഇത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം, ഒരു വിവാഹ ജീവിതത്തിൽ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സാധാരണ അതില് ഒരു ഇതില്ലേ ജോയേട്ടാ, ഇപ്പൊ അവരങ്ങനെ കേസ് കൊടുത്താലേ, ഈ കേസ് കൊടുത്താൽ ഇവര് സെറ്റിൽമെന്റ് ചെയ്താലേ പിന്നെ ആ കേസ് പിൻവലിക്കുന്നത് അത് കോടതി റദ്ദ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് പിൻവലിക്കാൻ പറ്റുമോ? പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. അനന്തു എന്തിനാ പിൻവലിക്കുന്നത്? അവര് ഡിവോഴ്സ് മേടിച്ച് പോവാണ്. വലിയൊരു ഗ്രൗണ്ടാണ് ഈ ഒരു കേസ്. ഡിവോഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്ന കാര്യം ജോയേട്ടാ, അതിന്റെ ഇവര് പിൻവലിക്കുന്നുണ്ട്. ഇതിലും മാന്യതുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് കേസുകൾ ഇതേപോലെ റേപ്പ് കേസുകൾ തന്നെ ഫയൽ ചെയ്തിട്ട്, ഇപ്പൊ ഐഷി ഭാട്ടിയന്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജോയേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന കേസാണ്. ഒരു വർഷം ഗുർഗാവിലെ ഐഷി ഭാട്ടിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വർഷം ഗുർഗാവിലെ തന്നെ 7 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ 7 വ്യത്യസ്ത പുരുഷന്മാർക്കെതിരെ റേപ്പ് കേസാ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതില് ഇങ്ങനെ കുറെ കേസുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് അതിലൊരു പുരുഷനെ ഇവള് കല്യാണവും കഴിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഒരുത്തനെ കല്യാണവും കഴിച്ചിട്ടുണ്ട് നിർബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെക്കാളും മോശം ചിന്താഗതിയുള്ള സ്ത്രീകൾ, ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് കല്യാണം കഴിഞ്ഞു, ഭാര്യയുടെ അവിഹിതം ഭർത്താവ് കണ്ടുപിടിച്ചു, അടുത്ത ദിവസം തന്നെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ്, ഞാൻ എന്നെ റേപ്പ് ചെയ്തു. ശരി, ഇനിയിപ്പോ നിയമം ഇവര് കൊണ്ടുവരികയാണ്, ശരി, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകള് നമ്മൾ ഒരിക്കലും അവർക്ക് മുമ്പിൽ കണ്ണടയ്ക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ നിയമം തന്നെ കൊണ്ടുവരാം. അതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ട് ഈ നിയമം ജെൻഡർ ന്യൂട്രൽ ആക്കാം. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം. ഇനി അതല്ലേ എങ്കിൽ ഭാര്യ ഭർത്താവിനെതിരെ ഇതേപോലെ ഒരു കേസ് ഫയൽ ചെയ്ത് അത് തെളിയിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ജൈനോസെൻട്രിക് നിയമങ്ങൾ എന്ന് വെച്ചാൽ സ്ത്രീപക്ഷ നിയമങ്ങൾ, 52 നിയമങ്ങളിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. സ്ത്രീ പറയുന്ന മൊഴി അങ്ങനെ അത് എവിഡൻസ് ആയിട്ട് എടുക്കണമെന്ന് പറയുന്നത്. ബാക്കിയുള്ള കേസാണെങ്കിൽ ഇപ്പൊ ഒരു അടിപിടി കേസാണ്, അതില് വിക്ടിം എന്ന് പറയുന്ന ആളുടെ മൊഴി മാത്രം എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരുടെ മൊഴിയും കൂടി എടുക്കണം. പക്ഷെ ഇതില് സ്ത്രീയുടെ മൊഴിയാണ് പ്രൈമറി എവിഡൻസ്, ബാക്കിയുള്ളവരൊക്കെ കൊളാബറേറ്റീവ് എവിഡൻസ് ആണ്. അങ്ങനെയുള്ള സാധനത്തില് ഒരു ഭർത്താവ് തന്റെ നിരപരാധിത്വം തെളിയിക്കുകയാണെന്ന് തന്നെ വെക്കും. അപ്പോ ഈ സ്ത്രീക്കെതിരെ എന്ത് നിയമ നടപടി എടുക്കും? ഒരു റേപ്പ് കേസിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം വരെ കിട്ടും, വേഴ്സ്റ്റ് കേസ് സിനാരിയോ തൂക്കിക്കൊല്ലുന്നവരെ ഉണ്ട്. സോ സെയിം ശിക്ഷ വ്യാജ പീഡന പരാതി കൊടുത്ത സ്ത്രീക്ക് കിട്ടണം എന്നുള്ള ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതിന് സമ്മതിക്കും? അത് സമ്മതിക്കില്ല. അതാണ് അവിടെയാണല്ലോ നമുക്ക് വ്യാജമാണെന്ന് എങ്ങനെ കണ്ടെത്തും? മൊഴി മാത്രം മതിയല്ലോ. ഇവരിങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് അനന്തു ഇത് വ്യാജമാണ് എന്ന് തെളിയിക്കും. ഇപ്പൊ 498 ആണെങ്കിലും അഗൈൻസ്റ്റ് വുമൺ എന്നുള്ളതാണല്ലോ, അത് വ്യാജമാണെന്ന് തെളിഞ്ഞ അല്ലെങ്കിൽ പോക്സോ കേസുകൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, 4600 പോക്സോ കേസ് ഉണ്ടായിരുന്നു, വെറും 4008 പോലും വ്യാജമാണെന്ന് തെളിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഈ വ്യാജമാണെന്ന് തെളിഞ്ഞു
വന്നാൽ ശരിയായി ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയപ്പെടും അത്ര പോയി കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. കാരണം ഇവൾക്കെതിരെ തെളിവില്ലാതെ ആ കേസ് തള്ളി പോയി കഴിഞ്ഞാൽ ഇവൾക്കെതിരെ കേസ് വരുമോ എന്ന് പേടിച്ച് ഒറിജിനൽ പീഡനം അനുഭവിക്കുന്നവർ പോലും അതിന് ചെല്ലില്ല എന്നാണ് പറയുന്നത്. ഇവര് പറയുന്നത് രണ്ടോ മൂന്നോ കേസുകളൊക്കെ അങ്ങനെ ഉണ്ടാവാം എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവം. രണ്ടോ മൂന്നോ കേസുകളാണ് ഒറിജിനൽ ഉള്ളൂ. കേസ് ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം അതിന്റെ കൺവിക്ഷൻ റേറ്റ് 2 3 സംതിങ് ആണ്. 100-ൽ 3 പേരാണ് ശരിക്ക് കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് അവർ സംഭവം. സ്റ്റേറ്റിനെതിരെ സ്വന്തം വക്കീലിനെ വെച്ച് പോരാടിയാണ് അവർ ജയിക്കുന്നത്. അതെ. എന്നിട്ട് ഇപ്പൊ ഇതൊരു വിഷയമാണ്. നമ്മുടെ പുരുഷൻ സമ്പാദിച്ചു കൊണ്ടുപോകുന്ന, അതായത് മനസ്സമാധാനം അവന്റെ കുടുംബത്തിന് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ സംഗതി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ ശരി, അത് ഇനി അടുത്തത് വെക്കാം. ഇനി ഈ 2 ക്ലോസും വേണ്ടെങ്കിൽ വേറൊരു ക്ലോ വെക്കാം നമുക്ക്. ഇങ്ങനെ ഒരു കേസ് മാരിറ്റൽ റേപ്പ് ഫയൽ ചെയ്യുന്ന ഒരു ഭാര്യ ഒരു സെക്കൻഡ് ഡിവോഴ്സ് കൊടുത്ത് ഭർത്താവ് അലിമണി കൊടുക്കണ്ടെന്നൊരു ക്ലോ വെക്കാൻ പറ്റും. ഫയാസെ അതിനെ പറ്റി എന്താ സംസാരിക്കുന്നത്? Hey guys, I have two requests. One, can you make me a mod? So if I have to share links, I will. And two, you guys are discussing marital rape. Man, I'd really appreciate if you can add some arguments here. I love to debunk a lot of arguments that are going on in Supreme Court, and they're full of shit. And I like to debunk them, but I can't fully follow your conversation. If you could, maybe try a little bit English more so I can pitch in and expose. So some of the stuff that I was listening to on marital rape is a lot of the gaslighting in Supreme Court and complete ignorance towards the actual arguments. For example, some bullshit nonsense like have 50 countries got it wrong. But my response to that is multiple. Number one, there are 195 countries in the world. So the bigger question you should be asking is that have the other 145 countries got it wrong? Because like if you're looking at the smaller section of the countries, there is a problem. Of that all 50 Yeah, bro. countries, Yeah. all of them are their laws are general neutral. Marital rape is a general neutral thing. Exactly. And so the other argument that they are arguing this off of the marital rape, they go that the exception of marriage from section 375 and 376 should be removed, right? So 375 and 376 is the rape. So they're saying remove the exception of marriage from there and make marital rape illegal. My answer to that is, before you do that, make the exception of gender out of there first. And if women of this country, if the society of this country isn't willing to make that exception for the last 70 years, what makes you think that the men of this country would support marital rape? If you're not removing the exception of gender, we don't give a fuck about the exception of marriage. If you think that we can be discarded, I think you should be discarded too. If anything, you have power over us, and I say if the empowered women of this country aren't using their power to uplift and help men, then they are empowered trash. That's what we should be talking about. All this gaslight in Supreme Court needs to be answered to the point. This is all bogus crap. What else was I hearing in terms of arguments? If you guys can bring it up, I don't think they get answered. And they were talking about this one, famous one, feminist whitewash one. Never gets answered. Never gets answered on TV. Never gets answered on Supreme Court. Never gets answered anywhere. I will answer it right now. They say, just because a law is being abused, should we not make a law at all? They say, well, should we not make any laws at all? First of all, you're acknowledging there that the law is abused, right? Now, the fact that you acknowledged it, you're being dismissive towards the 50% or 70% of the rape cases, which we have shown sources before to people, right? And we have proved that they are there. And they're acknowledging that they're there. They're saying, if we are going to dismiss 50% of innocent men that get genocided under this and go through trials, we're going to dismiss their lived experiences and going to make a law anyway, then I say yes. If you're willing to dismiss the lived experiences of 50% of innocent men, I would rather say yes, discard the laws and dismiss the 50% of actual survivors too. Why do you think that the one survivor is superior than the other? If you're not willing to make the criminal justice reform, and if you're saying discard men, I say discard women. What is the difference? It's equality, right? Why are you so afraid for the mention of equality?
I think it's all bogus. There is no actual argument about actual marital rape or actual equality. It's just women powering over men and oppressing us. It doesn't make any sense. And yeah, I would love to hear more from you guys. Thank you. Okay, Mike. So you are saying like in the Supreme Court, these organizations are like gaslighting, and they are just telling the facts. They are misleading the facts, and they are trying to make this a marital right, like a law, right? They're misleading. They do not care about equality whatsoever. There is a discrimination and prejudice towards men, which is much more, right? And the actual arguments are not being presented. Not to mention that there is a feminist lobby in this country, which lacks the representation of men, and this feminist lobby has influence over everyone. So I mean, all the social welfare money that women are getting. What do they do with this? They hire filmmakers. They send people to the universities to distribute toolkits. They send people to influence judges. Look at the politicians right now. How many politicians during the election? Look at Sonu Sood. His sister is taking part in the elections, giving free bicycles to women. AAP wants to give free 2,000 rupees or 5,000 rupees to women per month. TMC wants to give free, I think another 5,000. Even in Delhi metros, women are free, and in Tamil Nadu, for the bus transport, like women are free. Only Exactly, men need to pay. and if you look at that Sonu Sood's campaign of giving free bicycles, they work with look up the news. There is an NGO that has influenced him into doing this. Priyanka Gandhi wants to give free phones and scooters to graduate girls, while we know that the education enrollment rate for the last 7-8 years have been lower for boys. The ones that are behind in schools are being left to be fed to the wolves, and the ones that are already privileged are being given more and more and more and more power, because there is a gap in the social welfare. There is no representation. There is no funding of men. There is no voice of men, and this feminist lobby just goes around, influences everyone, gives one-sided, favorable arguments that are whitewashed and does not represent the other side equally. And also to talk about marital rape. If you want to bring, I want to talk about rape as well. You were asking me, is it being gaslit? The rape amendment that was made in 2013 in Nirbhaya, J.D. Varma's committee submitted that report, and he lied. That cuck died 1 year after that amendment was enacted. I say that cuck should have died 1 year before submitting that report. So thousands of lives of men, innocent lives of men, could have been saved because he lied in his report. He said that Western countries like US, UK have presumption of guilt. Burden of proof is on the defendant. Well, he lied. That sucker manipulated, because if you open the Sexual Offences Act 2003 of UK, it has presumption of innocence. US has presumption of innocence. It doesn't have presumption of guilt. What it says is Section 1234 of Sexual Offences Act 2003 talks about consent. Section 74, 75, 76 are the ones that talk about burden of proof, right? What does that say? It says that burden of proof does move on the defendant, but there is a big but there. Burden of proof remains with the prosecution until 3 exceptions are proven. What are those 3 exceptions? Exception 1, that there is violence or threat of violence involved. B, there was deception involved. And 3, the person was disabled. These 3 exceptions first have to be proven by prosecution beyond a reasonable doubt. So the burden of proof is on prosecution to first prove that violence was involved beyond a reasonable doubt, threat of violence was involved beyond a reasonable doubt, deception. Examples are given there if you open it, and examples are, for example, you went to your doctor and you needed certain treatment. Your doctor lied to you. He said you need colonoscopy. Colonoscopy requires penetration of anal, right? Let's say you didn't actually need that treatment, but he lied to you and he penetrated you anally, which was a lie. So that means deception.
And so prosecution would have to prove that beyond a reasonable doubt that deception was involved. And then third condition was disability. So, if you're disabled, you aren't able to move, or you're incapacitated, drugged, prosecution would have to prove that beyond a reasonable doubt first, and when they do that, then and only then the burden of proof moves to defendant. And J.D. Verma lied in his report. He said that the burden of proof, blanket burden of proof, is on the defendant right from the beginning. They impose presumption of guilt, which is a violation of Article 11 of International Declaration of Human Rights in the UN. And this country is just like many other countries that violate human rights laws, just like Chechnya, just like Venezuela. It should be probed in UN for violating human rights. And not to mention that one Nirbhaya case made this radical amendment. How many men have had their genitals chopped off just this year? I heard about a yoga teacher who chopped off the genitals. Men are not even those victims are not even receiving justice for rape and molestation. They're being taken for other IPCs like like harm to the body, etc., etc. Where are the molestation, rape charges? And why would you not use this men who are being who are having their genitals chopped off to cause another amendment to enact a male rape? How can you talk about marital rape before male rape? I mean, this is disgusting. This country has a pity gap compared to men and women. Women deserve superior pity in this country, and men are discardable. And that's the issue we should be talking about. Supreme Court needs to get slapped back and forth to its faces, to be honest with you guys. Mike, Okay, and I let just me want to point out ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് മൈക്ക് പറഞ്ഞ ഒന്ന് ഞാൻ ലൈക്ക് ഒന്ന് Hussein, മലയാളം ഇതാക്കട്ടെ. before that, let me point out something to Mike as well. Okay. Mike, if you know this thing, the amicus curiae, Rebecca John, she lied to the court saying that the Article 3, the Section 354, which is against like violence against women, that married women are not misusing this law. But in fact, the truth is, married women are so misusing this law, stating that the husband forced them to watch porn and everything. And these are being misused very much, and Rebecca John literally lied in front of the court. And also, when you said that there is a feminist lobby trying out to do these things, I'll just point out one thing. When the men in India started going on marriage strike, and there was one Twitter which actually was like very much into men's rights, was from Miss Meena Kandasamy. What she said is the men who are on marriage strike are past rapists, future rapists, or potential rapists. They are the ones who is going on marriage strike. And this bloody bugger hasn't been on court since 6 years. That the court asked us to submit in the court for a false 498A case. And since 6 years, she hasn't been in court, and she is lying this shit right out in public. There are a lot of shits these people are doing. And if you know, yesterday there was a protest by these bloody fuckers stating that all men are rapists right in front of the court. And they're saying government is oppressor, all men are rapists, and the police and everybody is watching it literally. What if men does something very similar to it? Wouldn't us be slapped and kicked right, left, and everything? Yeah, so what Faz is saying is that woman that is naming Faz, repeat the name one more time, please. Meena Kandasamy. I do have a... Yeah, that woman who's having microaggression problems. The fragile ego of women is being broken by peaceful protest of vulnerable men, and they are showing microaggression towards us, a chronic androphobia, where they're calling us rapists and stuff for just being able to practice our choices of peaceful protest. These femcells are enraged that they're being rejected, and they're coming out with chronic androphobia, and these our actual news agencies are giving them validation. She's calling everybody rapists and stuff, and Faz is telling you that woman, that same woman who is attacking the men's rights movement for peaceful protesting and calling everybody rapist and stuff. This androphobic woman is also the one who is accused by his ex-husband for blackmailing him under the dowry laws. So these are the type of women that frame
men, and then further make powerful laws that they can use as a weapon to further blackmail or push them into back corners. I mean, I can go on and on. I have a thing about women's cell and stuff too, but I will let you carry on it because I talked a lot. Sorry about not that. only that, Another twin. Mike, actually, I'm just translating you what you said in Malayalam. Okay, so after that, അനന്തു അത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ പറഞ്ഞോട്ടോ. ഇതൊന്ന് മൈക്ക് നേരത്തെ പറഞ്ഞ ഒന്ന് ജസ്റ്റ് മലയാളത്തിലായിട്ട്. മൈക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ 2013 നിർഭയ കേസിന് ശേഷം ഇവിടെ അമെന്റ്മെന്റ് വന്നിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ, ലൈക്ക് റേപ്പിനെ ജനറൽ ന്യൂട്രലാക്കാൻ. ആ സമയത്ത് JD വർമ്മ സുപ്രീം കോർട്ടിൽ ആക്ച്വലി കളവ് പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പം ഈ പ്രിസംഷൻ ഓഫ് ഗിൽട്ട് ആണ് ആക്ച്വലി നമ്മളോടുള്ളത്. സോ UK-ലും പ്രിസംഷൻ ഓഫ് ഗിൽട്ട് ആണ്. പക്ഷെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിനെതിരെ ഒരു റേപ്പ് കേസ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാളെ മുൻപ് പറഞ്ഞ ഉടനെ ആ സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് അയാൾ ഒരു കുറ്റവാളിയാണ് എന്ന് പ്രശ്നം ചെയ്തു. അതാണ് ഫസ്റ്റ്, അതാണ് പറയുന്നത്. അതാണ് പ്രിസംഷൻ ഓഫ് ഗിൽട്ട് എന്ന് പറയുന്നത്. പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ അയാളെ കുറ്റവാളിയെ കാണാതാക്കുക. സോ UK-ല് പ്രിസംഷൻ ഓഫ് ഗിൽട്ട് ആണെന്ന് ആക്ച്വലി ഈ JD വർമ്മ ഇവിടെ കള്ളം പറഞ്ഞു. അങ്ങനെയാണ് അത് ആക്ച്വലി അങ്ങനെ കള്ളം പറയുന്നത് ലൈക്ക് ഇന്റർനാഷണൽ ഇതിന്റെ ആർട്ടിക്കിൾ 11 വയലേഷൻ ആണ്. വേറെ രാജ്യത്ത് ഇങ്ങനെ അല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആക്ച്വലി അതുകൊണ്ട് അതിന് പിന്നെ അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് ലോബി ഈ പറയുന്ന നിയമം ഒരേപോലെ ആണിനും പെണ്ണിനും റേപ്പിലെ വരുന്നതിനെ എതിർക്കും ചെയ്തു. അങ്ങനെ ഇയാൾ കളവ് പറഞ്ഞു. അത് ആർട്ടിക്കിൾ 11 വയലേഷൻ ആണ്. അത് UN റിപ്പോർട്ട് ചെയ്യണം എന്നാണ് മൈക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ആക്ച്വലി വന്നത്. പിന്നെ പുറത്ത് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. അയാൾ ഒറ്റടി കുറ്റവാളിയെ കാണില്ല, ട്രയൽ ചെയ്യും. അവിടെ എക്സെപ്ഷൻ വരുന്നത് വയലൻസ് നടന്നിട്ടുള്ള എക്സെപ്ഷൻ വരും, ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വഞ്ചന അല്ലെങ്കിൽ പറ്റിക്കുക, അപ്പൊ ഒരു എക്സെപ്ഷൻ കിട്ടും. പിന്നെ ആ ഇര എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയ ആളാണെങ്കിലും അവിടെ മാറ്റം വരും. അതും അല്ലാത്ത വേറെ എല്ലാ കേസിലും ഇന്നസെൻസ് ആണ്. അങ്ങനെയാണ് ആക്ച്വലി പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഹ്യൂമൻ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും നമ്മൾ ഇന്ത്യയിലെ പല നിയമങ്ങളിലും പാലിക്കുന്നില്ല. അതുപോലെ തന്നെ മൈക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുറച്ചു മുന്നേ കേരളത്തിൽ ഒരു സന്യാസിയുടെ ഒരു ലൈക്ക് സെക്ഷൽ ഓർഗൻ വെട്ടി എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. അതിനുശേഷം പിന്നെ ആ പെൺകുട്ടി തന്നെ പറഞ്ഞു അത് അയാൾ ഉപദ്രവിച്ചിട്ട് ഫസ്റ്റ് ആക്ച്വലി ന്യൂസ് വന്ന് അയാൾ ഉപദ്രവിക്കാൻ നോക്കി അങ്ങനെ മുറിച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം യോഗ ടീച്ചറോ സന്യാസി അങ്ങനെ എന്തായിരുന്നു. പിന്നെ അതിനുശേഷം ആ വുമണും കാമുകനും തന്നെ പറഞ്ഞു അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ച ആക്ച്വലി അയാൾക്ക് ആക്ച്വലി സെക്ഷൽ ഓർഗനും അയാളത് വെട്ടി അത് പോയി. അതിന് കൂടെ തന്നെ അയാളെ പേരിൽ വേറെ കുറെ കേസുകൾ വരും ചെയ്തു. സോ ഇങ്ങനെ പല ആളുകളും അനുഭവിക്കുന്ന കാര്യം ആക്ച്വലി പറഞ്ഞില്ല. പിന്നെ ഇതിന് മുന്നേ മൈക്ക് പറഞ്ഞ എന്താ വെച്ചാൽ ഈ പറയുന്ന ഇപ്പൊ ഒരു പുതിയ നിയമം വരുന്നുണ്ട്, കല്യാണം കഴിച്ചുള്ള മാരിറ്റൽ റേപ്പ് അംഗീകരിക്കും. അപ്പൊ ഇത്രയും കേസുകൾ വരുന്ന സമയത്ത് ഈ മാരിറ്റൽ റേപ്പ് കൂടി അംഗീകരിച്ചാൽ കേസുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെമിനിസ്റ്റ് ലോബി ഉണ്ട്. പിന്നെ ഇവർ ആക്ച്വലി ഈ ഫേക്ക് റേപ്പ് കേസിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. ഇവര് ഒരു ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തെ ഭയങ്കരമായി കാണിച്ചിട്ടാണ് ആക്ച്വലി മാരിറ്റൽ റേപ്പിന്റെ ഇത് വാങ്ങാൻ നോക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്ച്വലി മൈക്ക് പറഞ്ഞു. ഈ അഖിൽ പറഞ്ഞോ ഞാൻ മലയാളത്തിലേക്ക് just 1 second. So whatever he said, about the Sexual Offences Act 2003, I pinned it up here, and the part you want to read is 74, 75, and 76 for the burden of proof. And I am changing it now, so click quickly, please. And I'm changing it to now. This is the Universal Declaration of Human Rights, Article 11, which talks about the presumption of innocence in criminal justice system. Thank you. ഓക്കെ. അത് ഇവിടെ അയാൾ കള്ളം പറഞ്ഞത് ആക്ച്വലി ലൈക്ക് നമ്മളെ ഇന്റർനാഷണൽ ലെവലിൽ ആർട്ടിക്കിൾ 11 വയലേഷൻ ആണതിന് അതിന്റെ ലിങ്ക് ആണ് അവിടെ ഇട്ടത്. ആർട്ടിക്കിൾ വേണമെങ്കിൽ അത് എടുക്കാം. ഓക്കെ, അടുത്ത പുതിയ ആളുകളിലേക്ക് പോകുന്നല്ലേ. ഓക്കെ, ധീരജ് ആരാ ഇപ്പൊ സംസാരിക്കും? ധീരജ് പറഞ്ഞോളൂ. ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ മിക്കനും കൂടെ കേൾക്കാനായിട്ട്, അതോ ഞാൻ മലയാളത്തിൽ തന്നെ തുടങ്ങില്ല? മലയാളത്തിലായിരിക്കും നല്ലത്. കുറച്ച് എനിക്ക് മനസ്സിലാവും, മൈക്കിന് കുറച്ച് മനസ്സിലാവും. ഓഡിയൻസ് മൊത്തത്തിൽ ഓഡിയൻസ് മൊത്തം മലയാളം തന്നെ ആയതുകൊണ്ട് മലയാളമായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അക്നോളജ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റും കൂടെയാണ് എന്നുള്ളതാണ്. അതായത് ഈ ആൾക്കാര് ഈ മറുപടി കൂട്ടുന്നത് അല്ലെങ്കിൽ ഈ ലോസ് അമെൻഡ് ചെയ്യാനും അത് അവർക്ക് ഫേവറബിൾ ആയിട്ട് അവർക്ക് ഇൻഫിനിറ്റ് പവർ കിട്ടുന്ന രീതിയിൽ മോഡിഫൈ ആയത് നോക്കുന്നത് ഇവരുടെ ലീഡേഴ്സ് ആയിട്ട് സ്വയം പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത്. അതായത് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വർഗം അല്ലെങ്കിൽ അങ്ങനെ അതൊരു സെപ്പറേറ്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ലീഡേഴ്സ് ആയിട്ട് സ്വയം പ്രൊഫൈൽ ചെയ്ത് ഇവർക്ക് പൊളിറ്റിക്കൽ പവർ കിട്ടാനുള്ള ഒരു ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇതുപോലുള്ള ആർഗ്യുമെന്റ്സ് പറയുമ്പോൾ പലപ്പോഴും
നമ്മളെ ഗ്യാസ്ലൈറ്റ് ചെയ്യുകയും നമ്മള് എന്താ പറയാ സ്ത്രീകളെ അടിച്ചമർത്താൻ എന്താണ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്, ഈവിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന നറേറ്റീവ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത് വെച്ചാൽ നമുക്ക് തന്നെ പലപ്പോഴും സെൽഫ് കൺവിക്ഷൻ ഇല്ല. നമ്മൾ പലപ്പോഴും പരാതി പറയുന്ന ഒരു മോഡലാണ് പോകുന്നത്. നമ്മൾ അതിന്റെ ഒരു ഫുൾ പിക്ചർ കിട്ടുന്നില്ല. ഇതിന് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെയുള്ള പല എന്താണ് ചിന്താ രീതികൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആണെന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ഒരു വീക്ക്നെസ് അക്നോളജ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയുകയാണ് എനിക്ക് ഒരു പെണ്ണ് കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കും സ്വാഭാവികമായിട്ട്. നമ്മൾ പറഞ്ഞ ആ സന്യാസി ഇല്ലേ, പുള്ളിയുടെ ജനറ്റൽ ഓർഗൻ കട്ട് ചെയ്തപ്പോൾ അയാൾ എല്ലാവരും കളിയാക്കാൻ ചെയ്തത് വളരെ ക്രൂരമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന്റെ ഓൺ ദ കോൺട്രറി ഇതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സമൂഹത്തിന്റെ റിയാക്ഷൻ? മനസ്സിലായില്ലേ? അപ്പോ ആസ് ഇൻഡിവിജ്വൽസ് നമ്മൾ ആ ധൈര്യം കണ്ടെത്തണം. അതായത് ഇതൊരു പ്രോബ്ലം ആണ്, ഐ എം വൾണറബിൾ എന്ന് അക്നോളജ് ചെയ്യാനുള്ള അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് എനി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് വിൽ yield any result. അതാണ് എനിക്ക് പറയാനുള്ളത്. ധീരജ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ന് വെച്ചാല് ഞാൻ 2013 വെച്ചിട്ട് തൃശ്ശൂർ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. മീൻസ് അന്നൊരു സമരം നടക്കുകയായിരുന്നു. IRPM ലോ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരമായിരുന്നു അന്ന്. അതിനെന്ന് വെച്ചാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവരും മീൻസ് എന്ത് ജാതകന്മാര് മണ്ടന്മാർ എന്തൊക്കെയോ പറയുന്നതെന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ ഞാനത് TV-യിലൊക്കെ ഇരുന്ന് കണ്ടപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഇപ്പോഴും അത് ആർക്കും അറിഞ്ഞൂടാ IRPM ലോ എന്താണ്, അത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അത് പൊളിഞ്ഞു പോയി. സത്യത്തിൽ പൊളിഞ്ഞു പോയത് നമ്മുടെ ഇവിടുത്തെ സീനിയർ സിറ്റിസന്റെ കഴിവുകൊണ്ടാണ്, അല്ലാതെ മെൻസിന് വേണ്ടിയിട്ടൊന്നുമല്ല അത് പൊളിച്ചത്. പക്ഷെ ഇതില് പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ധീരജ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ മുന്നിട്ടിറങ്ങുമോ. അന്ന് ആ ഒരു സമയത്തൊന്നും ആരും മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ നേരത്തെ പറയാൻ വന്ന അതാണ്. ഇപ്പൊ നേരത്തെ നിക്കോ ആരോ ഫയൻസ് പറഞ്ഞു ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തവരെല്ലാം റേപ്പിസ്റ്റുകളാണ്, ആ മെന്റാലിറ്റിയാണ്. ഏകദേശം അതേ ഒരു ലൈനിൽ പൽക്കി ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ് വയോൺ എന്ന് പറഞ്ഞൊരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് യൂട്യൂബ് ചാനലാണ്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിലെ കമന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യൻസിന് കുറച്ച് വിവരം വെച്ചിട്ടുണ്ട്. കാരണം 99.9% പൽക്കി ശർമ്മയെ എതിർത്തും പൽക്കി ശർമ്മേനെ എന്താ പറയാ നിങ്ങൾക്ക് ലോജിക്കിൽ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ ഇത് പറയുന്നത്. കാരണം അവര് കറക്റ്റായിട്ട് പറയുന്നു, നല്ല ഇതിലൊക്കെ തന്നെ പറയുന്നു, ഇത് സപ്പോർട്ട് ഈ നിയമം വരാൻ സപ്പോർട്ട് ചെയ്യാത്തവരെ എതിർക്കുന്നവരെല്ലാം റേപ്പിസ്റ്റുകളാണ്. ഇതൊരുമാതിരി എന്തോ ഒരു അജണ്ട പോലെയാണ്, ആരോ പറഞ്ഞ് ഈ ന്യൂസുകാരെ കൊണ്ട് തന്നെ പുഷ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. അതേസമയം CNN 18 എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതിനകത്ത് ആങ്കർ മീൻസ് മെൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു ചെറുതായിട്ടൊന്ന് പറയുന്നത് തുടങ്ങുന്നത്. അപ്പൊ അതും ഒരു എന്ന് വെച്ചാൽ ട്രെൻഡ് എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ട്രെൻഡ് അല്ല, ഇപ്പൊ കുറച്ചുപേര് വരുന്നുണ്ട്. പക്ഷെ ഈ എതിർത്ത് പറയുന്ന ആൾക്കാരുടെ ശബ്ദം കോർട്ടിലെത്തിയാൽ മാത്രമേ വല്ലതും നടക്കൂ. അല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മാരിറ്റൽ റേപ്പിന്റെ ലോ വരുന്നതല്ല യഥാർത്ഥ പ്രശ്നം. പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് ആണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് ആണ് ഇവിടെ പ്രശ്നം. അതെ, കാരണം നമ്മൾ ഈ മാരിറ്റൽ റേപ്പിന്റെ ലോ കൊണ്ടുവരാൻ പോവാണ്, അത് പ്രോബ്ലം ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് ദേ സപ്പോർട്ട് മാരിറ്റൽ റേപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, അത് കുറെ പേരെങ്കിലും വിശ്വസിക്കും ആ ആർഗ്യുമെന്റ്. അല്ല, അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അത് കേസെടുക്കാൻ കേട്ടോ, ഇപ്പോഴും മാരിറ്റൽ റേപ്പിന് ഇപ്പോഴും കേസെടുക്കുന്നുണ്ട്. ഓ, അതെങ്ങനെയാണ്? അത് ഇപ്പൊ ഒരു സ്ത്രീ ഈ കോടതിയെ സമീപിച്ചൊരു കേസെടുത്തിട്ടുണ്ട്. അയാളെ റേപ്പിന് തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ അവരെ ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നെന്നും പറഞ്ഞ് പരാതി പോയിട്ട് അത് റേപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിച്ചാൽ പോലും ഒരു സംശയം കേട്ടോ, പ്രകൃതിവിരുദ്ധ ബന്ധപ്പെടലാണ് അത് എടുത്തെന്ന് അല്ല, അത് റേപ്പായിട്ട് തന്നെ കാണാം. ഇപ്പൊ സ്വന്തം ഭാര്യയെ പോലും ഇഷ്ടമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട റേപ്പായിട്ട് തന്നെ കാണാം. തെറ്റൊന്നുമില്ല, കോടതി കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സെക്ഷൻ 376 ഇന്ത്യ ഗവൺമെന്റ് അമെൻഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. വ്യക്തമായിട്ടൊരു എക്സംഷൻ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുകയല്ലേ. ഇത് അൺനാച്ചുറൽ സെക്സിന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിങ്ങളെ അങ്ങനെ കോടതി വിധികൾ പ്രീസിഡന്റ് ആണ്. കോടതി വിധികൾക്ക് ഈ പറഞ്ഞ ഈ നിയമത്തിന്റെ അതേ പരിഗണന തന്നെ കിട്ടും. അങ്ങനെ കോടതി ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇതിലെ പ്രശ്നം എന്ന് വെച്ചാല് ഇതിൽ പറഞ്ഞു വെച്ചാൽ 375 കീഴിൽ കൊണ്ടുവരണതാണ്. അല്ല, ആ കേസിന് ഡീറ്റെയിൽ ഒന്ന് തരാൻ പറ്റുമോ? ഒന്ന് നോക്കാൻ. തെറ്റിപ്പോയി, അങ്ങനെ ഒരു കേസില്ല. മെന്നിന്റെ തലയല്ല ഉണ്ടായിട്ടുണ്ട്, കേസ് ഉണ്ടായിട്ടുണ്ട്.
ആന്ധ്രാപ്രദേശിലാന്ന് തോന്നുന്നു. ഞാൻ എന്റെ വിവരങ്ങളാണ് എടുത്തത്. ശ്രീധരജി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ പർട്ടിക്കുലർ കേസിൽ തെളിവെല്ലാം നിരത്തിയതിനു ശേഷമാണോ കോടതി അങ്ങനെ പ്രഖ്യാപിച്ചത്, അതോ ഭാര്യയുടെ മൊഴിയുടെ പുറത്താണോ? മൊഴിയുടെ പുറത്തൊന്നുമല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ല, ഇതിൽ 375 എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ പറ്റും. കാരണം ഇത് കൺസെന്റിന്റെ കീഴിലാണ് വരുന്നത്. കാരണം മറ്റേതെന്ന് പറയുന്നത് അവർക്ക് ഫിസിക്കൽ ഹാം ഉണ്ടെന്നതിനുള്ള തെളിവ് വെച്ചിട്ടാണ് ശിക്ഷിക്കാൻ പ്രോബബിലിറ്റി കൂടുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് കൺസെന്റ് ആണ്. അപ്പോൾ ആ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു 4 ചുവരിനകത്ത് കിടന്ന ഒരു സംഭവം. ഇതിൽ ഏറ്റവും കോമഡി ഇതൊന്നുമല്ല. ശ്രീധർ, ഞാന് ആ കേസിന്റെ ഡീറ്റെയിൽ ഇപ്പൊ ഫുള്ള് നോക്കി. പക്ഷെ ഇപ്പോഴും എനിക്ക് നമ്മളെ ഗൂഗിളിൽ എവിടെയെങ്കിലും കിട്ടണം. ഞാൻ കുറെ കീവേഡ്സ് വെച്ച് നോക്കി, മാറ്റർ ഇപ്പൊ ആന്ധ്ര അല്ലെ എങ്ങനെയാണ്. ആകെ ഒരു ഒറ്റ കേസ് ഞാൻ കണ്ടത്. അത് ഇതേപോലെ തന്നെ ഹസ്ബൻഡ് ഡ്രങ്ക് ആയിട്ട് വന്ന് ലൈക് ഫസ്റ്റ് സെക്ഷന് ഇതാക്കി, പക്ഷെ സമ്മതിച്ചില്ല. പിന്നെ പുള്ളി ഡ്രങ്ക് ആയിട്ട് വന്നു. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിനിടയിൽ പുള്ളിക്കാരത്തിന്റെ തലയടിച്ച് പുള്ളിക്കാരത്തി കോമയിലായിട്ടുണ്ട്. അവിടെ കേസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് ആ കേസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ശ്രീധർ, ആ കേസിനെ എനിക്ക് അയച്ചത് അതുകൊണ്ടാണ് അല്ല, റേപ്പിനും കേസെടുത്തിട്ടുണ്ട്. അതില് റേപ്പിനും കേസെടുത്തിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ അത് കേസൊക്കെ മാറി. അത് അല്ലാതെ മാറ്റർ റേപ്പ് വെച്ച് മാത്രമായിട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും കേസ്. അത് കുഴപ്പമൊന്നുമില്ല. പരാതി വേണ്ട. അങ്ങനെ പരാതികൾ വരാറില്ല. കാരണം ഭർത്താവ് അല്ല ശ്രീധർ, ശ്രീധർ ആ കേസൊന്ന് കേസൊന്ന് കിട്ടണേ. കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. റേപ്പിനകത്ത് ഈ പറയുന്ന ഭർത്താവ് റേപ്പ് ചെയ്താലും റേപ്പ് തന്നെ. പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? അല്ല, അത് കാരണം അങ്ങനെ അതിനകത്ത് പോരായ്മ ഉണ്ടായതുകൊണ്ട് അത് കുറച്ചുകൂടെ വിപുലീകരിച്ചൊരു നിയമം അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ റേപ്പിന്റെ ഇതിനകത്ത് തന്നെ വിവാഹം കഴിച്ച് റേപ്പ് ചെയ്താലും അത് വരും അതിനകത്ത്. ശ്രീദേവ് അത് വരുന്നില്ല. ശ്രീദേവ് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു അമിക്കസ് ക്യൂറി വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അൺനാച്ചുറൽ സെക്സ് അതിൽ തന്നെ ആരെയും ശിക്ഷിച്ചായിട്ട് മീൻസ് ശിക്ഷ അങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം ഇത് തുടക്കത്തിൽ ഒരുപാട് കേസ് വന്നപ്പോ കോടതി തന്നെ അവസാനം അറസ്റ്റ് തടഞ്ഞു. അൺനാച്ചുറൽ സെക്സിന് എതിരെ കേസ് എടുക്കാം നിങ്ങൾക്ക്. അതുണ്ട്. അത് പെണ്ണ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി. പക്ഷെ ജാമ്യമൊക്കെ കിട്ടും. അതൊക്കെ കിട്ടുമായിരിക്കും. അത് ജാമ്യം, കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടും. ആർക്കാ ജാമ്യം കിട്ടും? അല്ല, അങ്ങനെ കുറച്ച് കാലം പിടിച്ച ശ്രീദേവ്, ഇവിടെ ഫസ്റ്റ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. യു ക്യാൻ ട്രൈ ഫോർ ദ ബെയിൽ. അത്രേ ഉള്ളൂ. സ്റ്റേഷൻ ജാമ്യം അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല. നിങ്ങൾക്ക് ഹൈക്കോടതി പോകേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞത് അതല്ല, ജാമ്യം കിട്ടില്ല എന്നാരും പറഞ്ഞു. അതാ പറഞ്ഞു ജാമ്യം. ക്ലാരിറ്റി തരാം. ഒറ്റ മിനിറ്റ്. ആരോ ഇപ്പൊ ലാസ്റ്റ് സംസാരിച്ച ഒന്ന് ലീവ് ചെയ്ത് തരണേ. എക്കോ ഇത് വരുന്നുണ്ട്. ലീവ് ചെയ്ത് കയറിയാ റെഡിയാവും. ആരോ സംസാരിച്ചറിയില്ല. ഓക്കെ, അതില് എന്താണ് ഈ മാറ്റൽ റേപ്പിൽ എങ്ങനെ വരുന്നത് വെച്ചാല്, മാറ്റൽ റേപ്പ് ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ട് വേണമെങ്കിൽ ആക്കാന്നുള്ള ഞാൻ കണ്ടു. അതുപോലെ തന്നെ മാറ്റൽ റേപ്പ് ലൈക് ഇന്ത്യയിൽ ഇരിക്കുന്ന NK ചന്ദ്രവൻഷി എന്നൊരു ജസ്റ്റിസ്, ആർക്കും വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം. NK ചന്ദ്രവൻഷി എന്നൊരു ജസ്റ്റിസ്, ഡീറ്റെയിൽ അതിൽ കിട്ടും. പുള്ളി ആക്ച്വലി അതിൽ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് എന്താ പറയാ, സെക്ഷൽ ആക്ട് ഒരു ഹസ്ബൻഡ് സെക്ഷൽ ആക്ട് പെർഫോം ചെയ്ത റേപ്പ് അല്ല, ഈവൻ ഇഫ് ഇറ്റ്സ് ഡൺ ബൈ ഫോഴ്സ് ഓർ അഗെയിൻസ്റ്റ് വൈഫ് വിഷസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷെ അതില് കേരള ഹൈക്കോർട്ടാണ് ആക്ച്വലി ചെറിയ മാറ്റം അതിലൊരു ഒപ്പീനിയൻ പറഞ്ഞത്. പക്ഷെ മൊത്തം അപ്പൊ എനിക്ക് ശ്രീദേവ് പറഞ്ഞ എനിക്ക് ആവുന്നില്ല. നീ മൈക്ക് അവിടെ ഉണ്ടോ? മൈക്ക്, can you explain more about that? അല്ല, പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ എന്താ കുഴപ്പമില്ല. കുഴപ്പത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ശ്രീധർ ഇടയിൽ കയറുന്നുട്ടോ. ഓക്കെ, ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന മെജോറിറ്റി റേപ്പ് അല്ല, സ്ത്രീപക്ഷമായ നിയമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. ഓക്കെ, ഇവിടെ കേരളത്തിൽ തന്നെ കുറച്ച് 2 മാസം മുന്നേ കണ്ട് ഈ ഒരു ഹസ്ബൻഡ് പോസ്റ്റിൽ തൂങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയി പോയപ്പോ ആണുങ്ങൾക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആട്ടോ. ശ്രീദേവ്, ഞാനൊന്ന് ഫുൾ പറയട്ടെ. വേറെ എവിടെയെങ്കിലും പോയിന്റ്സ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ കയറി പറയല്ലേ. ശ്രീദേവിന്റെ അമ്മായപ്പനെ
മോശക്കാരനായിരുന്നു അയാളുടെ കയ്യിലിരിപ്പ് മോശമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നാട്ടില് ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്ന സ്ത്രീകളുടെ അയാൾ കയ്യിലിരിപ്പ് മോശം ആത്മഹത്യ ചെയ്ത് അയാൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുത്ത് പോലീസുകാർ കളിയാക്കി അയാൾ ആത്മഹത്യ ചെയ്തു. അല്ല നിക്ക് നിങ്ങളുടെ പാർട്ടിക്കാർ മറ്റേ ഇവിടെ ആലുവയിൽ പോയിട്ട് മറ്റേ പരിപാടിയൊക്കെ നടത്തിയില്ലേ? എന്താണ് മോഫിയ അവളുടെ കയ്യിലിരിപ്പ് മോശം എന്ന് പറഞ്ഞ ശ്രീദേവ് സമ്മതിച്ചു. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യാം, പുരുഷ വിരുദ്ധമാണല്ലോ പറയുന്നത്. നല്ല ഇതാവും. സ്ത്രീവിരുദ്ധം പറയാൻ പാടില്ല. എന്ത് ഉൾപ്പില്ലായ്മയാണോ? അല്ല പേഴ്സണലി ശ്രീധർ ഞാനൊന്ന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇത്രയും കേസുകൾ ഇവിടെ ഓൾറെഡി ഏറ്റവും കൂടുതൽ ഇവിടെ മിസ്യൂസ് ചെയ്യുന്ന കേസ് ഡൊമസ്റ്റിക് വയലൻസ് ഇല്ല, തിരിച്ചുണ്ടെന്നുള്ളതിനാണ് എക്സാമ്പിൾ പറഞ്ഞത്. കാരണം അതിന് ഇന്ന ആണുങ്ങൾ മാത്രമേ ചെയ്യൂ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യൂ അങ്ങനൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ 50% ലെവലുള്ളൂ. പിന്നെ റേപ്പ് കേസുകളിൽ തന്നെ പല കോടതികളും അപ്പം സ്ത്രീകൾക്ക് പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല. ശ്രീദേവിന്റെ കാര്യമല്ല നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്, ജനറൽ കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കേസുകൾ രാഹുലെ ശ്രീദേവിനോട് ഞാൻ ചോദിക്കാം, ഇൻസൈൻ ഒരു മിനിറ്റ്. ശ്രീദേവി ഇപ്പൊ പറഞ്ഞെന്താ സ്ത്രീകൾക്ക് പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന്. ശ്രീദേവിന് ഇന്ത്യൻ റേപ്പ് നിയമം 375 അറിയുമോ? അഡ്വക്കേറ്റ് ആന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശ്രീദേവിന് അറിയുമോ? ആ നിയമത്തില് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീക്ക് താൻ റേപ്പ് ചെയ്യപ്പെട്ടെന്നുള്ള കേസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നത്? ഫോഴ്സ്ഫുൾ, അതേപോലെ കൺസെന്റ് ഇല്ലാതെ ഭീഷണിപ്പെടുത്തി, അതേപോലെ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ്. ഒരു സ്ത്രീക്ക് പുരുഷന് ഒരു സ്ത്രീക്ക് പുരുഷൻ മദ്യപിച്ചിരിക്കുമ്പോ ഒരു സ്ത്രീ അവന്റെ കൂടെ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ അത് റേപ്പായിട്ട് ശ്രീദേവ് കൺസിഡർ ചെയ്യും. ഒരു പുരുഷൻ മദ്യപിച്ചിരിക്കുമ്പോ വെള്ളം അടിച്ച് പൂസാന്ന് തന്നെ വെച്ചോ, ഒരു സ്ത്രീ അവനെ കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റേപ്പാന്ന് ശ്രീദേവ് സമ്മതിക്കും. സ്ത്രീക്ക് പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ എവിടുന്ന് വരുന്നേ? ഇടേക്കറില്ല വേറെ ആരും ഇടേക്കറില്ല. ശ്രീദേവ് സയന്റിഫിക് ആയിട്ട് തന്നെ പറയുന്നത്, ശ്രീദേവ് വെള്ളം അടിച്ചിരിക്കുക. ശ്രീദേവ് വെള്ളം അടിച്ചിരിക്കുമ്പോ ശ്രീദേവ് നല്ല ഒരു 5-6 പെഗൊക്കെ അടിച്ച് നല്ല ഹൈ ആന്ന് വെക്കാം. ഒരു പെണ്ണ് വന്നിട്ട് ശ്രീദേവിന്റെ അടുത്ത് സെക്സ് ചെയ്യാമോ എന്ന് ശ്രീദേവിനോട് ചോദിക്കുമ്പോ ശ്രീദേവ് പറയാണ് ഓക്കെ എന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് റേപ്പല്ലല്ലോ. അത് കൺസെന്റോട് കൂടിയാ. അത് കൺസെന്റോട് കൂടിയാണല്ലോ. ഇനി ഈ സാധനം അങ്ങനെ അങ്ങ് തിരിക്കും. ഒരു പെണ്ണ് 6 പെഗ് അടിച്ചിട്ട് നിൽക്കുമ്പോ ശ്രീദേവ് പോയിട്ട് അവളുടെ അടുത്ത് സെക്സ് ചെയ്യാമോ എന്ന് ചോദിച്ചു, അവള് സമ്മതിച്ചു. അടുത്ത ദിവസം അവള് വന്നിട്ട് പറയാണ് ശ്രീദേവിനെ റേപ്പ് ചെയ്തു, കാരണം ഞാൻ കൺസെന്റ് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 375 അണ്ടറിൽ അത് റേപ്പാണ്. അതാ പറയുന്നേ, മദ്യപിച്ചിട്ടുള്ള സമയത്ത് കൺസെന്റ് നീ റെക്കോർഡ് ചെയ്താലും ഇനി എവിടുത്തെ വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞാലും ഒരു സ്ത്രീ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ അവളുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് കാലത്ത് എണീറ്റ് പറയാണ് എനിക്ക് ഞാൻ കൺസെന്റ് തന്നത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസെന്റ് തരാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയെ കള്ളം പറയും. പെൺകുട്ടി ആര് പറഞ്ഞു മനസ്സിലാക്കും? ആര് പറഞ്ഞു മനസ്സിലാക്കും ശ്രീദേവെ? ആ വ്യക്തി ഇപ്പൊ കൺസെന്റ് വാങ്ങിയിട്ട് ചെയ്ത വ്യക്തി ആരാന്ന് വെച്ചാൽ, കൺസെന്റ് വാങ്ങിയ വ്യക്തി എങ്ങനെ? ഇപ്പൊ ഒരു പെൺകുട്ടി പോയിട്ട് കാലത്ത് എണീറ്റോട് പറയണേ എനിക്ക് ഞാൻ നിനക്ക് കൺസെന്റ് തന്നു ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ നേരെ വന്ന് ഇവനെ തൂക്കിയെടുത്ത് അകത്തോട്ട് കൊണ്ടുപോയിടുന്നു. 14 ദിവസം റിമാൻഡ് വേണ്ട, ഹൈക്കോടതി പോയി ജാമ്യം എടുത്തു കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഇയാള് കാണാൻ പോകുമ്പോ അത് വേറൊരു സീനും കൂടിയുണ്ട്. അതും കൂടി അറിയോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത്. ഒറ്റ മിനിറ്റ്, മേലെ മൈക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 40% റേപ്പ് കേസ്
അല്ല പലപ്പോഴും പുരുഷന്മാര് മദ്യം കൊടുത്തിട്ട് ഒരാള് സംസാരിക്കണം, ക്ലിയർ ആവുന്നില്ല. ഒരാള് സംസാരിക്കും. അല്ല ഇത് അല്ല ഇച്ചേനെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീദേവ് എല്ലാരും പറയണ്ട ഇടയിൽ സംസാരിക്കില്ല. ശ്രീദേവ് ഒരാൾ പറയുമ്പോ പറയട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ദേവയ്ക്ക് റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദേവ ഒന്ന് പ്രൊഫൈലിൽ ആക്സെപ്റ്റ് റിക്വസ്റ്റ് അടിക്കും കേട്ടോ. പിന്നെ മൈക്ക് മേലെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതെല്ലാരും നോക്കാം. അത് ഇത്ര കേസുകൾ റേപ്പ് കേസിൽ ഫാൾസ് എന്ന് ഹരിയാന പോലീസ് തന്നെ പറയുന്നത്. അതിൽ വേറെ റിപ്പോർട്ട്സ് ഉണ്ട്, അത് ഷെയർ ചെയ്യും. അല്ല പലപ്പോഴും സ്ത്രീകളെ മദ്യം കൊടുത്ത് റേപ്പ് ചെയ്യുന്ന സാഹചര്യമാണ് ഈ തിരിച്ചുകൊണ്ട് പുരുഷന്മാരെ മദ്യം കൊടുത്ത് റേപ്പ് ചെയ്യുന്നില്ലെന്നാണോ ശ്രീദേവ് പറയുന്നത്? ഫയാസ് പറഞ്ഞത് കേട്ടോ. ശ്രീദേവ് അതുപോലെ തന്നെ കുടിച്ചിരിക്കുമ്പോ ശ്രീദേവിനോട് സെക്സ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ശ്രീദേവ് യെസ് എന്ന് പറയുന്നു, പോകുന്നു, ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം പറയുമ്പോ അത് അംഗീകരിക്കുമോ ഇല്ലയോ? ഇല്ല. ഇവിടെ പുരുഷൻ പറഞ്ഞാൽ അത് അംഗീകരിക്കുക, പക്ഷെ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് ശ്രീദേവ് എല്ലാത്തിന്റെ ഇടയില് സ്ത്രീ വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. സ്ത്രീ വിരുദ്ധത്തിന്റെ തേങ്ങ താനല്ലോ പെമ്പിള്ളേരെ ഫേസ്ബുക്കിൽ ഇരുന്ന് തെളി വിളിക്കുന്നത്. എന്നിട്ട് ഒച്ചപ്പാടുണ്ടാകല്ലേ ഓരോരുത്തരോരുത്തർ പറയും. ഫ്ലിപ്പ് ചെയ്തു, അതിന് മറുപടി പറയൂ. അല്ല ശ്രീദേവേ, ഞാൻ അല്ല മൈക്ക് ഗിവ് മീ 1 quick second, let me finish it off. സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. വേണ്ടിട്ട് ഇവിടെ വന്ന് ചിലക്കല്ലേ, വേറെ എവിടെയും വന്ന് ഇവിടെ വന്ന് ചിലക്കല്ലേ. ശ്രീദേവിന് പുരുഷന്മാരെ അധിക്ഷേപിച്ച് സംസാരിക്കാവോ? ഞാൻ ആരെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. ശ്രീദേവല്ലേ നേരത്തെ ശ്രീദേവല്ലേ മാറ്റേ അല്ല ഷെയർക്കാ, എല്ലാരും ഒരു മിനിറ്റ് വെയിറ്റ്. ഞാൻ ശ്രീദേവുമായിട്ട് സംസാരിക്കുന്നത്. ശ്രീദേവ്, പുരുഷന്മാരെ റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രീദേവ് പറയുമ്പോൾ എന്റെ ചോദ്യം എന്തൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ 17 അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു പയ്യനെ ഒരു സ്ത്രീ ആയിട്ട് സെക്സ് ചെയ്യുമ്പോ അവിടെ ആ പോക്സോ കേസിൽ ആ പയ്യനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കുന്നതാണോ അല്ലയോ? അതെ അതെ അതെ. ഇനി ആ പയ്യന് 17 വയസ്സ് എന്നുള്ളത് 18 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ത്രീക്ക് 43 വയസ്സായിക്കോട്ടെ, അപ്പൊ അത് റേപ്പ് ആയിട്ടല്ലല്ലോ കണക്കാക്കുന്നത്? അല്ല ഈ റേപ്പായിട്ട് ഈ പറയുന്നത് സയന്റിഫിക്കലി താൻ ഏതെങ്കിലും ഒരു സയൻസ് എവിഡൻസ് ഞാൻ ശ്രീദേവൻ സയന്റിഫിക്കലി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, ശ്രീദേവസ് പറഞ്ഞു സയന്റിഫിക്കലി ഒരു വുമൺ ആണിനെ റേപ്പ് ചെയ്യാൻ പറ്റില്ലാന്ന്. ഒരാണിന് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ തൊട്ടുക തലോടുക മുതലായ ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിൽ താല്പര്യമില്ലെങ്കിൽ പോലും ഇറക്ഷൻ, ഹാഫ് ഇറക്ഷൻ ഉണ്ടാവും. ഇജാക്കുലേഷൻ വരുന്ന പറയും. ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ ശുക്ലം പുറത്തു വരിക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയല്ലോ. ലൈക്ക് എന്താ പറയാ ലൈക്ക് അത് വരെ നടക്കുന്നു. ഇത് ഒന്ന് തപ്പി നോക്കിയാൽ കിട്ടും. സോ ബയോളജിക്കലി പറയരുത് ഒരാളുടെ സമ്മതം ഇല്ലാതെ ഒരാളെ റേപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് താല്പര്യം മനസ്സിലുണ്ടെങ്കിലായിരിക്കും ഫുൾ ഇറക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഹാഫ് ഇറക്ഷനിൽ വേറൊരു കാര്യം കൂടി ശ്രീദേവ് പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ റേപ്പ് ഓർഗാസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ കുറിച്ച് ശ്രീദേവ് സ്ത്രീകൾക്ക് ഇതേപോലെ സ്കേർട്ടിങ് നടക്കും. റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് വരെ ഓർഗാസം സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കൺസെന്റോടെയാണ് നടക്കുന്നത്. ശ്രീദേവ് ഒന്ന് വെച്ചോണ്ടിരിക്കുന്നത് ഇത് ബയോളജിയാണ്. ഞാൻ എവിടുത്തെ ഊളയാണോ? ഏത് വിക്ടിമിനെ ശ്രീദേവി നിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. പ്ലീസ്. അപ്പൊ ശ്രീദേവേ, ഇപ്പൊ താൻ പറഞ്ഞു ഞാൻ വിക്ടിമിനെ അധിക്ഷേപിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു. താൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ജസ്റ്റ് ജെൻഡർ മാത്രമേ ഞാൻ അവിടെ മാറ്റിയിട്ടുള്ളൂ. അപ്പൊ തനിക്കത് വിക്ടിമിനെ അധിക്ഷേപിക്കലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ ഇത്രയും നേരം കാണിച്ചു കൂട്ടിയത് എന്ത് ഉലുവയാണോ? പറ. അപ്പൊ ഇത്രയും നേരം വിക്ടിമായ പുരുഷന്മാരെ അധിക്ഷേപിച്ചോണ്ടാണ് താൻ സംസാരിച്ചോണ്ടിരുന്നത്. പറയുന്നത്. എവിടെ പുരുഷൻ ആക്രമിക്കപ്പെടുന്നത്? സ്ത്രീകളെ ഡെയിലി എത്ര സ്ത്രീകൾ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്നു? മൈക്കൊന്ന് സംസാരിക്കണം, മൈക്കൊന്ന് സംസാരിക്കണം. Sorry to interrupt. I just want to check, is male rape being denied by any chance? Yes. Yeah. Oh, I come in. That's where I come in. Who's denying the rape of man, by the way? ശ്രീദേവ് സോമൻ. Okay, and what's his argument?
He's saying that men cannot be raped biologically and scientifically. Okay, that's the type of rape denying behavior that I would love to debunk. Give me 1 second. Can you continue? I'm just gathering links. എല്ലാം അത് ആലോചിച്ച് ഫാസ്റ്റ് പറഞ്ഞു. ശ്രീദേവേ, Argue with ഇല്ല them. ശ്രീദേവേ, ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ശ്രീദേവേ, ഇന്ത്യയില് പുരുഷന്മാർക്ക് റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയില് പുരുഷന്മാര് റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ കണക്കെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് ശ്രീദേവി ഈ കിടന്ന് ഇവിടെ 10,000 പേര് ഒരു ദിവസം സ്ത്രീകൾ റേപ്പ് ചെയ്യും ഇവിടെ. 10,000 കണക്കിനോ? താൻ എവിടുത്തെ വർത്താനോടാ പറയുന്നത്? ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും റേപ്പ് ചെയ്ത് കഴിയുമല്ലോ. അല്ല, അപ്രോക്സിമേറ്റ് എത്ര? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ഒരു ഫാസ്റ്റ് നമുക്ക് അടുത്ത 10,000 ശ്രീദേവ പറഞ്ഞേ. ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഒരു മിനിറ്റിൽ ഈ രാജ്യത്ത് 1000-കണക്കിന് പേര് ഈ രാജ്യത്ത് ഒരു മിനിറ്റിൽ 1000 തെറ്റാണത്. ഒരു മിനിറ്റിൽ 1000-കണക്കിന് എന്നൊക്കെ പറയുമ്പോ ഫാമിലി ഹെൽത്ത് സർവേ അല്ല, ഉണ്ട്. ഒരു മിനിറ്റ് ഫാസ്റ്റ് പോയിന്റ് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാ. അതാണ് നല്ലത്. ടിറ്റോ സംസാരിക്കും കുറെ നേരം. നിങ്ങളുടെ ചോദ്യം ഇത് ഏത് സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നതാണ്. എന്തെങ്കിലും സോഴ്സ് പറയാനുണ്ടോ? എനിക്ക് ഒന്ന് രണ്ട് ഇവിടെ Okay, can I? Mike, Sorry, can I? one second. Just after Tito started speaking, so just after that, Mike, you can. ഓക്കെ എനിക്ക് അറിയാവുന്നുള്ളൊരു കാര്യവും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് നിങ്ങൾ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻസിഡന്റ് ആണ് എനിക്ക് പറയേണ്ടത്. അവർ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് റിലേഷൻഷിപ്പ് ഒരു ടോക്സിക്കും ആയിരുന്നു. പക്ക ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. മറ്റേ മാനസികാവസ്ഥ അറിയാലോ, ടോക്സിക് റിലേഷൻ. ഒരു മാനിപ്പുലേറ്റീവ് നേച്ചർ ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവർ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഇവരുടെ നേച്ചറും മാറുന്നില്ല. ഈ പെണ്ണിന് അതേസമയം തന്നെ വേറൊരു പയ്യനുമായിട്ട് അവിഹിതവും ഉണ്ടായിരുന്നു. അത് ഫോണിലൂടെ എല്ലാം കൈയോടെ എല്ലാം പിടിച്ച ശേഷം വാക്ക് ഉപയോഗിക്കരുത്. ശ്രീധ ഒരാൾ സംസാരിക്കുമ്പോഴാണ് കംപ്ലീറ്റ് പറയും. അത്രേ ഉള്ളൂ ശ്രീദേവി ഇനി ആൾക്കാർ സംസാരിക്കുന്ന കൈകാര്യം സംസാരിക്കില്ല. ശ്രീധ ഒന്ന് അയാൾ സംസാരിച്ചിട്ട് മേലേക്ക് എടുക്കാം. പ്രശ്നമൊന്നുമില്ല. അയാൾ സംസാരിച്ചിട്ട് മേലേക്ക് പെടുന്നതിനെ പറഞ്ഞെടുക്കാം. ഞാൻ ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ എടുക്കാറില്ല. ഞാൻ ടപ്പനെ പറഞ്ഞു വന്നത് പോയിന്റിലോട്ട് ഞാൻ വരാം. ഓക്കെ, ഞാൻ പോയിന്റിലോട്ട് വരാം. അപ്പൊ ഈ പെണ്ണിന്റെ വിവാഹം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. അവസാനം അതായത് ഒരു ഓപ്പി കൺമണി എന്ന് പറഞ്ഞ സിനിമ പോലെ ദുൽഖർ സൽമാൻ അവൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു തുടങ്ങിയിട്ട് അവസാനം രണ്ടുപേരും പിരിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. പക്ഷെ ഇത് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് പോവുകയും ചെയ്തു. ഒരു മാനിപ്പുലേറ്റീവ് നേച്ചർ, സൂസൈഡ് ടെൻഡൻസി ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. രണ്ടാമത് ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ ഇവിടെ ബ്രസ്റ്റിൽ വേറൊരു പയ്യൻ പിടിച്ചു കിടക്കുന്നതായിട്ട് ഒരു ഫോട്ടോയും കണ്ട്. അവനെ ആരും ചോദിച്ചപ്പോൾ കുഞ്ഞമ്മയുടെ മോൻ എന്നാ പറഞ്ഞത്. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ബ്രദർ അല്ല എന്നുള്ള സംഭവങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു. അവസാനം ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഈ പെൺകുട്ടി നേരെ ചെന്നിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു. 376 എടുത്തു. അത് പോരാഞ്ഞിട്ട് ഈ പെൺകുട്ടി SC/ST ആയതുകൊണ്ട് സെക്ഷൻ 18 കൂടി വെച്ചു കൊടുത്തു. സെക്ഷൻ 18 3/1 അങ്ങനെ ഒരു സംഭവം ഞാനത് വായിച്ചായിരുന്നു. അപ്പൊ ഈ സെക്ഷൻ 18 വെച്ച് ജാതിയെ അധിക്ഷേപിച്ചു എന്ന് കൂടി കാര്യം ഇവന് ഈ പെൺകുട്ടിയുടെ ജാതി മതം എനിക്ക് ഇവനറിയില്ലായിരുന്നു. സോ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വന്നു. പിന്നെ ഒരു റിമാൻഡ് പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് കോടതി പറഞ്ഞിരിക്കുന്ന റേപ്പ് ചെയ്യുന്നു, സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. അപ്പൊ ഈ കേസ് എത്രത്തോളം നിലനിൽക്കുന്നതിന് ഒരു പിടുത്തമില്ല. പക്ഷെ ഇവിടെ കൺസെന്റ് ഉണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ കൺസെന്റ് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവര് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം ഉണ്ടായിരുന്നു. സോ ഈ പയ്യന് നീതി കിട്ടൂലെന്ന് ഒരു പിടുത്തമില്ല. സോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? കാരണം എന്ന് വെച്ചാൽ ആള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, ഇതിനകത്ത് ഭയങ്കര ടെൻഷനിലാണ്. ജോലി പോയി ഭാഗ്യത്തിന് പോലീസുകാർക്ക് ഇത് മനസ്സിലായതുകൊണ്ട് അവരാരും മീഡിയയിലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്റ്റേഷനിൽ വെച്ച് നമുക്ക് ഈ കൺസെന്റ് പ്രൂവ് ചെയ്ത് പുറത്തു വരാൻ വഴിയുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഈ കോടതിയിൽ പോകുന്നതിന് മുമ്പ്? ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഒരുപാട്. കാര്യം റേപ്പ് ചെയ്യുന്ന പറയുന്നത്, പിന്നെ ഒരിടത്ത് വിവാഹ വാഗ്ദാനം പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, പിന്നെ ഈ പെണ്ണിന്റെ മറ്റൊരു പയ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എവിഡൻസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എപ്പോഴും ഈ പെണ്ണിന്റെ മൊഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടതി ഈ പറയുന്ന ഡിജിറ്റൽ എവിഡൻസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കോ എന്നതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വിധികൾ വരുന്നുണ്ട്. അതായത് ലോങ് ടേം റിലേഷൻഷിപ്പ് കനോട്ട് ബി കൺസിഡർ റേപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കോടതികളും വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ചില വിധികൾ നോക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കേസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലേ? ഇതൊക്കെ ഒരുപാട് മാസങ്ങളോളം. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇതിനെ ക്രിമിനലൈസ് ചെയ്തുകൊണ്ടൊരു ലോ ഇല്ല. ഇവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ദിലീപ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ പ്രസിഡന്റിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ പറയുന്ന കൺസെപ്ഷൽ ആയിട്ടുള്ള ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് റേപ്പായിട്ട് ഒരു കേസ് എടുക്കാനും അല്ലെങ്കിൽ അതിനെ ഒരു ജുഡീഷ്യറി വഴി ഒരു കേസും അതിന് റേപ്പാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഒരു ട്രയലും എല്ലാം ഇവിടെ നടത്തുന്നത് അതിന് കാരണമാണ്. സോ ഇന്ത്യൻ ലോ ഇതുവരെ ഇതിനെ ഈ പറയുന്ന മൂവിങ് ഔട്ട് ഓഫ് എ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിന്റെ റേപ്പായിട്ട് ഒരിടത്തും കാണുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇവിടെ ഇവിടെ ആരെയൊക്കെ ഈ പറയുന്ന 375ന്റെ സബ്സെഷൻ 4 ഈ പറയുന്ന എന്തായിരുന്നു മാസ്കുലാൻഡിങ് ആസ് സംവൺസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന സെക്ഷൻ എന്നുള്ള വളരെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വ്യക്തമായി പറഞ്ഞ ഇൻപേഴ്സോണിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഞാനാണ് ഈ പറയുന്ന വ്യക്തിയുടെ ലീഗലി വെഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് എന്ന ഒരു പെണ്ണിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് അവിടെ ക്രിമിനലൈസ് ചെയ്യുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ സെക്ഷൻ 90 ഓഫ് ദി എന്താ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 90 ആണ് ഈ വാട്ട് ഡസന്റ് കൺസ്റ്റിറ്റ്യൂട്ട് കൺസെന്റ് എന്ന് പറയുന്ന ഒരു വാക്യം വ്യക്തമാക്കുന്ന സെക്ഷൻ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ വെച്ചാണ് ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ദിലീപ് സിംഗിന്റെ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദിലീപ് സിംഗിന്റെ കേസ് ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഈ പ്രദീപ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, നിഷാന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പോലുള്ള പല വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വിധികൾ പലപ്പോഴും ഇങ്ങനെ ഉദയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2003 അങ്ങനെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വിധികൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ലോ ഇല്ലാത്തത് കൊണ്ട് ഓരോ ജഡ്ജസിന്റെയും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മൊറാലിറ്റി അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിധി ഇവിടെ പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ലോ ഇസ് ലൈക്ക് ക്വൈറ്റ് ആംബിഗ്വസ് ആൻഡ് വേഗ്. പിന്നെ ഈ ടിൻഡു പറഞ്ഞ വേറൊരു കണക്കുകളുണ്ട്. ഇവിടെ ഫയൽ ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നു 32,000 കേസിൽ 56% വിവാഹ വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള റേപ്പ് കേസസ് ആണ്. അതിൽ ഒരു 30% വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്പറാണ്. അതിൽ 30 മുതൽ 35% ലിവ് ഇൻ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോൾ ലിവ് ഇൻ പാർട്ട്നേഴ്സ് 5 മുതൽ 8 വർഷം വരെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഏർപ്പെടുത്ത് കുട്ടികളുള്ള സ്ത്രീകൾ പോലും ഈ പറയുന്ന ലിവ് ഇൻ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് 12 വർഷം കഴിഞ്ഞ് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളൊരു കംപ്ലൈന്റ് വെക്കഴിഞ്ഞാൽ ഈ പറയുന്ന വുമന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് പിന്നെ ട്രയലിലേക്ക് പോകുന്നത്. ട്രയലിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമപ്രകാരം എവിഡൻസ് ആക്ടിന്റെ 114A പ്രകാരം ആ പറയുന്ന സ്ത്രീയുടെ സോൾ ടെസ്റ്റിമണി അനുസരിച്ച് തന്നെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയെ കൺവിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓണേഴ്സ് ഓഫ് ദ പ്രൂഫ് പിന്നെ ഈ പറയുന്ന അക്യൂസ്ഡ് ആണ്. ഈ പറയുന്ന 90% അല്ലെങ്കിൽ ഒരു 70% വരുന്ന വിവാഹ വാഗ്ദാന കേസുകളും തള്ളിപ്പോവാറാണ് പതിവ്. പക്ഷെ ഇതിന്റെ പിറകെ ഒരു 7-8 വർഷം കേസ് പറഞ്ഞ് നടക്കേണ്ടി വരും. ഈ 7-8 വർഷം കൊണ്ട് പുള്ളിക്ക് പിന്നെ ജോലി കിട്ടില്ല. ഈ പറയുന്ന വാട്ട് എവർ സോഷ്യൽ സ്റ്റാൻഡിങ് അതെല്ലാം തീരും. മീഡിയയിലും ന്യൂസിലും സമൂഹവും അദ്ദേഹത്തിന് റേപ്പിസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടേയിരിക്കും അക്വിറ്റ് ചെയ്താൽ പോലും. സോ അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ആരുടെയും പൊതുവെ കൺവെൻഷൻ റേറ്റ് വളരെയധികം ലോ ആണ്. ഇതിനകത്ത് വേറെ അല്ല ഈ ലോ ഇല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഏത് വകുപ്പ് വെച്ചാണ് ചാർജ് ചെയ്യുന്നത്? ഈ വിവാഹ വാഗ്ദാനം ഒരു ലോ ഇല്ലെങ്കിൽ 376 അല്ലേ വരുന്നത്? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിനകത്ത് വന്നിട്ട് ഈ പെൺകുട്ടി SC/ST വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവര് കേസ് ഘടിപ്പിക്കാൻ വേണ്ടിട്ട് ജാതിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നത്. ശരിക്കും പറഞ്ഞ് ഇവനൊരു മുൻകൂർ ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷെ അതിനകത്ത് ജഡ്ജ് ചെയ്തിട്ടുണ്ട് കനോട്ട് ബി 376 അട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തു. സോ കൺസെന്റ് പ്രൂവ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്സും മറ്റു സാധനങ്ങളൊക്കെ വെച്ച് ബെയിലിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ട് കൊടുത്തിരുന്നത്. സെക്ഷൻ 18 ഉള്ളത് കൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ബെയിൽ കിട്ടാതെ പോയത്. പിന്നെ ഈ പറയുന്ന പോലെ എന്റെ ടിൻഡു പോയ ഒരു 3-4 വർഷം മുമ്പ് മുരളീകുമാർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പറയുന്ന മിസ്റ്റർ ഇന്ത്യക്കാരി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി ടിൻഡറിൽ കൂടെ 4 ദിവസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരു ST വനിതയുമായിട്ട് ടിൻഡറിൽ എന്താണ് ടിൻഡർ ഹുക്കപ്പ് ആപ്പ്, ഡേറ്റിംഗ് ആപ്പ് എന്ന് ഇവിടുത്തെ പല ഫെമിനിസ്റ്റുകളും പറയണമെങ്കിൽ സത്യം പറയാൻ അതൊരു ഹുക്കപ്പ് ആപ്പ് തന്നെയാണ്. അത് 3 ദിവസം മുമ്പ് മാത്രം ടിൻഡറിൽ കൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് കൊച്ചിയിലെ ഒരു ഹോട്ടൽ റൂമിൽ, എന്തിനാണ് ഹോട്ടൽ റൂം എടുക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല, ടിൻഡർ അല്ല ഈ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്നുള്ള കാര്യം ഈ പറയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ വെച്ചുണ്ടായ ഒരു പ്രശ്നത്തിൽ ഈ പറയുന്ന ആക്ടിനിടയിൽ ആ പറയുന്ന വളരെയധികം ഫേമസ് ആയ ഒരു കേസാണ്. മീഡിയ എല്ലാം നല്ലതൊരു ആഘോഷ ഒരു കേസായിരുന്നു. അവിടെ വെച്ച് 3 ദിവസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ഫിസിക്കലായിട്ട് ഏർപ്പെട്ടപ്പോൾ അവൾക്ക് ബ്ലീഡിങ് വന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഈ മീഡിയയും ഈ പറയുന്നവർക്ക് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പോൾ അവളുടെ അച്ഛൻ കൊണ്ട്
ഈ പറയുന്ന വ്യക്തിക്കെതിരായിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസും കൊടുത്തു. SC ആക്ടിന്റെ അട്രോസിറ്റി ആക്ടിന്റെ ഒരു സബ്സെക്ഷനിലെ കേസും അപ്പോൾ അലൈഡ് ആയിട്ടൊരു കേസും കൂടെ ഫയൽ ചെയ്തപ്പോൾ പുള്ളിക്ക് ജാമ്യം കിട്ടുന്ന 6 മാസത്തിന് ശേഷമാണ്. ഇതെന്ന് പറയുന്നത് വ്യക്തമായിട്ട് 3 ദിവസം മാത്രം മുമ്പ് പരിചയമുള്ള ഒരു കേസാണ്. നേവി പേഴ്സൺ അല്ലായിരുന്നു ആള് അദ്ദേഹം. പിന്നെ എഫ്ഐആർ കോഷ്യൻ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആള് വന്നിട്ട്. മുരളികുമാർ പുള്ളിയുടെ പേരാണ് മുരളികുമാർ. പറയുന്ന ഒരു ബോഡി ബിൽഡർ ആയിരുന്നു. നാഷണൽ ലെവൽ ബോഡി മിസ്റ്റർ ഇന്ത്യ ഒക്കെ ആയിരുന്നു പുള്ളി. 2018 ഈ കേസ്. ഒരു കാര്യം കൂടി അടുത്ത ട്വിറ്ററിലേക്ക് ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഇടയ്ക്ക് വെച്ച് കുറെ എന്റെ അടുത്തൊരു ഏതോ ഒരാൾ പറഞ്ഞാണ്, അതായത് ഒരു പുരുഷ പീഡന ആക്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ IPC ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വേറൊരു കാര്യം കൂടി വെച്ചാൽ ഇപ്പൊ ഒരു പോലീസ് ഇപ്പൊ കേസ് എടുക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ കൺസെന്റ് പ്രൂവ് ചെയ്യാണ്. ഇപ്പൊ ഈവൻ ഈ പെൺകുട്ടിയെ ഇപ്പൊ സെക്സ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ്, ഫോൺ കോൾസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ഇവിടെ കൺസെന്റ് ആയിരുന്നു, ഇവിടെ റേപ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്താൽ പോലും പോലീസിന് എന്തുകൊണ്ടാണ് അത് ആ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തന്നെ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം വിശ്വസിക്കത്തില്ല. ഒന്ന് അവര് പറയുന്ന നിയമം എന്ന് പറയുന്നത് 376 അൺനാച്ചുറൽ സെക്സ് എന്ന് പറയുന്ന ആ ഒരു ആക്ടില് വേറൊരു പുരുഷൻ ഒരു പുരുഷനുമായിട്ട് ഫോഴ്സ്ഫുള്ളി സെക്സ് ചെയ്യുവാണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാം. പിന്നെ ഇവരിപ്പൊ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രൂവ് ചെയ്താലും എന്തുകൊണ്ടാണ് ഇവർക്ക് കേസ് എടുത്ത് പ്രോസിക്യൂഷൻ ആവേണ്ടി വരുന്നത്? വേറൊന്നുമല്ല, നേരത്തെ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നില്ലേ ശ്രീദേവ് സോമൻ, ഇതുപോലത്തെ ആളുകൾ ഇവിടെ ഇപ്പൊ പണ്ട് മറ്റേ മോഫിയയുടെ കേസിൽ അത് ആക്ച്വലി പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പോയിട്ട് സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞപ്പോ ആ പോലീസുകാരൻ തെളിവ് ചോദിച്ചു. അപ്പൊ 498 ആക്ട് പ്രകാരം ഉള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അയാളെ പിടിച്ച് അകത്തിടണം എന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ഫാമിലി കൗൺസിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിപ്പിച്ച് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പയ്യനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലുള്ള എവിഡൻസ് ചോദിച്ചപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ വേറെ ഒരാളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും സ്റ്റേഷനിലോട്ട് വന്നപ്പോൾ ഈ പറയുന്ന മോഫിയയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന യുവാവും ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയപ്പോ ഇതേപോലെ ഇവര് ചോദ്യം ചെയ്തു, ലൈക്ക് എന്താണ് കേസും കാര്യങ്ങളെന്നൊക്കെ ചോദ്യം ചെയ്തപ്പോ അയാൾ ഈ മോഫിയയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇവള് ഈ നിക്കാഹും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ബാംഗ്ലൂരിൽ കാർ ഡ്രൈവിന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുകയും ചെയ്ത് അതിനുശേഷം ഇവള് തന്നിഷ്ടപ്രകാരം കാറിൽ പോവുകയും ചെയ്തു. ഇയാളെ അറിയിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഇവര് തമ്മിൽ മാനസികമായി ഭയങ്കര അടുപ്പം അത് മാറിപ്പോയി. കാരണം ഇവള് പോയ ഫ്രണ്ട്സും അങ്ങനെ ഉള്ള കൂട്ടുകെട്ടിനും ഇയാൾക്ക് തീരെ താല്പര്യമില്ല. സോ അതുകൊണ്ട് മാനസികമായി അടുപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഇവള് ഇയാളെ തെറി വിളിക്കുകയും ഇയാളെ തല്ലുകയും ചെയ്തു. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളെ തല്ലുകയും ചെയ്തു. അതിനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കിടന്ന് അടിപിടി കൂടാനുള്ള സ്ഥലമല്ല, ഇവിടെ വെച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത്, നിങ്ങൾ എന്തിനാണ് ഇയാളെ തല്ലി എന്നുള്ള രീതിക്ക് ചോദ്യം ചെയ്തതിന് അതിന്റെ മനോവിഷമത്തിൽ ആ പെൺകുട്ടി പോയി സൂയിസൈഡ് ചെയ്തതിന് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഈ ശ്രീദേവ് സോമന്റെ ടീമുകളൊക്കെ കൂടി കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ആ പോലീസുകാരനെ ഇനി പറയാത്ത പേരുകളൊന്നുമില്ല. അത് കൂടാതെ ആ പയ്യന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ പോലും ശ്രമിക്കാതെ ഈ പെണ്ണ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ മൊത്തമായിട്ട് കണക്കിലെടുത്തിട്ട് പോലീസുകാർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിത് ലൈവ് കണ്ടതാണ്, എന്റെ ഫ്രണ്ടിന്റെ ലൈവ് കണ്ടതാണ്. പക്ഷെ ഇതേ ശ്രീദേവ് സോമൻ എന്ന് പറയുന്ന നാറിയെന്ന് തന്നെ ഞാൻ വിളിക്കും. ആ നാറി ഇപ്പൊ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ഗണപതി, മാവേലിക്കരയിലെ ഗണപതി എന്ന് പറയുന്ന പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഭാര്യക്കെതിരെ പരാതി കൊടുത്തപ്പോ അത് അവന്റെ കയ്യിലിരിപ്പായിരിക്കും. അവൻ ആത്മഹത്യ ചെയ്തു. ഗണപതി എന്ന് പറയുന്ന പയ്യൻ BSNL ടവറിന്റെ മേലെ പോയിട്ട് പോലീസുകാരെ നാട്ടുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇവള് കാരണമാണ് ഞാൻ മരിക്കുന്നത്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇവളാണെന്നും പറഞ്ഞ് ഭാര്യയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് ഇന്നും ആ ഭാര്യ പുറത്ത് വിലസിക്കൊണ്ട് നടക്കുകയാണ്. ഇത് കൂടാതെ ജോയേട്ടൻ അറിയുന്ന ഒരു കേസുണ്ട്. മേലിരിക്കുന്ന തൃശ്ശൂർ കണ്ടശാൻ കടവിൽ ഒരു ഫാമിലി ഭർത്താവിന്റെ അച്ഛൻ, അമ്മ അടങ്ങുന്ന 3 പേരും ഒരേ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഭാര്യക്കെതിരെ പരാതി എഴുതി വെച്ച് ആത്മഹത്യാ കുറിപ്പ് വരെ എഴുതി വെച്ചിട്ട് ഇന്നും ആ ഭാര്യ പുറത്ത് വരച്ചിക്കൊണ്ട് നടക്കുക. റീസെന്റ് ആയിട്ട് അസ്കർ എന്ന് പറയുന്ന ഒരു യുവാവ്, ഹരിപ്പാട് ആലപ്പുഴയിൽ അങ്ങനെ അസ്കർ എന്ന് പറയുന്ന ഒരു യുവാവ് ഭാര്യ വീട്ടില് സൂയിസൈഡ് ചെയ്ത് അതിന്റെ തെളിവെടുക്കുന്ന റെക്കോർഡിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ പ്ലാൻഡ് മർഡർ. പക്ഷെ ഇന്നും അവർ പുറത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇവർക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവന്മാർക്കൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീപക്ഷം കാണിച്ച് അവരുടെ വോട്ട് ബാങ്ക് നേടണം എന്ന ചിന്താഗതി മാത്രമുള്ള പരട്ട രാഷ്ട്രീയക്കാർ മാത്രമാണ്. ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരാണ് സത്യം സത്യം സത്യം. ഇപ്പൊ ആലപ്പുഴയില് തൊടുപുഴ ഒരു സംഭവം ഉണ്ടായില്ല സൗണ്ട് കുറച്ച് കുറവാണ് ബ്രോ. ഈ ആലപ്പുഴയില് ഈ അടുത്ത് തന്നെ ഒരു ചെക്കൻ പെണ്ണ് വീട്ടില് മരിച്ചല്ലോ, തൂങ്ങി മരിച്ചു. ആ അല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. നേരത്തെ ഞാൻ 376 സെക്ഷൻ 18 കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ FIR കോഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഹൈക്കോടതിയിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോ കോഷ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഹൈക്കോടതിയിൽ വന്നിട്ട് FIR കോഷിങ്ങിന് വെച്ചിട്ടുണ്ട്. വളരെയധികം കുറവാണ്. കാര്യം സുപ്രീം കോടതി 2007 ക്ലിയർ ആയിട്ട് കേസ്, എനിക്ക് തോന്നുന്നു പങ്കജ് ചൗധരി കേസാണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് FIR രജിസ്റ്റർ ചെയ്ത് ഒരു 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് പിന്നെ സെറ്റിൽമെന്റോ ആ കേസ് പിന്നെ ഈ പറയുന്നതിനൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞോ തള്ളിക്കളയാൻ വേണ്ടി പോലീസ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് സുപ്രീം കോടതി ഡയറക്ഷൻസ് ഉണ്ട്. ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ട്രയൽ നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന ട്രയൽ സ്റ്റേജിൽ പോലും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു കഴമ്പും ഇല്ലെങ്കിൽ പോലും ഈ പറയുന്നതൊക്കെ ഈ പറയുന്ന അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന വേറൊരു വിധിയും ഉണ്ട്. അത് വേറെ കാര്യം. ബട്ട് പോലീസിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോർട്ടിൽ വന്ന് ട്രയൽ സ്റ്റേജിൽ മാത്രമേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റൂ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു വോണ്ട് ബി ഗെറ്റിംഗ് ബെയിൽ. ബെയിൽ കിട്ടും, അത് വേറെ കാര്യം. ഒരു 4-5 അല്ലെങ്കിൽ 6 വർഷം കേസ് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പേരദോഷത്തിൽ നിന്ന് നമുക്ക് മാറിയെടുക്കാം. ഈ പറയുന്ന എവിഡൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു 5-6 വർഷം കേസ് നടത്തി മാറില്ല. ആളുകൾ അപ്പോഴും പറയാൻ പൈസ കൊടുത്ത് ഒതുക്കിയെന്ന് പറയും. അത് തീർച്ചയായിട്ടും ഫ്രാങ്കോന്റെ കേസില് ആ ജഡ്ജ്മെന്റ് 289 പേജുള്ള ആ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് തെളിവെന്ന് പറയാൻ ഒരു തേങ്ങാ പിണ്ണാക്ക് പോലും ഇല്ല. ആ കുറച്ച് ആ ലാപ്ടോപ്പ് നേരാക്കി എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ആ സാധനം കൊണ്ടാണ് ഒരു കോടതി പോയിക്കുന്നത്. മൊബൈൽ ഫോൺ ആക്രിക്കാരന് കൊടുത്തത് വേറൊരു തെളിവ് കൂടി തരുന്നുണ്ട് കേട്ടോ. ആ സിസ്റ്റർ ഇരുന്ന് കരയുന്ന ഒരു തെളിവ് കൂടി തരുന്നുണ്ട്. അത് വളരെ പ്രധാനം. ഭയങ്കര തെളിവല്ലേ. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതില് പറയുന്നണ്ട അച്ഛൻ നേരെ ചേരണമെങ്കിൽ നമുക്ക് ഒതുക്കി കളയായിരുന്നു. അല്ല, അതെന്താ പറയാ, പൊതുവെ ഒരു പൊതുബോധം ഉണ്ട്. സ്ത്രീ എപ്പോഴും സത്യമേ പറയുള്ളൂ ഒരു പൊതുബോധം ഭയങ്കരമായിട്ടുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ആണുങ്ങളും ഉണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ സർക്കാരും ഇവരെല്ലാവരും അനുകൂലമായി നിൽക്കുന്നുണ്ടല്ലേ. അല്ല ശ്രീദേവിനകത്തുള്ള കാര്യങ്ങളല്ലേ അത് പറയുന്നതിന് എന്താ പ്രശ്നം? ഇവിടെ സ്ഥലമില്ല ശ്രീദേവി. ഏരെ പിടിക്കാൻ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വോട്ട് പിടിക്കാൻ അവര് അപ്പീല് അവരേരയല്ലോ. ഒരു മട്ടിയും തിരിഞ്ഞു നോക്കൂല. കീഴ്ക്കോടതി വിധി മാത്രമേ. ഒന്നാമത്തെ കാര്യം അപ്പീല് കോടതി എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഇപ്പൊ വന്ന ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ജഡ്ജ്മെന്റിന് പറയരുത്. ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്ത ആ കന്യാസ്ത്രീയാണ് ബലാത്സംഗം ചെയ്ത് ശ്രീദേവ് വന്നു. അവിടെ നിന്ന് വിളക്ക് പിടിച്ച് കണ്ടത് അങ്ങനെ തെളിവുണ്ടെങ്കിൽ ശ്രീദേവ് കോടതി കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. സിസ്റ്റർ പോലും പറഞ്ഞില്ല റേപ്പ് ചെയ്യുന്നു. സിസ്റ്റർ റേപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവര് ഇന്റർകോഴ്സ് ചെയ്ത കാര്യം പോലും അവർ പറഞ്ഞിട്ട് അവര് പോലും പറഞ്ഞിട്ടില്ല ഇന്റർകോഴ്സ് ചെയ്ത കാര്യം. ശ്രീദേവ് താൻ കണ്ടോ റേപ്പ് ചെയ്യുന്നത്? ആ വിക്ടിം പറയുന്നല്ലോ. വിക്ടിം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ സത്യമാവോ? നിങ്ങളെ ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീ 13 തവണ പീഡിപ്പിക്കപ്പെട്ടു. 13 തവണ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയും. ഇതാണോ ശ്രീദേവ് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരനല്ലേ? ശ്രീദേവേ കേൾക്കുന്നുണ്ടോ? അത് ഉറപ്പില്ലേ? ശ്രീദേവേ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനത് അല്ല. താനൊരു രാഷ്ട്രീയക്കാരനല്ലേ? തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണ് ശ്രീദേവനെ റേപ്പ് ചെയ്ത് എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ശ്രീദേവിന് അവരുമായിട്ട് പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ കൺസെൻഷ്വൽ സെക്സ് ആണ് നടന്നതെന്ന് വെക്കി ശ്രീദേവ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ ആ ആളുകൾ മൊത്തം ഈ കാണുന്ന ശ്രീദേവിന്റെ പാർട്ടിക്കാരും എല്ലാരും ശ്രീദേവ് അടക്കം ആ പെണ്ണിന്റെ വാക്ക് 100% വിശ്വസിച്ചിട്ട് ശ്രീദേവിന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ശ്രീദേവ് റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവുകളുണ്ട്, കോടതി ശ്രീദേവിനെ വെറുതെ വിടുകയാണ്.
എന്നിട്ട് പോലും അവർ അപ്പീലിന് പോകുന്ന അവിടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തോരാതെ ഇങ്ങനെ വായോണ്ട് ബുൾസെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ശ്രീദേവും പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അപ്പീല് പോകൂ, നിങ്ങളാണ് ശരി, നീയാണ് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടെന്ന് ശ്രീദേവ് ഒരിക്കലും ഒരു സ്ത്രീ മറ്റൊരാള് റേപ്പ് ചെയ്തു എന്ന് കള്ളം പറയില്ല. എന്റെ പൊന്നു ശ്രീദേവെ, സരിത നിങ്ങളുടെ പാർട്ടിക്കാരിലെ ഒരു 10-20 പേർക്കെതിരെ അവരൊക്കെ സരിതയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഫയാസ നീ വെറുതെ അത് എൻഗേജ് ആവാൻ നിൽക്കണ്ട. നമുക്ക് സരിത എന്ന് പറയുന്ന ആളെയും കന്യാസ്ത്രീയെയും തമ്മിൽ താരതമ്യം ചെയ്ത് ഓക്കെ ശ്രീദേവ് ശരി. സരിതയ്ക്കില്ലാത്ത വേറെ കന്യാസ്ത്രീക്കുണ്ടോ? സരിതീയല്ലേ ശ്രീദേവേ? ആ കാര്യം നാണുണ്ടോ ശ്രീദേവേ? ഫയാസ എടാ അത് എൻഗേജ് ചെയ്യണ്ട. ആദ്യം അവൻ ഫയാസ ഞാനെന്ന് പറയട്ടെ, ഈ ശ്രീദേവ് ശ്രീദേവ് സംസാരിക്കുന്ന സമയത്ത് ശ്രീദേവ് സംസാരിക്കണമെങ്കിൽ താഴത്തേക്ക് പോകും. പാർട്ടി പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് വാക്കുകളായത് സമയം കളയാം ശ്രീദേവിനെ. വേറെ എത്ര ആളുകൾക്ക് എന്തൊക്കെ പറയാനുണ്ട്. അതിൽ എൻഗേജ് ചെയ്യുന്നില്ല. ശ്രീദേവ് അവസാനമായി പറഞ്ഞ കാര്യം ഒന്നും കൂടി റീകൺഫേം ചെയ്തിട്ടുണ്ട്. ശ്രീദേവ് പറഞ്ഞു വിശുദ്ധമായ പദവിയിലിരിക്കുന്ന കന്യാസ്ത്രീ എന്ന് പറഞ്ഞു. ഈ അഭയ കേസിൽ 2ാം പ്രതി വിശുദ്ധമായ പദവിയിലിരിക്കുന്ന വേറൊരു കന്യാസ്ത്രീ അല്ലേ? അല്ല, നിങ്ങൾ അവര് കന്യാസ്ത്രീ അല്ലേ? അടുത്ത പോയില്ലേ ഇങ്ങനെ എൻഗേജ് ചെയ്യണ്ട. സമയം മെസ്സേജ് വരുന്നുണ്ട്. ഒരു കാര്യം പറയാൻ കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യണം ശരിക്കും. ഇങ്ങനെയുള്ള മണ്ടന്മാരെയാണ് നമ്മൾ ഫയാസ് എന്തായാലും എൻഗേജ് ചെയ്യണം. ഫയാസ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ വിടുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാരെ എല്ലാവരും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ കിട്ടിയൊരു ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. This is also for you. There is a recent wide speculation that 90% of the fake cases, the justice in front of the bill on marital rape law, Rebecca John said that 90% of the fake cases filed by a woman is either manipulated by the lawyers and social workers. ഇത് മലയാളത്തിൽ ഞാൻ പറയാം. ഇപ്പോ മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഫെമിനിറ്റി അഡ്വക്കേറ്റ് റെബേക്ക ജോണിന്റെ വാദം കോടതിയിൽ ജസ്റ്റിസ് ശങ്കറിന് സ്ത്രീയെ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയാം. എന്തൊരു ഇതാണ് ശ്രീദേവിനെ ആരെങ്കിലും താഴെ ഇറക്കിയിരിക്കോ? നമ്മളെന്താ അറിയോ നമ്മൾ ആരെങ്കിലും താഴെ ഇറക്കാൻ താല്പര്യം. പക്ഷെ എന്താ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ താഴെ ഇറക്കേണ്ടി വരും. അതാ പ്രശ്നം. ബോധവൽക്കരണം ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 90% വ്യാജ പീഡന പരാതികളും സ്ത്രീ പോയിട്ട് വളരെ ഇതായിട്ട് തനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ വക്കീലന്മാരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ഡിവോഴ്സ് വേഗം കിട്ടാനാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഡിവോഴ്സ് വേഗം കിട്ടാൻ വേണ്ടിട്ടാണ് ഇവര് കൊടുക്കുന്നത് കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചുള്ളൊരു ചോദ്യം കോടതി വക്കീൽ ജസ്റ്റിസ് ശങ്കർ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? കോടതിക്ക് മുമ്പിൽ വന്നിരുന്ന് കള്ളം പറയാൻ പാടില്ല എന്നുള്ള ബേസിക് നോളേജ് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്ര മണ്ടികളാണോ ഇന്ത്യയിലെ 90% സ്ത്രീകൾ എന്നാണ് ചോദിക്കുന്നത്. There's a translation for you. The court asked in return to Rebecca John that what you said about like 90% of the fake cases are being manipulated by the lawyers to the women, and that is the reason why these women file fake cases. So Justice Shankar questioned Rebecca John saying that, what are you saying?
If you say it like that, then which means 90% of the women which file rape cases are not even having a basic knowledge to understand that you cannot come into court and lie about something and ruin other person's life just because they want a divorce. That is what the court is saying. So it's kind of like very true thing. എല്ലാരും അതിനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Actually, എല്ലാരും I can 30 I can break that down. So that's right there. Actually, it's good that if Supreme Court scrutinized it. No, but, it's Delhi High Court. Oh, Delhi High Court. Okay, it's good that they scrutinized it. However, um, it's actually the criminal justice system's responsibility to filter out these cases. Now, let me explain that. Okay, now that's very complex because criminal justice system in India is broken. So all of these laws that they're trying to bring from outside of these countries, they need to bring criminal justice system from those countries. Let me give you an example of US, for example. Okay, so 50% of cases of rape are actually disposed of by police and prosecution because they're fake and they don't make up for the amount of evidence that is required, right? And so the fake cases over there are 2 to 8%, and over here they're 50 to 70%. And the way that's done is that criminal justice system over there, police does not charge an accused. Prosecution also does not charge the accused. It is the grand jury, and grand jury is different than trial jury. Grand jury is when the investigation is complete, all the evidence is presented, prosecution advises the grand jury. Grand jury is of 23 people that are summoned from the public, right? And these people look at the evidences, and if they think there's enough evidence to go through with the trial, and it proves it has a potential to prove a crime beyond a reasonable doubt, then a person is charged and the trial goes through. So there are 3 filters there. A, the investigation from police. B, the district attorney or the prosecutor's office that has an oversight over the police, and it is independent of police and the courts. It works for the public and the state, and prosecutors gives them the oversight. The prosecutor's office also works on daily basis with the police to check what is being reported, what investigations are being conducted, and whether or not they're being conducted in an ethical manner. And based on all the evidences that police then submits to the district attorney, the prosecutor, they then evaluate, and he has the tendency to, he has the power to make sure that evidence truly has the potential to prosecute beyond a reasonable doubt. If not, then he's going to take that to grand jury and he's going to advise them that it's not enough. Otherwise, grand jury takes a look at all the evidence there is, and grand jury makes a decision whether or not to charge this person. So there are 3 filters there, right? And none of these can be influenced, because you can influence a magistrate, you can influence a police, but how can you influence 23 people, 23 strangers who you have never met and you can't meet, right? They're your families. Like, jury duty is summoned by random people in the public. You can't influence them. None of these filters are there in the police, in the Indian criminal justice system. The minute you go to the police charges you right away. They submit a charge sheet, right? Then it goes to the magistrate, and then prosecutor issues an investigation. Although prosecutor doesn't play any role in oversight of the police, so investigation officer is then assigned from the police, and they conduct the investigation, and then they have the tendency to tamper with the evidence. Like for example, you look at Tarun Tejpal's case, and court acknowledged that the investigation officer, the woman who took the suo motu, also took up the investigation of the case, which was an ethical violation. How can you be the one taking the report and then also doing the investigation? It's conflict of interest. Court also acknowledged that she
intentionally erased the entire evidence that was from the CCTV or surveillance camera within the elevator. She intentionally and deliberately deleted that because it supported Tarun Tejpal's innocence. Court has acknowledged it right there and then. So investigation officers have the tendency to manipulate the investigation in one's favor. They can be influenced by feminist lobby. Magistrate can be influenced by feminist lobby. Prosecutors can be influenced by feminist lobby. Judges can be influenced by feminist lobby. And we know that because when Tarun Tejpal was acquitted, there was a frenzy of feminist hooligans going out on Twitter from NWMI. Every feminist on Twitter, every article was basically manipulating the judgment. And look at Krishna, what's her name? Kavita Krishnan from Women's Association, the political party, right? Kavita Krishnan, harassing the judges, calling for their, removal, right? So under the threat of all of these women that are only willing to accept things that favor them, they don't want courts to favor the justice. They want the courts to favor them. Everything is being influenced. In U.S. criminal justice system, it's not the judge that convicts a person. It is the trial jury. Again, the people who have been summoned who make that decision. If it's just one person, it can be influenced, and it does, whether through threats or whether through lobbying, and we're seeing that happen. So there are no filters here. The presumption of guilt, and then there are only, these people who are being threatened, like Section 228. Yeah, somebody coming back to me. Sorry. Vic, if whatever you had said with respect to Tarun Tejpal's case was just a trailer, because we do recall what the media and what these feminists perpetuated when Tarun Tejpal, that individual, was actually acquitted. That was just a trailer, and it actually pales in comparison to what happened in Kerala about a week back when Franco Mullakal actually got acquitted, because medias were running marathon debates arguing as to why this person, this priest had to be convicted just based on the sole testimony of that victim, the so-called victim. So it literally pales in comparison to what had happened and transpired in Kerala, and this is like just the beginning, and this would be like the tip of the iceberg going forward, because the kind of frenzy which is happening in Delhi with respect to marital rape, because there is a strong lobby which is like running pillar to pillar, lobbying politicians and asking them to actually enact this act, because right now the central government as such is in a peculiar situation where they will be like literally forced to enact a law criminalizing marital rape without fixing these loopholes which actually exist. The most important of being this presumption of guilt thing. Yeah, agree. Just want to add one short point that look at this. This is Section 228A. This clearly states that media must not influence or reveal identity of people not only that are the accusers, complainant, but also the ones that are accused, right? This is what it says. And anybody who publishes the identity of the two would be, that would be a criminal offense. Now, this is followed in by, India. Men is sorry, go ahead. What were you saying? no, you can continue. Okay, so we know that the victim's identity is never published. However, anytime a man gets accused, his identity is revealed in public on TV. We know that with that Gohati case, right? What was his name? We know his name, right? Because they revealed it and his pictures and whatnot.
WhatsApp Kadam. Then we know that with Tarun Tajpal, even after he's acquitted, they're publishing in the media. So where is the accountability for media? Because it's illegal. So how is it that courts are not issuing notices and summons to these publishing media companies, and not only suing them, but also filing criminal charges against them for publishing? Why are they not protecting the identity of accused? It's not being followed. If this was happening in US, if this was a law in US, and if media intervened with the process of justice system, prosecutors, district prosecutors, attorney generals would issue a notice to that public media company, and criminal charges would be applied. But in India, that is not happening. So there is clearly there are too many violations taking place in the current rape laws, and before you don't fix them, how can you move forward at the cost of men, courts, and the country, our homes? This country, entire national criminal justice system is blooded with the crimes against men. How can you not clean that up and talk about just moving forward over our dead bodies? Seriously, talk about pretext of marriage cases. Let me also say, pretext of marriage cases are actually rape of men, aren't they? Technically, because if you say a man who had sexual intercourse with you, right, and he said to you that he was gonna marry you, and then you had sexual intercourse, but then he withdrew the consent to marry you. So now you say that whatever sexual intercourse that I had with him falls under rape, and he should be sent to the prison camp. There should be a mass genocide committed of these men. They should be blackmailed and threatened to marry them, through these laws. 50% of cases make up for this. So not only is this genocide, not only is this violation of bodily autonomy of men, because they have a choice. It's our body, our choice. We are withdrawing our consent to marry you. You can say no on the bed to sex. I can say no. I can change my mind about marriage. I don't want to marry you, right? But then, if you're using this law to threaten and blackmail them to marry you, that means that the consent wasn't taken freely. So whatever sex you would be having, for example, Ayushi Bhatia, the one who filed 8 rape cases, and I had pushed up a link up here before, right? She forced one of her victims to marry her under a threat of filing a rape case. So if she married that person by blackmailing him through these laws, that means the consent is not being freely given. So those men are being raped. Not only are they being genocided, not only are they being killed, not only are they being imprisoned, but they're also being raped if they do marry them under a threat of persecution. So, I mean, rape laws are conducting rapes of men. If women and society isn't willing to help us men, protect us from the crimes, why the fuck should we care about any more powerful rights of women above us? They're not helping us. I mean, we are the ones that are below. If you're not lifting us up, why should we care? And that's really my pitch. I mean, the fact that high courts are calling PILs for more and more power to women, and when we already lack rights in domestic violence, we already lack rights in rape and molestation. There is no national commission for men, and all of these laws that have to be made, and priorities being given to somebody who's already privileged. Why were the other PILs not called? For domestic violence, for child sexual abuse, for child abuse is mostly by mothers, for economic abuse, for alimony and maintenance laws. We are still treated as cash cows. A price is put on my body as soon as I enter a marriage. I'm bought and sold as a slave. And then if I want to move away from that marriage, a price is put for my freedom. And men are sent to jail if they don't pay up for the alimony and maintenance. Maintenance is in marriages, alimony afterwards. Privileged men are victims of this.
And the ones that are poor are also victims of this. Take, for example, Raghuveer Yadav, the actor from the movie Lagan. He has been separated for nearly 25, 30 years from his wife, right? And she's not giving him divorce because she has put a price on his freedom that I will take 10 zeros for freeing you from the marriages. For 25 years, he's been paying maintenance. She's been increasing and increasing it. Now that guy is old, can't pay it anymore. Just conclude it little faster, okay? Yeah, just doing that. He has gone to jail in 2012 or 2010 or 2012. He didn't have money to pay. The fact that he didn't have money to pay, he was sent to jail. Shiv Kumar, some guy who was crowdfunded from Milab, his kidney wasn't working, so he wasn't able to work. He was sent to Tihar jail for not being able to pay maintenance. His wife should have been paying him maintenance. So where is our freedom? Like, the fact that you didn't call PILs, the fact that you didn't make any laws for men, the fact that women are not helping us, why should we care about your powerful laws when we don't have basic rights? That's it. Thank you. Okay. നെക്സ്റ്റ് അടുത്ത ഓർഡറിൽ പോകുന്നല്ലേ, കാരണം അവിടെ തന്നെ ആവും. നിതിൻ കഴിഞ്ഞിട്ട് നിതിൻ അനന്ത് ആക്ച്വലി പറഞ്ഞു പേഴ്സി കഴിഞ്ഞിട്ട് മാറ്റ് ആണ്, പിന്നെ ലൈക്ക് ഗ്രേസ് ടിറ്റോ സംസാരിച്ചു, പിന്നെ സ്റ്റീവ്, അങ്ങനെ പോവാം. ഓക്കെ, അത് ഓർഡറിൽ പോയി. പേഴ്സി ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇവിടെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റീട്രേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ ഒരു ലീഗൽ സിസ്റ്റം, അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്ന, ഇതെൻ്റെ ഒബ്സർവേഷൻ മാത്രമാണ്, എല്ലാവരും പറയുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളത് മെയിൽ ജെൻഡർ ആണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ലീഗൽ പ്രിവിലേജ് കിട്ടുന്നത് ആക്ച്വലി ടു ബി ഓണസ്റ്റ് അതൊരു എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം. പക്ഷെ അത് മിസ്യൂസ് ചെയ്ത് ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു. ഇവരെപ്പോഴും പറയുന്ന ഒരു ഫെമിനിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അതായത് ഇനി ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ചു, ഇനി കുറച്ചു കാലം ഇതിൻ്റെ ലീഗൽ റാമിഫിക്കേഷൻസ് മെയിൽ ജെൻഡർ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവർ പലരും സംസാരിക്കാറ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫേക്ക് റേപ്പ് കേസിൻ്റെ അല്ലെങ്കിൽ ഫേക്ക് കേസുകളുടെ ഇത് കൊണ്ടുവരും, റേപ്പ് എന്നുള്ളത് വിടാം, ഫേക്ക് കേസുകളിൽ നിന്ന് കൺസിഡർ ചെയ്യാം, കൊണ്ടുവരുന്ന ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ അപരാധികൾ രക്ഷപ്പെടത്തില്ല എന്നുള്ളതാണ്. അത് ലീഗൽ സിസ്റ്റത്തിന്റെ പോരായ്മയായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഈ ഒരു ആർഗ്യുമെന്റ് ആണ് എപ്പോഴും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗിൽറ്റി ആയിട്ടുള്ള ആൾക്കാർ പണിഷ് ചെയ്യപ്പെട്ടു. അത് നേരത്തെ അനന്ത് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ ഈ ഡിസ്കഷന്റെ ബിഗിനിങ്ങിൽ. അതായത് ഇങ്ങനത്തെ ഫേക്ക് കേസസ് കൊടുത്തിട്ട് അവസാനം ജെന്യുവൻ ആയിട്ടുള്ള ഒരു കേസ് വരുന്ന സമയത്ത് ഈ ആൾക്കാർ മനസ്സിൽ ബയസ് കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങി പോകത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഈ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന അതാ ഞാൻ പറയുന്നത്, ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന 30% ഫേക്ക് കേസുകളാണ് വനിതാ കമ്മീഷൻ ഉള്ളത്. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഈ ന്യൂസുകൾ എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിൽ മാത്രമല്ലല്ലോ ബയസ് കയറി കൂടുക. ഈ ഇൻഫോർമേഷൻസ് ഈ ലീഗൽ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ജഡ്ജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന ആൾക്കാര്, ലോയേഴ്സ്, ഇവരുടെയൊക്കെ മൈൻഡിൽ ഇത് കയറിക്കൂടും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബയസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇവര് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് എംപവർ ചെയ്യേണ്ട വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലോസ് കൊണ്ടുവന്ന് അത് ഡെട്രിമെന്റൽ എഫക്റ്റ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത് വരുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പൊ ഇങ്ങനത്തെ അത് മാറ്റേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വേറൊരു ഫണ്ണി സാധനം പറഞ്ഞുതരാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയായ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ആളൊരു ഫെമിനിസ്റ്റ് വക്കീലാണ്, ഫെമിനിസ്റ്റ് ജഡ്ജാണ്. പുള്ളി ഒരു ഡിവോഴ്സ് കേസിൽ ഭർത്താവ് കേസ് കൊടുത്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് മാസം അലിമണി ചോദിക്കുന്നത് ഭാര്യ. ഇയാള് ദുബായില് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്. ഇയാളുടെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് മാസം 36,000 രൂപയാണ്. അപ്പൊ ഇയാള് കേസ് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു, ഇത്രയൊന്നും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, മാസം 36,000 രൂപ വരുമാനമുള്ള ഞാൻ എങ്ങനെയാണ് 50,000 രൂപ ഭാര്യയ്ക്ക് കൊടുക്കാന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് ഈ ജഡ്ജ് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസം. ജഡ്ജ് പറഞ്ഞു, ദുബായിൽ നിന്നിട്ട് 36,000 കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വരൂ. ആരാണ് 36,000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ദുബായിൽ പോയി പണിയെടുക്കുക?
അപ്പൊ അതിന് അയാള് ജഡ്ജ് പോലും അല്ല, ഈ കൂട്ടി നിൽക്കുന്ന അയാള് പറഞ്ഞ മറുപടി, എന്നാ ശരി ഞാൻ എന്റെ ദുബായിലുള്ള സെക്യൂരിറ്റി ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം, ജഡ്ജ് എനിക്ക് നാട്ടിലൊരു 50,000 പിന്നെ എന്റെ ചെലവിന് മാസം ഒരു 15,000 രൂപയും കിട്ടുന്ന ഒരു 65,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി ഒപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ജഡ്ജിന് മറുപടി ഇല്ല. ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇങ്ങനത്തെ കുറെ വാണ ജഡ്ജുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉമ്മാരൊക്കെ ആരാണ് ജഡ്ജ് ആക്കുന്നതെന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എടാ ഒരു കാര്യം ചോദിച്ചോട്ടോ, നേരത്തെ നീ ഒരു ജഡ്ജിന്റെ നിക്കാണോ നീയാണോ പറഞ്ഞെന്ന് അറിഞ്ഞോടോ, ഒരു കള്ളം എഴുതി വർമ്മ, JD വർമ്മ. ഇവരുടെ കയ്യില് ഫോൺ പോലും ഇല്ലായിരുന്നു, ബേസിക് ഇന്റർനെറ്റ് പോലും ഇല്ലായിരുന്നു ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. റബേക്ക ജോൺ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് വക്കീല് കോടതി പോയിട്ട് സെക്ഷൻ 354 സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ബ്ലണ്ട് ആയിട്ട് പറയുമ്പോ കോടതിക്ക് അറിയാം അവിടെ ഇതാണ് സംഭവം എന്നുള്ളതും ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങളിൽ ഒന്നാണ് എന്നുള്ളതൊക്കെ കോടതിക്ക് അറിയാം. പക്ഷെ ഇവരുടെ എന്താ പറയാ, നമ്മുടെ ഈ സിനിമയിലൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഏതാണ് പാപ്പിയപ്പച്ച സിനിമയില് ഇന്നസെന്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ മുമ്പിൽ ഒരു പട്ടി വന്ന് കുരയ്ക്കുവാണെങ്കിൽ പോലും ഞാൻ കുറച്ചു നേരം കേട്ടോണ്ടിരിക്കും, ആ പട്ടി എന്തിനാ കുരയ്ക്കുന്നതെന്ന് അറിയാനെന്ന് പറയില്ലേ. അതേപോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ പോയി പറയുന്നപ്പോ നേരത്തെ ശ്രീദേവ് സോമനൊക്കെ വന്ന് കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ, ശ്രീദേവ് സോമൻ ഒരു ഉളുപ്പും ഇല്ലാതാണ് സരിതയെ കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്തിരുന്ന് ഈ പറയുന്ന കന്യാസ്ത്രീയെ വെളുപ്പിക്കുന്നത്. അങ്ങനത്തെ എന്താ പറയാ, വോട്ടിന് വേണ്ടി എന്തും ചെയ്യും, ലൈക്ക് കുനിഞ്ഞു നിൽക്കും എന്നൊക്കെ പറയുന്ന നാറികളുള്ള നാട്ടില് ഇങ്ങനെ സ്ത്രീപക്ഷ വോട്ടുകൾ ഗാങ് ആയിട്ട് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാര് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. പിന്നെ അതിന് കൂടാതെ തന്നെ ഇപ്പൊ ഇന്നലെ തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും, കുറെ എണ്ണം പോയിട്ട് കോടതിയുടെ ഉമ്മറത്ത് പോയിട്ട് ആണുങ്ങളെല്ലാം റേപ്പിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് പ്രക്ഷോഭം കാണിക്കുന്നു. ഇങ്ങനെ ഒരു 15 ഗ്യാങ് പോയി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നാണോ വിചാരിക്കുന്നത്? കോടതിയെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യും, പിന്നെയാണോ പൊളിറ്റീഷ്യൻസിനെ? ഇപ്പൊ ശ്രീകാന്ത് വെട്ടിയാറിലെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, 2 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം ശ്രീകാന്ത് വെട്ടിയാറിന് ഈ പറയുന്ന മീറ്റു വന്നതും കേസ് വന്നതിലേക്ക് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇയാൾ ഇത്രയും കാലം സ്ത്രീയുടെ മൊഴി ഭേദവാക്യം ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇയാളുടെ കേസിൽ കേൾക്കുന്നവർ കേൾക്കാൻ വേണ്ടി പറയാണ്, ഈ പറയുന്ന ആള് എഴുതിയ ഈ കേസ് കൊടുത്ത വ്യക്തി ആരാണെന്നും അവർ ഇതിനു മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റും അവർ കുഞ്ഞിലാ മാസിലാമണിക്ക് ഷെയർ ചെയ്ത് വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന പേജിൽ എഴുതിയ പോസ്റ്റും ഇതിന്റെ ഇടയിൽ ഇവര് ശ്രീകാന്ത് വെട്ടിയാറുടെ പേര് കറക്റ്റായി മെൻഷൻ ചെയ്യാതെ എഴുതിയ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുള്ള അതിനെ കുറിച്ച് അന്വേഷിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാവേ. ഇയാളുടെ ബർത്ത്ഡേക്ക് പാർട്ടി എന്നും പറഞ്ഞ് ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോകുന്നു. കല്യാണം കഴിഞ്ഞൊരു കൊച്ചുള്ള ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫ്ലാറ്റില് കൂട്ടുകാരന്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി അവിടെ പോയി തനിച്ചിരുന്ന് കേക്ക്, ഇയാൾ മുറിച്ച കേക്ക് ഇയാളുടെ കാമുകി കൊടുത്ത കേക്കാണ് എന്ന് പറയുന്നു. അപ്പൊ ആ കേക്ക് മുറിച്ചു കഴിഞ്ഞ് ഇയാൾ ഈ സ്ത്രീയെ റേപ്പ് ചെയ്തതിനു ശേഷം അതിനുശേഷം ഈ സ്ത്രീക്ക് മനസ്താപം വരാതിരിക്കാനും മെന്റൽ ട്രോമ വരാതിരിക്കാനും വേണ്ടി വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് അവിടെ പറയാൻ പറ്റില്ല. ഇയാൾ ചെയ്യുകയാണെങ്കിൽ റേപ്പ് ചെയ്തു എന്നേ പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, പീഡിപ്പിച്ചതിനെതിരെ കേസ് കൊടുക്കുന്ന എത്രയോ പെൺപിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പീഡിപ്പിച്ചവന് KFC ചിക്കൻ മേടിച്ചു കൊടുക്കുന്ന പുരോഗമനപരമായ പെൺപിള്ളേരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരാളെങ്ങനെ 2 പ്രാവശ്യം ബലാത്സംഗം ചെയ്യാ? 1 പ്രാവശ്യം ബലാത്സംഗം ചെയ്ത് 2ാമത്തെ പ്രാവശ്യം പോയിരുന്നു. നേരത്തെ ശ്രീദേവ് പറഞ്ഞു കേട്ടില്ലേ, 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീ. അതാണ് 13 പ്രാവശ്യം. ഈ ഫ്ലാറ്റിൽ വെച്ച് നടന്ന കാര്യം കഴിച്ച് പിന്നെ 2 തവണ ഈ പറയുന്ന ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഹോട്ടലാണെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ് അല്ലേ, വിളിച്ചു കൂവിയാ പോരെ. ഒരുത്തൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരുമ്പോ അവനെ വീട്ടിൽ അല്ല ശ്രീകാന്ത് പിന്നെ വേടന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. വേടന്റെ കേസിൽ നിങ്ങളൊക്കെ അത് വിട്ടു. ഈ വേടന്റെ ക്ലബ് ഹൗസ് തുടങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കേസാണ് വേടന്റെ കേസ്. നിങ്ങളൊക്കെ അത് വിട്ടാണ്. വേടൻ ഇപ്പോഴും വേടൻ ഒരു മാപ്പ് പോസ്റ്റ് ഇട്ടപ്പോ വേടൻ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് എല്ലാരും വിചാരിച്ച് വെച്ചാണ്. വേടന്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. വേടന്റെ കേസ് എന്ന് പറയുന്ന കേസ് വൻ ഉടായിപ്പ് കേസായിരുന്നു. വേടനെതിരെ ഈ പീഡന പരാതി കൊടുത്തിട്ടുള്ളത് വേടന്റെ എക്സ് കാമുകയാണ്. വേടനെ കുറച്ച് മീഡിയ ഫെയിം ഒക്കെ കിട്ടി തുടങ്ങിയപ്പോ അവൾക്കുള്ള ബൈപോളാർ ഡിസോർഡർ കാരണം അവൾക്കുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിരാമാസിലാമണിക്ക് മെസ്സേജ് വായിച്ച് ഇവൻ എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഈ സാധനം കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. അതും ഇവള് തന്നെ പല ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഇവളുടെ കൂട്ടുകാരികളുടെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ്
ഈ സാധനം അയച്ചിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വേടൻ ഈ സാധനത്തിൽ പെട്ടപ്പോ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ പറയുന്ന ഫെമിനിസ്റ്റ് ടീമുകൾ വന്നിട്ട് പറഞ്ഞത് താനൊരു കാര്യം ചെയ്യും, താൻ പുരുഷാധിപത്യ ചിന്താഗതിയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞ് ഇവര് തന്നെ എഴുതി കൊടുത്ത സാധനം ഇവന്റെ ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ചെയ്യിപ്പിച്ച് അതേ ഇപ്പൊ വേടന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ബുദ്ധനായ പിറ എന്ന് പറയുന്ന പാട്ടിന്റെ PR വർക്ക് ടീമും പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന സിനിമാ നടിയുടെ PR വർക്ക് ടീമും സെയിം ടീമാണ്. ഇവനെ കൊണ്ട് തന്നെ അവരെന്നെ ഇവനെ കൊണ്ട് ഈ സാധനവും ചെയ്യിപ്പിച്ച് അപ്പുറത്തിരുന്ന് പാർവതിയുടെ അക്കൗണ്ടിൽ കൊടുത്ത് ലൈക്കും അടിപ്പിച്ച് വേടന്റെ ഫ്രണ്ടിൽ നിന്നും ഈ കേസ് അങ്ങനെ കംപ്ലീറ്റ്ലി പാർവതിയുടെ നെഞ്ഞത്തോട്ട് ആക്കി അതിനുശേഷം പാർവതിയെ അക്യൂസ് ചെയ്യുന്ന രീതിക്കുള്ള പോലെ ചിത്രീകരിച്ച് അതിനുശേഷം വിസ്മയ കേസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ ഇവരാണ് ഈ കേസിനെ മാക്സിമം ആയിട്ട് ആ പെൺകുച്ചിന്റെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തും ഫോട്ടോഷോപ്പ് ചെയ്തും സോഷ്യൽ മീഡിയയിലും ടോൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് നിറച്ചിട്ട് ഈ വേടന്റെ പേരിലുള്ള കേസ് അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്യിപ്പിച്ച് അതിന്റെ മാധ്യമ ശ്രദ്ധ തെറ്റിച്ചത്. അന്ന് ഇവിടെ ഉള്ള ഞങ്ങൾ തന്നെ ചോദ്യം ചെയ്തൊരു ചോദ്യമുണ്ട്. ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി ഈ വേടൻ അവരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കേസ് കൊടുക്കുക? അപ്പൊ അന്ന് പറഞ്ഞത് ട്രോമ തീർന്നിട്ട് കേസ് കൊടുക്കുമെന്നാണ്. അപ്പൊ 6 മാസത്തിന്റെ മേലെയായി സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ആ പെൺകുച്ചിന്റെ ട്രോമ തീർന്നില്ലേ? ഇവർക്ക് മാധ്യമ സപ്പോർട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുഞ്ഞിലാ മാസ്ലിമാണി അടക്കമുള്ള ആളുകൾ എന്തേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാതെ? ഇത്രയും കാലമായിട്ട് കൊടുത്തു. അല്ല, അതാണ് 1, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയണത്. ഇവർക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റും പിന്നെ ആ കമ്മീഷൻ ഈ കമ്മീഷൻ ഹേമ കമ്മീഷൻ കൊണ്ട് കുറെ കമ്മീഷൻ ഉണ്ടായിട്ട് ഇത്രയൊക്കെ ഇവർക്ക് സപ്പോർട്ട് ഉണ്ടായിട്ട് ഇവർക്ക് പുറത്തു വരാൻ പേടി. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് 2-3 കൊല്ലം ഇരുന്ന് സുഖിച്ചിട്ട് 2-3 കൊല്ലം ഇരുന്ന് സുഖിച്ചിട്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കാണ്ടാവും പുറത്തു വന്ന് പറയാ. എന്നിട്ട് അതിലൊരു ന്യായീകരണം. എന്നിട്ട് ശ്രീകാന്ത് വെട്ടിയാറുടെ കേസിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ശ്രീകാന്ത് വെട്ടിയാർ അടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡയറക്ടറുടെ പേജിലാണ് ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ ഈ അക്യൂസേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ അക്യൂസേഷൻ വന്ന സമയത്ത് ഈ ശ്രീകാന്ത് വെട്ടിയാറിനെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ ഡയറക്ടർ, ആളുടെ പേര് കുഞ്ഞിലാ മാസിലാമണി, യഥാർത്ഥ പേര് വേറെന്താണ്, കള്ളപ്പേരിലാണ് കിടന്ന് തിരിയുന്നത്. ഈ ആള് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയിട്ട് ഈ ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ ചോദ്യം ചെയ്യുന്ന ആണുങ്ങൾ അയാളോടുള്ള അസൂയ മൂലമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്ത് വെട്ടിയാർക്ക് റേപ്പ് ചെയ്യാൻ പറ്റി, ബാക്കിയുള്ളവർക്ക് റേപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയ മൂലമാണ് ഈ ആണുങ്ങള് ഈ ശ്രീകാന്ത് വെട്ടിയാറെ ചോദ്യം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും ചെറ്റ ചിന്താഗതി. സ്വന്തം ടീമിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് തേച്ച് മാച്ച് കളയാം. ഒരു സെക്കൻഡ്, ശ്യാമേട്ട നിങ്ങളുടെ പാർട്ടിന്ന് ശ്രീദേവ് സോമൻ എടുത്തൊന്ന് കളയോ? ശ്യാമേട്ടാ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ തുറന്നു പറയാണ് കാര്യവും എന്നെ കൂടെ ദയവ് ചെയ്ത് കണക്ട് ചെയ്യരുത്. അല്ല, ഞാൻ തുറന്നു പറയാണ്, അയാള് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ കടന്ന് തിരിയുവാണെങ്കിൽ അടുത്ത ഇലക്ഷൻ എന്നല്ല, ഇനി ഒരു 100 ഇലക്ഷൻ കഴിഞ്ഞാല് അയാൾ ചാവുന്ന വരെ നിങ്ങളുടെ പാർട്ടി ഭരണത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കാരണം ഇത്രയും മന്ദബുദ്ധി ആയ ഒരുത്തൻ എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയിൽ കടന്ന് തിരിയുന്നതെന്ന് സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ വേറൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. കാര്യമായിട്ട് പറയണേ ശ്യാമേട്ടാ, ഒരു ആൺകുട്ടി ഒരു പുരുഷൻ റേപ്പ് ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ ഒരു ആണിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആണ് സൂയിസൈഡ് ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ തല്ലി ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത് അവന്റെ കയ്യിലിരിപ്പാണ്, അവനൊക്കെ ചത്ത് തൊലയേണ്ടവനാണ് എന്ന് പറയുന്ന ഒരു നാറിയെ നിങ്ങളുടെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പാർട്ടി എത്രത്തോളം അധപ്പതിച്ചു പോയത്. പ്രിയപ്പെട്ട ഫൈസൂട്ട, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു രാഷ്ട്രീയ സംഘടനയിൽ വിശ്വസിക്കുന്ന എന്റെ ഐഡിയോളജിയാണ്. എല്ലാത്തിന്റെ അത് നല്ലവരും ചീത്തയായിട്ടുള്ള ആൾക്കാർ, ചീത്ത ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞത് ഓരോ ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ടാവും. ആരെയും നമുക്ക് പറഞ്ഞു മാറ്റാനൊന്നും പറ്റില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, ജെൻഡർ ബേസ് ചെയ്ത് കാണുന്നത്, നമുക്കിപ്പോ ഒരാൾക്ക് വിവരം ഇല്ലാത്ത ഒരാളെ നിങ്ങൾ വിവരം ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഏത് പാർട്ടിയെന്നോ ഏത് വ്യക്തിയെന്നോല്ല, നിങ്ങൾക്ക് വിവരം ഉണ്ടായേ പറ്റൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ ജെൻഡർ ബേസിൽ ചെയ്ത് ആൾക്കാർ ജെൻഡർ ബേസുകളിൽ അത് ആണെന്നോ പെണ്ണെന്നോ ആവട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ സ്വയം എന്നോട് പറയാം, അത് അവരുടെ വിവരക്കേട് എന്ന് മാത്രമാണ്. ഏതൊരു വിഷയമാണെങ്കിലും ഏതൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴും ജെൻഡർ ബേസ് ചെയ്ത്, രാഷ്ട്രീയം ബേസ് ചെയ്ത്, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ അവരുടെ മാത്രം ബയാസ് വെച്ച് അത് അവരുടെ നിലവാരമാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് കയറി കമന്റ് ചെയ്തിട്ട് ഒരാളെയും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഇയാള് പ്രൊഫൈലിൽ നിങ്ങളുടെ പാർട്ടിയുടെ പേരൊക്കെ വെച്ചിട്ടാണല്ലോ. അതിൽ കാര്യമില്ല. ഞാനൊരു കാര്യം പോകട്ടെ, പിന്നെ ശ്യാമേട്ടാ, നേരത്തെ നടന്നൊരു കാര്യം, എന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം.
ഇയാള് പറയാണ് ഒരു സ്ത്രീയും താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കള്ളം പറയത്തില്ല എന്ന്. ഇയാള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ തിരിച്ച് ഇയാളോട് ചോദിച്ച ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ 10-13 പേര് പീഡിപ്പിച്ചു എന്ന് സരിത എന്ന് പറയുന്ന സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ സരിത കള്ള സ്ത്രീയാണ്, ബാക്കിയുള്ളവരെല്ലാം നല്ല സ്ത്രീയാണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ശ്യാം തമ്പാനൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് എത്രത്തോളം നിങ്ങളുടെ പാർട്ടിയെ ബാധിക്കും നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ഓൾറെഡി പാർട്ടിയിൽ ഞാനൊരു ഇതിൽ ഇവിടെ ഇരിക്കുന്ന എല്ലായിടത്തും വിനീതമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഈ പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കകത്ത് എന്തെങ്കിലും നിലവിൽ ഒരു പദവിയോ കാര്യങ്ങളോ ഉണ്ടോന്ന്. നേരത്തെ ആണെങ്കിലും ഉള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് ആ പൊസിഷനിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്ന ഒരു പദവി ഇല്ലാത്ത ഒരാൾ, പാർട്ടിയിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ, അയാൾ പറയാണ് നാളെ വന്നിട്ട് പറയണത് BJP എന്ന് പറഞ്ഞാൽ BJP-ക്കാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് ഡസ് നോട്ട് മീൻ പാർട്ടിക്ക് ഒരുപാട് വട്ടം അല്ലല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടോ, പല ആൾക്കാരും പലതും തള്ളും. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇത് വെറും തള്ളാണെന്നുള്ളത്. എല്ലാ തള്ളുകൾക്കെതിരെ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ സമയം പൊട്ടല്ലോ. ഈ ടോപ്പിക് പറഞ്ഞ പോയിന്റിലേക്ക് പോവാൻ നല്ലതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. ഈ കുഞ്ഞില മാസിലാമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഫേസ്ബുക്കിൽ കിടന്ന് ആണുങ്ങളെ മൊത്തം അധിക്ഷേപിച്ച് ആണുങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനും അസൂയയും കൊണ്ടാണ് ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നതില് ശ്രീകാന്ത് വെട്ടിയാറിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് പറയുന്നത്. മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും ഇവര് റേപ്പിസ്റ്റ് ആണ് എന്ന് പ്രസ്യൂം ചെയ്ത് എല്ലാ ആണുങ്ങൾക്കും റേപ്പ് ചെയ്യാനുള്ള ത്വര സ്വയം ഉണ്ട് എന്നുള്ള രീതിക്ക് സ്ഥാപിച്ചിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതേ സാധനം ഒരു സ്ത്രീക്കെതിരെ ഇവിടെ ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്തിരുന്നെങ്കിൽ, ഇതേ സാധനം ഒരു പുരുഷൻ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇന്ന് അകത്ത് കിടന്നിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെയുള്ള പുരുഷവിരോധികളായ വ്യക്തികളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാനോ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരൊറ്റ സർക്കാരിനൊരു നട്ടലെന്ന് പറയുന്ന സാധനം അടുത്തു കൂടെ പോയില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വിശ്വാസം കൈപ്പറ്റുക. അല്ലാതെ ഇത് പകുതി ഒരു ഇതെടുക്കുവാണെങ്കിൽ പകുതി സ്ത്രീകളും പകുതി പുരുഷന്മാരും ആണല്ലോ. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ അവോയ്ഡ് ചെയ്തൊന്നും പറയണ്ട. ട്രാൻസ്ജെൻഡേഴ്സിലും ഞാൻ അവരേത് ജെൻഡർ ആണോ പ്രൊസ്യൂം ചെയ്തത് അത് മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, ആ കണക്കിൽ തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ജെൻഡർ 1008 ജെൻഡർ 10008 ജെൻഡർ എന്നുള്ള പട്ടികളെ എനിക്ക് പട്ടിയുടെ വില ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പുരുഷനായാലും സ്ത്രീ ആയാലും ഈ സ്ത്രീകളുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന പാർട്ടിക്കാരോട് പറയാനുള്ളത്, ഇതിലും ഭേദം പട്ടിക്ക് ഊട്ടിക്ക് ടൂർ പോകുന്നതായിരിക്കും. അത്ര പറയാനുള്ളൂ. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്കിൽ ഒന്ന് പറഞ്ഞോട്ടെ. ടോപ്പിക്കിൽ എന്റെ ജസ്റ്റ് ഒരു കമന്റ് പറയാം. എനിക്ക് തോന്നിയ ഒരു കമന്റ് ആണ്, എന്റെ മാത്രമാണ്. ഫെമിനിസം എന്നതിനെ ഞാൻ തീവ്രവാദമായിട്ട് കാണുന്നില്ല. ഒന്ന്, അതായത് ഫെമിനിസത്തിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മ്യൂച്വൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫെമിനിസം ഒരു തീവ്രവാദം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂട്ടത്തിൽ കുറെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയപ്പെട്ട് ഫ്രണ്ട് നിലയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ലൈം ലൈറ്റിൽ വരുന്ന കുറെ ആൾക്കാരുടെ വിവരക്കേടുകളാണ്, അവര് കാണിക്കുന്ന പേക്കൂത്തുകളെയാണ് നമുക്കെതിരെ അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ അവിടെ ഫെമിനിസം ഇറ്റ്സ് ഓക്കെ ഫൈൻ. കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കുഴപ്പമില്ല. അതൊന്ന്, ഒന്നാമത്തെ പോയിന്റ്. എനിക്ക് രണ്ടാമത്തെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫയസൂട്ട നീ പറഞ്ഞതിന്റെ അകത്തുള്ളതില് സ്വന്തം അച്ഛനെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനും ഒരു പുരുഷനാണ്, ആ പുരുഷനെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ ആ പുരുഷനും നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ എല്ലാ പുരുഷന്മാരെയും പുരുഷ വിരോധികളായിട്ട് കാണുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിന്റെ ഒരു കുഴപ്പമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പാനലിരിക്കുന്ന എല്ലാവർക്കും, അതായത് ഇഗാലിറ്റേറിയൻ വരെ നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും അമ്മമാരോടുള്ള സ്നേഹം കാരണം തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാനും ബഹുമാനം അർഹിക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കാനും അത് ജെൻഡർ ബയാസ് അല്ലാതെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അല്ലാത്തവർ ഇങ്ങനെ പുരുഷ വിരോധികളായിട്ടുള്ളവരോ സ്ത്രീ വിരോധികളായിട്ടുള്ളവരോ, ഞാൻ ഒറ്റ വാചകം പറഞ്ഞു നിർത്തും. പുരുഷ വിരോധികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തം അച്ഛനോട് ഒരു താല്പര്യം ഇല്ലാത്തവരായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീ വിരോധികളായിട്ടാണെങ്കിൽ സ്വന്തം അമ്മയോട് ഒരു താല്പര്യം ഇല്ലാത്തവരായിരിക്കും. കാരണം എന്റെ അച്ഛൻ ഒരു പുരുഷനാണെന്നും എന്റെ അമ്മ ഒരു സ്ത്രീയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ജന്മം തന്ന ഈ രണ്ട് വ്യക്തികളെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ പരസ്പരം ബഹുമാനിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇല്ലെന്ന് നിയമം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം.
അതിനെ പിന്നെ വാദിക്കുന്ന കുറെ ആൾക്കാർക്ക് ഒന്നും പറയാനില്ല. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ, അതായത് ഫയസൂട്ടൻ പറഞ്ഞ നേരത്തെ വോട്ടിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്, ഒരു യാഥാർത്ഥ്യമാണ്. വോട്ടുകൾക്ക് വേണ്ടി സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ, അത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ മുഖത്ത് നോക്കി, അതായത് നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് പറയപ്പെടുന്നത് എല്ലാം സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറയാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരിക്കലും ഇല്ല. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് നമ്മളെ സൂചിപ്പിച്ച് സംസാരിച്ചാൽ വിചാരിക്കും അവരെല്ലാം നമ്മുടെ പക്ഷക്കാരാണ്. ഫെമിനിസ്റ്റുകളിലായിട്ടുള്ള കുറെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. വൈകിയാണെങ്കിൽ സ്ത്രീ സമൂഹം അറിയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പിന്നെ കുഞ്ഞില മാസ്ലി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പോലും എനിക്ക് അറിയില്ല, മീൻസ് ഫുൾ ആയിട്ട് അറിയില്ല. എനിവേസ്, അതിനെ ഒന്നും ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയെ പറ്റിയൊന്നും ഒന്നും പറയാനില്ല. അതിന്റെ ഏതെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ജീവിതത്തിൽ മനസ്സിലായിക്കോളും അവരൊക്കെ എന്ന്. പരസ്പരം ബഹുമാനിക്കാത്ത ആൾക്കാരോട് എനിക്ക് പുച്ഛ മനോഭാവം മാത്രമാണ് എനിക്കുള്ളത്. താങ്ക് യു. അല്ല, ഇതിന് സംസാരിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ആ ഒരു ദിവസം എടാ മാറ്റ് സംസാരിക്കും. റോജ് ഒരു ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓർഡറിലാണെന്നുണ്ടെങ്കിൽ എടാ മാറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഓർഡറിൽ പോകുന്നല്ല, എത്രയും പെട്ടെന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരിക. മാറ്റ് സംസാരിച്ചോ, മാറ്റ് കഴിഞ്ഞിട്ട് ആ ഓർഡറിൽ പോവാന്നുള്ളത്. അല്ല, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിനത് കഴിഞ്ഞിട്ട് പറയടാ. ഇതിനെ പറഞ്ഞല്ലേ റിലേഷൻഷിപ്പ്, അതേപോലെ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേക്ക് റേപ്പ് കേസ് കൊടുക്കണം. അത് ഫേക്ക് മാരിറ്റൽ റേപ്പ് കേസ് കൊടുക്കുവാണെങ്കിൽ ഈ എവിഡൻസ് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ കേട്ടോണ്ട് പറഞ്ഞു ലൈക്ക് SMS കാര്യങ്ങൾ, അതിനൊക്കെ എത്രത്തോളം അക്കൗണ്ടബിലിറ്റി ഉണ്ട്? എനിക്ക് അതൊന്നും അറിയാൻ കൊള്ളുന്നുണ്ട്. നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അല്ല, അത് ചോദിക്കാനുള്ള കാരണം ഇപ്പൊ ഓക്കെ ഒരു SMS കാര്യങ്ങൾ വെച്ച് അത് പ്രൂഫായിട്ട് കൊടുക്കുമ്പോഴും അവർ വന്നിട്ട് പറയാണ് SMS സമയത്ത് ഉണ്ടായിരുന്നു, അതിന് ശേഷം ആക്ട് ചെയ്യണ സമയത്ത് ലൈക്ക് ആ സെക്സ് ചെയ്യണ സമയത്ത് കൺസെന്റ് ഇല്ലാന്ന് അവർക്ക് പറയാൻ പാടില്ല. അതും ഒരു മൊഴിയായിട്ട് എടുക്കാൻ പാടില്ല. പറയാം, പക്ഷെ ഇപ്പൊ കേസ് വീക്ക് ആയത് തുടങ്ങി. ഇപ്പൊ ഈ ഫ്രാങ്കോയുടെ കേസിലും അങ്ങനെയൊക്കെ എന്തോ അല്ലേ നടന്നത്. കൺസെൻഷ്വൽ ആണെന്ന് കോടതി തന്നെ, മീൻസ് കോടതി തന്നെ കൺസെൻഷ്വൽ എന്നല്ല, കോടതിയുടെ ഇത് വ്യൂ ഞാൻ പറയാം. ആ ജഡ്ജ്മെന്റ് വായിച്ചിരുന്നത് കോടതി പറയുന്നത് അവിടെ ഒരു ഫോഴ്സ്ഫുൾ റേപ്പോ അല്ലെങ്കിൽ ഡിസീവ് ചെയ്തുകൊണ്ടുള്ള റേപ്പോ ഒന്നും നടന്നിട്ടില്ല. ഇനി അഥവാ അവർ തമ്മിൽ സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കൺസെൻഷ്വൽ ആവാനേ വഴിയുള്ളൂ എന്നുള്ള രീതിക്കാണ് കോടതിയുടെ ജഡ്ജ്മെന്റ്. ഇത് അങ്ങനെ ഈ പറഞ്ഞ 2 വരിയിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. 255 പേജ് 89 പേജ് നിറച്ചു വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ, ഈ പറയുന്ന ഈ കേസിൽ തന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ ഫ്രാങ്കോ ഇവർക്ക് കൂടെ കിടക്കാൻ നിർബന്ധിച്ചു മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ഇതിനുള്ള തെളിവ്. ആ ഫോണ് ചോദിച്ചപ്പോ അതൊരു പഴയ ഫോണാണ്, അപ്പൊ അത് ആക്രിക്കാരന് കൊടുത്തു എന്ന്. പക്ഷെ ആ ഫോണിന്റെ മോഡലും ഫോട്ടോ ഒക്കെ നോക്കിയപ്പോ ഇറ്റ് ഈസ് എ സ്മാർട്ട് ഫോൺ. എന്നിട്ട് ഇവര് പറയുന്നത് അത് തെളിവ് എടുത്തു വെക്കാൻ വേണ്ടി ഇവര് ലാപ്ടോപ്പിലാക്കി സൂക്ഷിച്ചത്. എന്നിട്ട് ലാപ്ടോപ്പിന് എന്ത് സംഭവിച്ചു? ലാപ്ടോപ്പ് കേടുവന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി. ആ സർവീസ് ചെയ്ത് പുതിയ 500 GB ഹാർഡ് ഡിസ്ക് ലാപ്ടോപ്പിലാക്കിയതിന്റെ കടയിന്ന് കൊടുത്ത ബില്ലിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രമാണ് ഫ്രാങ്കോ ഇവർക്കെതിരെ ഇവരോട് മോശമായി മെസ്സേജ് അയച്ചു എന്നുള്ളതിന് ഈ പറയുന്ന ഇരയുടെ ഭാഗത്തുള്ള തെളിവ്. ഓക്കെ, ഇനി അതേസമയം പ്രതിഭാഗത്തിന്റെ ഡിഫൻഡന്റ് കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സോ കോൾഡ് ഇരയുടെ സ്വന്തം കസിൻ, ഫസ്റ്റ് കസിൻ ഇരക്കെതിരെ ഈ പറയുന്ന കോൺഗ്രഗേഷന് കൊടുത്ത പരാതി. ആ പരാതി ഇമെയിൽ അയച്ചതിന്റെ ഫുൾ എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ട്. അതിൽ പറയുന്ന പോലെ ഈ ഇരയുടെ കസിനായ ജയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഹസ്ബൻഡിനും ഇരയ്ക്കും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നും അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ ഈ അവിഹിതത്തിന്റെ പേരിൽ ഇരയുടെ ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അടക്കം ഉള്ള പരാതി കോൺഗ്രഗേഷന് കൊടുത്തതിന്റെ ഒറിജിനൽ കോപ്പി കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവര് പറയുന്ന മൊഴി, ഈ ഇരയ്ക്ക് വേണ്ടി 30ഓളം സാക്ഷികൾ ഹാജരായിട്ടുണ്ട്. ഈ 30ഓളം സാക്ഷികൾ ഇൻക്ലൂഡിങ് അവിടുത്തെ 5 കന്യാസ്ത്രീകൾ, ഇരയല്ലാതെയുള്ള 5 കന്യാസ്ത്രീകൾക്ക് പോലും ഈ റേപ്പ് നടക്കപ്പെട്ടു എന്ന് പറയുന്ന 20-ാം നമ്പർ മുറി
ആ മുറിയുടെ അടുത്താണോ ഇര താമസിച്ചിരുന്ന മുറി ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ എന്നുള്ള കാര്യം പോലും അറിയില്ല. ആ മുറിയുടെ അടുത്താണോന്നോ അതോ അതേ ഫ്ലോറിലാണോ എന്ന് പോലും ഇവർക്ക് അറിയില്ല. ഇര താമസിച്ചിരുന്ന മുറി, ഇര കൊടുത്ത മൊഴിയിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13 പ്രാവശ്യം പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇര പോയിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് അത്ര, ഇയാൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നെ റൂമിലോട്ട് വരാൻ പറയുന്നുണ്ട്, എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇര പറഞ്ഞു എന്ന് പറയുന്ന മൊഴിയിൽ പോലും ഈ റൂം എവിടെയാണ്, ഇര താമസിച്ചിരുന്ന മുറി എവിടെയാണ് ബാക്കിയുള്ള ഒരു എവിഡൻസിനും അറിയില്ല. ഇത് കൂടാതെ കോടതി ചോദിക്കുന്ന വേറെ കുറെ ഇത് കൂടാതെ ഇരയുടെ സാധാരണഗതിയിൽ കോടതി ഏത് ജയശീലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അങ്ങനെ സ്റ്റേറ്റ് ഓഫ് കേരള ആ ഒരു കേസിനെ മുൻനിർത്തിയിട്ടാണ് ഇതില് ഫ്രാങ്കോയെ അക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ അക്യൂട്ട് ചെയ്തതിൽ ജയശീലൻ കേസിൽ പറയുന്ന പോലെ തന്നെ ഇരയുടെ മൊഴി 100% വിശ്വാസയോഗ്യമാണെങ്കിൽ ഇരയുടെ മൊഴി മാത്രം മതി ഒരാളെ പിടിച്ചകത്തിടാൻ, ഒരാളെ കൺവിക്ട് ചെയ്യാൻ. പക്ഷെ ഇരയുടെ മൊഴി ഈ കേസിൽ 100% വിശ്വാസയോഗ്യമല്ലാത്തതിന് കാരണം ഇരയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇര തന്നെ തിരുത്തിയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് തിരുത്തിയിട്ടാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ തിരുത്തിയ ഭാഗം ഒറിജിനൽ മെഡിക്കൽ റിപ്പോർട്ട്, ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു കാർബൺ കോപ്പി ഉണ്ടാവുമല്ലോ, ആ കാർബൺ കോപ്പി വെച്ചിട്ട് ഏതൊക്കെ ഭാഗമാണ് തിരുത്തിയത് എന്നുള്ള കാര്യം കോടതി കൈയോടെ പൊക്കി. അതിലാണ് ഈ കേസ് വട്ടത്തിൽ മുഞ്ചിയത്. ഒരു കാര്യം, ഇത് ഇപ്പൊ റീസെന്റ് വന്ന ഒരു ഓർഡർ ആണല്ലോ, കോർട്ട് ഓർഡർ ആണല്ലോ, അത് ആൾക്കാർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇപ്പൊ കൂടുതൽ നമ്മള് ഈ മറിറ്റൽ റേപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അതെ ഈ കേസ് ഞാൻ പറഞ്ഞുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് ഞാൻ പറഞ്ഞുള്ള കാരണം ഞാൻ അല്ല, നമ്മളത് കൂടുതൽ വാദിക്കാൻ ആൾക്കാർക്ക് ഇതിൽ എത്തും. ഒന്ന് ഞാൻ പറയട്ടെ, ഈ കേസ് ഞാൻ പറയാനുള്ള കാരണം പറഞ്ഞുതരാം. അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് കോടതി ഫ്രാങ്കോയെ വെറുതെ വിട്ടത്. ഇനി ഇതേത് ഇവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെക്കുക, ഒരു സ്ത്രീ പോയിട്ട് പറയാണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് സാക്ഷി? അല്ലെങ്കിൽ ഇവര് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ഇവര് താമസിച്ചിരുന്ന വീട് ബാക്കിയുള്ളവർക്ക് അറിയും. ഒബ്വിയസ് ആയിട്ട് ഇവരെ പരിചയമുള്ള എല്ലാവർക്കും അറിയും ഇവരെ വീട് എവിടെയാണ്. അതാണോ തെളിവായിട്ട് എടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ ആണോ, ഇന്ന സമയത്ത് ഇന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ദിവസം രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിലും ഒരേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങും, അപ്പൊ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ഇന്നയാൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാൾ പീഡകനാണെന്ന് കൺവിക്ട് ചെയ്യാൻ പറ്റും? ഇതും പോട്ടെ. ഇങ്ങനെയൊക്കെ ലൈക്ക് ഇപ്പൊ ഭാര്യയും ഭർത്താവും, ഇനി സപ്പോസ് ഇവര് തമ്മിൽ കൺസെൻഷ്വൽ സെക്സ് തന്നെ നടന്നു എന്ന് വെക്കട്ടെ, ഭാര്യക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ അവിഹിതം ഭർത്താവ് കയ്യോടെ പൊക്കിക്കഴിഞ്ഞാൽ ഭാര്യ പോയിട്ട് പീഡന പരാതിയാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പീഡനം നടന്നിട്ടില്ല എന്ന് ഈ ഭർത്താവ് എങ്ങനെ പ്രൂവ് ചെയ്യും? ഇപ്പൊ ഫ്രാങ്കോയുടെ കേസിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് അയാൾ പ്രൂവ് ചെയ്തു, ഈ ഭർത്താവ് എങ്ങനെ പ്രൂവ് ചെയ്യും? ഇതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ എവിഡൻസ് എത്രത്തോളം അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോ അതെങ്ങനെ ഒരു ആണത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? അവർ തെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫേക്ക് കേസസ് വരുവാണെങ്കിൽ? അതാ പറഞ്ഞേ, ഇതിപ്പോ ബാക്കിയുള്ള കേസസിലാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള എവിഡൻസ് വെച്ചിട്ട് ഒരാണിന് പ്രൂവ് ചെയ്യാം. പക്ഷെ അതേസമയം ഭാര്യയും ഭർത്താവും ഇടയിൽ നടക്കുന്ന ഒരു സെക്സിന്റെ ഇടയ്ക്ക് വാട്സപ്പ് ചാറ്റ് കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് കൺസെന്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും? അപ്പൊ ഭാര്യ പറയും ഇതല്ല, ഇതിന്റെ തലേ ദിവസമാണ് എന്നെ പീഡിപ്പിച്ചത്, അന്ന് ഞാൻ കൺസെന്റ് കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അല്ല അങ്ങനല്ല, 10 കൊല്ലം മുമ്പ് എന്നെ ഇത് ചെയ്തു, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ട് ഞാൻ വന്നു. 10 കൊല്ലം മുമ്പ് എന്ത് തെളിവാണ്? അതായത് ഡ്യൂറിംഗ് ദ ആക്ട് കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് പറയാം. അതായത് ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. മാറ്റിന്റെ വിഷയത്തില് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാറ്റ് ലോഗ് ഒക്കെ ഉണ്ടല്ലോ, ചാറ്റ് ഹിസ്റ്ററി, അത് വലിയൊരു പ്രൂഫാണ്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അതായത് വി വെർ ഇൻ എ ഗുഡ് ടേംസ്, അല്ലെങ്കിൽ ഇവരൊരു എന്താ പറയാ ഒരു കോംപ്രമൈസിങ് അല്ല ജോയേട്ടാ, പക്ഷെ അതിൽ പ്രശ്നം ഗുഡ് ടേംസ് ഉണ്ടായത് കൊണ്ട് കാര്യം കൺസെന്റ് ഉണ്ട് എന്ന് അവിടെ പ്രസ്യൂം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴുള്ള വാദം. അല്ല അതല്ല നമ്മുടെ കേസല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മാരീഡ് കപ്പിളിന്റെ കേസിലല്ല പറയുന്നത്. മാരിറ്റൽ റേപ്പിന്റെ കാര്യം തന്നെ ഈ റെബേക്ക ജോൺ കോടതി പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. അതെ ചോദിക്കുന്നുണ്ട്, ഫാസ്റ്റ് പറഞ്ഞത് മനസ്സിലായിരിക്കും. ഞാൻ അതല്ല മാറ്റ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ശരിയാണോ?
അല്ലല്ല, ഞാൻ 2 സിനാരിയോ എടുത്തു. ഒന്ന് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പും ഞാൻ പിന്നെ മാരേജിന്റെ കൺസെപ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ എനിക്ക് മാരേജിലാണ് ഡൗട്ട് ഉള്ളത്. മാരേജ് മെറിറ്റൽ ഇതിൽ നമുക്ക് ഒരു രക്ഷയില്ല പ്രൂവ് ചെയ്യാനായിട്ട്. അത് വലിയ പാടാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അതിനെ എതിർക്കുന്നത്. അതെ, ഇപ്പൊ റബേക്ക ജോണിനോട് ജസ്റ്റിസ് ശങ്കർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇപ്പൊ കൺസെന്റോടെയാണ് സെക്സ് നടന്നതെന്ന് അവരെങ്ങനെ പ്രൂവ് ചെയ്യും? ഇപ്പൊ ആ ഒരു ഇവർ കൊടുത്ത ഡേറ്റിന് ശേഷം ഇവര് നല്ല രീതിക്ക് സംസാരിച്ചത് വെച്ചിട്ട് ഇവര് തമ്മിൽ കൺസെന്റ് ഉണ്ടായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഈ വ്യക്തി ഈ റബേക്ക ജോൺ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും കൺസെന്റ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവര് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണെന്ന് വെച്ചിട്ട് അതൊരിക്കലും കൺസെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലെന്നാ പറയുന്നത്. സത്യത്തില് ഇവിടുത്തെ ഒരു മാഫിയക്ക് നല്ലൊരു എന്താ പറയാ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഓപ്പർച്യൂണിറ്റീസ്. നാളെ ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് വൈഫിന് തോന്നാണ് ഇവൻ പോരാ എനിക്ക് വേണ്ട എന്ന് തോന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം എല്ലാവിധ കുടുംബങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലർക്ക് അത് രൂക്ഷമാവാറുണ്ട്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവള് പിറ്റേ ദിവസം പോയിട്ട് എന്നെ ഇദ്ദേഹം 4 ദിവസം മുമ്പ് എന്നെ പിടിച്ച് റേപ്പ് ചെയ്തു, 2 ദിവസം ഞാൻ വലിയ ട്രോമയിലായിരുന്നു, അത് കണ്ടാണ് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഇപ്പൊ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നോൺ ബെയിൽ ഒഫൻസ് അനുസരിച്ച് ഇദ്ദേഹത്തിന് പിടിച്ച് ജയിലിലിടും. അതാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അത് വന്നിട്ടില്ല, ഇറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. അതാണ് പറയുന്നത്. ഇപ്പൊ അത് സെൻട്രൽ ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ അതായത് ബിജു ഒരു സെക്കൻഡ് ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പറയാം. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇത് വലിയൊരു ഗോൾഡ് ഡിഗിങ് ഓപ്പർച്യൂണിറ്റി ആണ്. നല്ലൊരു ഫാമിലിയിലുൾപ്പെട്ട ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ അവന്റെ അപ്പനും അമ്മയൊക്കെ കൂടുതൽ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇതും പറഞ്ഞ് ഈ റേപ്പ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പുരുഷനൊക്കെ തകർന്നു പോകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നും, അവന് വലിയൊരു ബേർഡൻ ആണ്. പിന്നെ ഈ പ്രൂഫ് ഓഫ് ബേർഡൻ ഈ ഇതിന്റെ മുകളിലാണ് എപ്പോഴും വരുന്നത്. ഈ ഒരു കേസിൽ അങ്ങനെയാണ്. ഇരയ്ക്ക് വെറുതെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെന്നിട്ട് ഒരു മൊഴി കൊടുത്താൽ മതി, കഴിഞ്ഞു. അപ്പോ ഈ പുരുഷൻ എന്ത് ചെയ്യണം, അവൻ സമ്പാദിച്ചു വെച്ചാൽ അല്ലെങ്കിൽ അവന്റെ അപ്പൻ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ മുതല് പകുതി ഇവൾക്ക് കൊടുത്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് നേരത്തെ മൈക്കാന്ന് ഞാൻ തോന്നുന്നു പറഞ്ഞത്. ഇതൊരു വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. എനിക്കൊന്ന് അനന്തു മറ്റൊന്ന് പറഞ്ഞാൽ തോന്നുന്നു. അതായത് ഈ വക്കീലന്മാര് ഇതിൽ കൊടുക്കുന്ന വക്കീലന്മാരും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ചില ഫെമിനിസ്റ്റ് ഗ്യാങ്ങുകളുണ്ട്, അല്ലെങ്കിൽ വേറെ ഓരോ സംഘടനകളുടെ പേര് പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങുകളുണ്ട്. ഇവര് ചെന്ന് സപ്പോർട്ട് ചെയ്യാണ് ഈ ലേഡീസിനെ. ഈ ലേഡീസ് പകുതി പേരും ഇതൊന്നും അറിഞ്ഞിട്ടല്ല, എഴുതി കൊടുക്കുന്നുമില്ല. വക്കീല് കേസിന്റെ ബലം കിട്ടാൻ വേണ്ടിട്ട് എഴുതി കൊടുക്കും. എന്നിട്ട് കിട്ടുന്ന ഈ കോമ്പൻസേഷന്റെ പകുതി അവര് അല്ലെങ്കിൽ 20% വാട്ടെവർ അത് അതിന്റെ കോമ്പൻസേഷൻ ഇവർ അടിച്ചു മാറ്റാണ്. ഇതിന്റെ മുഴുവൻ ഭാരം ചുമക്കുന്നത് പുരുഷനാണ്. അവൻ സമൂഹത്തിലും അവൻ ഫിനാൻഷ്യലി ആയിട്ട് തകരുന്നു, അവൻ മോറലി തകരുന്നു, അവന്റെ ഗുഡ് വില്ല് എല്ലാം തകർന്ന് ആകെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓരോ കുടുംബങ്ങളും ഓരോ കണ്ണീർകളാവാൻ പോവാണ്. അതാണ് ഈ നിയമം കൊണ്ട് ഇപ്പൊ വരാൻ പോകുന്നത്. ഇതിനെതിരെ MRF പറഞ്ഞ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞങ്ങളുടെ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പൊ രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസഫ്, അതായത് ബിജു അതിന്റെ ഒരു മെമ്പറാണ്. പലരും ഇതിലുള്ള ഗ്രൂപ്പിലുള്ള പലരും ഉണ്ട് ഇതില്. അജിത് സാർ വന്നിട്ടുണ്ട് താഴെ, മറ്റേ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അജിത് കുമാർ AKMA താഴെ വന്നിട്ടുണ്ട്. നമുക്കറിയില്ല, നമുക്ക് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങള് ഇപ്പോ MRF അതായത് മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടന അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനുള്ള സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. ഒരു PIL കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സംഘടനയ്ക്ക് ഇവിടെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം വർത്താണ്, അത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വക്കീൽമാരായിട്ട്. അല്ല, പിന്നെ ഒരു കാര്യം, ഈ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ഉള്ളവർ അഡ്വക്കറ്റ് ആക്കാൻ മക്കളെ വിടുന്നതായിരിക്കും നല്ലത്. നല്ല ഇതായിരിക്കും, സ്കോപ്പ് ആയിരിക്കും കേട്ടാ. പക്ഷെ അവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നുള്ളതാണ്. അല്ല ചോദിച്ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ഡൗട്ട്. അതായത് ഈ പറയുന്ന നിയമം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഇരകളാവാൻ പോകുന്നത് സ്ത്രീകളാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റും? കുറെ എണ്ണങ്ങളുടെ ജീവൻ പോകുന്ന എനിക്ക് 100% ഈ പറയുന്ന മാരിറ്റൽ റൈപ്പ് നിയമം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ സ്ത്രീകളും കൂടെ ഇതിനകത്ത് ഇരയാവുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാൻ പറ്റും? തീർച്ചയായിട്ടും സ്ത്രീകളെ ആവുന്നതിൽ കൂടുതൽ അത് പറഞ്ഞത് അതൊരു കൊളാറ്ററൽ ഡാമേജ് ആവുള്ളൂ സ്ത്രീകൾക്ക്. അതൊരു ഫാമിലി ഡാമേജ് ആണ്. നിങ്ങൾ ആരെങ്കിലും, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജോസഫിന്റെ ഒരു സെക്കൻഡ്, നമുക്ക് ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ ബെറ്റർ ആയിരുന്നു. കുറച്ച് പേര് തീരെ
സംസാരിക്കാനുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു അധികം സമയം എടുക്കില്ല, ഞാൻ 2 മിനിറ്റ് ഓക്കെ. അതായത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ മറിറ്റൽ റേപ്പ് ഇപ്പൊ ഇനാക്ഷന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിക്കുന്നത്, ഫെമിനിസ്റ്റുകൾ ശ്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ അവർ ഇത് പൊക്കിക്കൊണ്ടുവരാൻ കാരണം? ഇതിലൊരു അപ്പൊ കാര്യം ഞാൻ ഞാൻ പറയട്ടെ. പറയുന്നത് കാരണം അതായത് ഇതിപ്പോ ഇവര് പൊക്കിക്കൊണ്ടുവന്നിട്ട് അവരിതില് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് മാത്രല്ല, ഞാൻ എന്റെ ചിന്തയിൽ വന്നത് ഈ 498-നെതിരെ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഗവൺമെന്റ് 498-ൽ എന്തെങ്കിലും ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ഡോമിനേഷൻ, അതായത് കുറച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു നിയമം വേണം, ഒരു എക്സ്റ്റോർഷന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഈ സമയത്ത് ഇത് കൊണ്ടുവരുന്നതാണ് എന്റെ ചിന്തയിൽ വന്നിരിക്കുന്ന കാര്യം. അത് നിങ്ങൾ എങ്ങനെയാ അതുകൊണ്ട് എങ്ങനെയാ നിങ്ങൾ ഇതിന് യോജിക്കുന്നുണ്ടോ? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സ്ത്രീ ശാക്തീകരണ നിയമങ്ങൾ അല്പം കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ള കണക്കുകൂടലാണ്. ഇതിന്റെ കാരണം ഇത് കൂടുതൽ പുരുഷന്മാരും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം പുരുഷന്മാർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വല്ലവർക്കും വലിയ കുഴപ്പം എന്നുള്ളതാണ് കൂടുതൽ പേരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും കൊണ്ടുവരുന്നതും പിന്തുണയ്ക്കുന്നതും സാധാരണ പുരുഷന്മാർ തന്നെയാണ്, സ്ത്രീകളെക്കാൾ കൂടുതൽ. അപ്പോൾ കൂടുതൽ ശാക്തീകരണം നടത്തുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതില് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഞങ്ങളാണ് കൂടുതൽ സ്ത്രീപക്ഷപാതം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നാണം കെട്ട് അവർ തെളിയിക്കുന്നുണ്ട്. അവർ വിളിച്ചു പറയുന്നു ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന്. ഞങ്ങൾ മനുഷ്യപക്ഷമാണെന്നോ കുടുംബപക്ഷമാണെന്നോ പറയുന്നതിന് പകരം അവർ വിളിച്ചു പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്നാണ് പറയുന്നത്. ഇതിന് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുക, അതാണ് ഇവരുടെ ഇതിലുള്ള ഒരു ലക്ഷ്യം പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൻവെസ്റ്റിഗേഷൻ എന്ന് മനസ്സിലാക്കുന്നത് ടു ഐഡന്റിഫൈ അണ്ടർലൈങ് കോസസ്. പക്ഷെ ഇത് കുറ്റം കണ്ടുപിടിക്കുക എന്നത് ഒരു പാർട്ട് ഓഫ് എ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്യന്തിക ലക്ഷ്യം അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അണ്ടർലൈങ് കോസസ് കണ്ടുപിടിക്കുക, അതുവഴി അതിനെ പഠിച്ച് അതിലൊരു കൺട്രോൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് വരെ നമ്മളുടെ നിയമസംഹിതയിൽ ഒരു കാര്യം ഇന്ത്യയിലാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് കാരണം കൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവനും തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് അണ്ടർലൈൻ കോസസ് കണ്ടുപിടിച്ച് അതിനുള്ള തടയിടുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് യൂറോപ്പിലേക്കും ഇത്തരം ക്രൈംസുകൾ കുറഞ്ഞു വന്നത്. അമേരിക്കയിലോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ കൂടുതലൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇതിലേക്ക് കൂടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ 498 നിയമം കൊണ്ടുവന്നിട്ട് ഇന്ന് വരെ ഇവർക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണത്? അതിന്റെ പരാജയമല്ലേ? അതുപോലെ തന്നെ സിസ്റ്റം യൂസ് ചെയ്ത് അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ജനറലായ കുഴപ്പമാണ്. നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ആർക്കും തന്നെ ക്രൈം കുറയ്ക്കണം എന്നുള്ള താല്പര്യമല്ല, ഇലക്ഷൻ എങ്ങനെ പെട്ടെന്ന് ജയിക്കാമെന്നുള്ള താല്പര്യത്തിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് പോകുന്നത്. അതായത് രാജ്യത്തിന്റെ ക്രൈം കുറയ്ക്കുക, രാജ്യത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട ഇല്ല. പ്രധാനമായിട്ട് അടുത്ത ഇലക്ഷൻ എത്രയും പെട്ടെന്ന് ജയിക്കണം. അതിന് പബ്ലിക് സെന്റിമെന്റ്സ് ഉപയോഗിക്കണം, അതിന് പബ്ലിക്കിനെ ഫോളോ ചെയ്യണം. അത് മീഡിയയെ ഉപയോഗിച്ച് പബ്ലിക് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ച് അത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ ഇവർ മത്സരിക്കുകയാണ്. അല്ല രാജ്യത്തിന്റെ ഒരു വെൽബീങ്ങിനെ കുറിച്ചൊന്നും പൊതുവെ ആരും ചിന്തിച്ച് ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെ ചിന്തിച്ചാലും അതിനൊന്നും കാര്യമായി വോട്ടും കിട്ടാറില്ല. മാറ്റ് സംസാരിച്ചു കഴിഞ്ഞല്ലേ, ഞാൻ അനന്ത് സംസാരിച്ചോ, അദ്വൈത് സംസാരിക്കും. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? അതെ ഓഡിബിൾ. ഞാൻ നേരത്തെ ജോസഫ് ഏട്ടൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ DV ആക്ടിന്റെ ഇത് ഇപ്പോ എല്ലാരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയല്ലോ. ഇപ്പൊ സുപ്രീം കോർട്ട് ഒരു 2008-ലോ 2009-ലോ മറ്റേ ജസ്റ്റിസ് ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലീഗൽ ടെററിസം ആണെന്ന് പുള്ളിക്കാരൻ കോട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അന്നത്തെ വിമൻസ് കമ്മീഷനും പറഞ്ഞതാണിത്. അപ്പോ ഈ DV ആക്ടിന്റെ ഇന്റൻസിറ്റി കുറയുന്നതുകൊണ്ട് വേറൊരു രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ ഈ മാരിറ്റൽ റേപ്പിന്റെ ഇത് കൊണ്ടുവരുന്നത്. മാരിറ്റൽ റേപ്പ് കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഇതിന് ബാധിക്കപ്പെടും. കാരണം
ഈ അബറ്റിങ് വേണമെങ്കിൽ റേപ്പ് ചെയ്യാൻ കൂടെ നിന്നു എന്നും പറഞ്ഞ് വേണമെങ്കിൽ കൂടെ വീട്ടിലുള്ള വേറെ സ്ത്രീകളെയൊക്കെ വേണമെങ്കിൽ ഇതിൽ അബറ്റിങ്ങിന് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോ ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ ബാധിക്കും. അപ്പൊ ഈ ജെൻഡർ ഡിസ്പാരിറ്റി ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ ഇവിടെ ഈ ഫെമിനിസം എന്ന് പറഞ്ഞ സാധനം ഓടുകയുള്ളൂ. അപ്പോ മൊത്തത്തില് പ്രശ്നമാണ്. ഞാൻ കാര്യം ഇതിനെപ്പറ്റി ചോദിക്കണം എന്ന് വിചാരിച്ചു. നേരത്തെ ജോയേട്ടൻ അവരുടെ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോയേട്ടൻ നിങ്ങളുടെ ഫൗണ്ടേഷന്റെ ബേസിക് ലൈക്ക് ഉദ്ദേശം എന്താണ്? സീരിയസ് ആയിട്ട് അറിയണം, അതുകൊണ്ട് ചോദിക്കാം. ഓക്കെ ഗുഡ്. അത് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന സ്ത്രീപക്ഷ അല്ലെങ്കിൽ ബയസ്ഡ് നിയമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് മോറൽ സപ്പോർട്ട്, അതുപോലെ നിയമപരമായ സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെ ഒരു നിലപാടെടുക്കുക. നമുക്കതിൽ പ്രത്യക്ഷത്തിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇന്നത്തെ ജിനോസെൻട്രിക് ആയിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ഈ പറഞ്ഞ പോലെ പൊതുജന അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ച് പറ്റാവുന്ന രീതിയിൽ ഏതെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഫയൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു ലക്ഷ്യത്തിൽ പെട്ടതാണ്. പിന്നെ കൗൺസിലിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മെരിറ്റൽ കൗൺസിലിംഗ്സ്. ഇതൊക്കെ ഞങ്ങളുടെ ഇതിൽ പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഓഫീസ് എടുത്തു, പ്രവർത്തനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം അതിലേക്ക് അംഗങ്ങളെ ചേർത്ത് തുടങ്ങിയിട്ടില്ല. കാരണം വളരെ സുതാര്യമായി തന്നെ പ്രവർത്തിക്കണമെന്ന് വളരെ നിർബന്ധമുള്ള വ്യക്തികളാണ് ഈ സംഘടനയിലുള്ളത്. ഇപ്പൊ ഞങ്ങൾ 4 പേര് 5 പേരുള്ളത്. അവര് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ആൾക്കാർക്ക് കാശ് മേടിക്കുന്നുണ്ടോ? ഇല്ല, നോ നെവർ. ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കാശ് മേടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംഘടന എങ്ങനെയാണ് നടന്നുകൊണ്ട് പോകുന്നത്? ഇത് മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഇപ്പൊ ഓഫീസ് എടുത്തു എന്നൊക്കെ പറയാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇട്ടിട്ടാണോ? യെസ്, എക്സാക്ട്ലി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വേറെ ഒരു വ്യക്തികളുടെ നിന്നോ സംഘടനകളിൽ നിന്നോ ഇതുവരേക്കും ഒരു പൈസ മേടിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടില്ല. ഒരു സംഘടനയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ബൈലോ ഒക്കെ ഓൾറെഡി ആയി, രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വാങ്ങുന്ന ഓരോ പൈസയും അക്കൗണ്ടബിൾ ആയിരിക്കണം. അതിനൊരു കണക്കും വേണം, അതിനൊരു ട്രാൻസ്പാരൻസി വേണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് കാശ് ആരിൽ നിന്നും മേടിക്കാത്തത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുത്തു. ഉദ്ഘാടനം ഈ 1-ാം തീയതിയാണ് കഴിഞ്ഞത്. നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് അത് വിശിഷ്ടാതിഥിയായിരുന്നു അതിൽ. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂർ റെജി ജോസഫ്, അദ്ദേഹത്തിന്റെ പേര്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹമൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയ കുറെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നു, കുറെ സംസാരിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇനി ഞാൻ പറഞ്ഞത് സംഘടനയുടെ ഒരു ലക്ഷ്യം കൂടെ പറഞ്ഞത്, അതായത് കൗൺസിലിംഗ്. യെസ്, ഞങ്ങൾ അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിനകത്ത് തന്നെ ചെറിയൊരു ക്യാബിനൊക്കെ അതിനുവേണ്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും ബുദ്ധിമുട്ട്, ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർക്ക്, കാരണം സ്ത്രീകൾക്ക് ഇല്ല എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ കപ്പിളായിട്ട് വന്നാൽ മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ സംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഈവൻ ഗവൺമെന്റ് തലത്തിൽ തന്നെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. തുറന്നു പറയാനും നിയമോപദേശം കിട്ടാനും അവർക്ക് നിയമ സംവിധാനങ്ങളൊക്കെ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. എല്ലാവിധ സഹായങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. പുരുഷനാണ് ഇവിടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ പറയുന്ന ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ പുരുഷൻ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് നിയമവ്യവസ്ഥയിൽ ചെല്ലുമ്പോൾ പുരുഷന് കിട്ടുന്ന അവഗണനകളാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ പുരുഷന് എന്നും അവഗണന മാത്രമേ ഉള്ളൂ. നമ്മൾ ബാങ്കിൽ ചെന്ന് ഒരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കാം എന്ന് പറയുന്നു. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഒരു സ്വന്തമായ ഒരു വ്യവസായമോ കാര്യങ്ങളോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിജയലക്ഷ്മി അദ്ദേഹം ഇതിനെ കുറിച്ച് നല്ലൊരു ആർട്ടിക്കിൾ ആൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഗ്രൂപ്പിലുണ്ടോന്ന് അറിയില്ല, പോയോന്ന് അറിയില്ല. അത് നാള് വിട്ടു തോന്നുന്നു. കണ്ടമാനം അതുപോലെ കുറെ അധികം ആനുകൂല്യങ്ങൾ. ഇപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് ഫണ്ട്, CSR ഫണ്ട് മുഴുവൻ പോകുന്നത് എവിടേക്കാണ്? അത് മുഴുവൻ ഇതൊക്കെ ടാക്സ് അല്ലെങ്കിൽ മറ്റു വിധത്തില് പുരുഷൻ തന്നെ കൊടുക്കുന്ന കാശാണ് അത് അധികം പോകുന്നത്. ഇപ്പൊ റേഷൻ കാർഡിൽ പോലും പുരുഷനെ എടുത്തിട്ട് മാറ്റി സ്ത്രീനെയാണ്. ചേട്ടാ, അത് CSR ഫണ്ട് പോകുന്നത് സ്ത്രീകളിലേക്കല്ല, ഈ മുൻനിരയിലെന്ന് പറഞ്ഞിരിക്കുന്ന ചിലർ അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത്. അതുണ്ട്. പക്ഷെ സ്ത്രീ പ്രൊജക്ടുകൾ അവിടെ വെച്ചുകൊണ്ട് അത് അടിച്ചു മാറ്റാണ്. പല സ്ത്രീ ശാക്തീകരണ പ്രൊജക്ടുകളാണ് പലതും വരുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. അല്ല, അനന്ത് ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെയാണ്. ഫെമിനിസ്റ്റുകൾ ഈ പൈസ അടിച്ചു മാറ്റുന്നതാണ് ഉദ്ദേശിച്ചത്.
അല്ല ഫെമിനിസ്റ്റുകൾ എടുക്കുന്നുണ്ടായിരിക്കാം അതൊന്നല്ല. പക്ഷെ ഫെമിനിസ്റ്റുകളാണല്ലോ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്, അവരാണ് അടിച്ചു മാറ്റുന്നത്. ഫണ്ട് അലോട്ട് ചെയ്യുന്നത് മുഴുവൻ സ്ത്രീ ശാക്തീകരണം എംപവർമെന്റ് എന്നുള്ള ഒരു ഒറ്റ ബേസിൽ ലേഡീസിനാണ് ഒരു 90% ഫണ്ട് ആ പ്രൊജക്ടുകൾക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു, ഇപ്പൊ ഡൽഹിയിലെ മെട്രോ ലേഡീസിന് ഫ്രീ, ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ബസ്സസ് അവർക്ക് ഫ്രീ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ലേഡീസ് ഒരു ലേഡി മാത്രമുള്ള കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തിരുന്നു. ഒരു ആൺകുട്ടികൾ എന്താ പഠിക്കണ്ടേ? ഈ ആൺകുട്ടികൾക്ക് ഇതൊന്നും അവകാശമില്ലേ? അവനൊന്നും ഇതൊന്നും കിട്ടാൻ പാടില്ല, ഈ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? ചോദ്യം ചോദിച്ചോട്ടെ, ഇനി ഒരു കാര്യം കൂടെ, ഒരൊറ്റ കാര്യം കൂടെ. ഇപ്പൊ വരാൻ പോകുന്ന ഗോവ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, NCP പോലുള്ളവരൊക്കെ കൊടുത്തിരിക്കുന്ന ഓഫർ എന്താണ്? ഓരോ സ്ത്രീയുടെ പേരിലും 5000 രൂപയിടും, 2000 രൂപയിടും, 3000 രൂപയിടും എന്നൊക്കെയാണ്. ഇത് ഇങ്ങനെ ഫ്രീ ബീസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക, അവരിങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ ഭാരം ചുമക്കുന്നത് പക്ഷെ പുരുഷനും കൂടിയാണ്. അവന് യാതൊരു ആനുകൂല്യങ്ങൾക്കും അർഹതയില്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആണ് നമ്മളിപ്പോ വളരെയധികം കാര്യമായിട്ട് ചിന്തിക്കേണ്ടതും അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഓക്കെ, പിന്നെ വേറൊരു വിഷയം, നമ്മളിപ്പോ പുരുഷന്മാരിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മള് സ്ത്രീ വിരോധി എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെടും. ലൈക് സമൂഹം, ലൈക് ഒരുവിധ ആളുകൾ, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഈ മുദ്ര കുത്തുന്നതിന്. അങ്ങനെ മുദ്ര കുത്തപ്പെടും. അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്പൊ അങ്ങനത്തെ അത്രയും ഡേഞ്ചറസ് ആയ ഒരു സാഹചര്യമുള്ളത്. ഇപ്പൊ നമ്മള് ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിയമത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതുകൂടി കണക്കിലെടുക്കുന്ന പറയുമ്പോഴേക്ക് സ്ത്രീ വിരോധി, മേൽ ഷോവനിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളും പറയുന്ന ചില വോട്ട് ബാങ്കായി യൂസ് ചെയ്യുന്ന ചില ആളുകൾ എല്ലാരും മുദ്ര കുത്തുക. സോ അങ്ങനെ അതൊരു ഭയങ്കര ഡേഞ്ചർ ആയ ഒരു സിറ്റുവേഷൻ. അല്ല, ഇനിയിപ്പോ ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ജെൻഡർ മാറി എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ കിട്ടും. ഞാൻ ഇന്ന ജെൻഡറാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഈ ആനുകൂല്യം അതുപോലെ തന്നെ അല്ല, പോസിബിൾ ആണ് അനന്തു. അത് നിനക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്കും മറ്റേ ഇതിന്റെ സംഭവങ്ങളും ഒക്കെയാണ്. 498 പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതുപോലെ അതിൽ പറയുന്നത് എന്തൊരു അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൺ ഇൻ മാരീഡ് ഇതില്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു പുരുഷന് എതിരെ പീഡനങ്ങളൊന്നും നടക്കുന്നില്ലേ? എന്തുമാത്രം പീഡനങ്ങൾ പുരുഷനെതിരെ നടക്കുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സ് കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നില്ലേ? അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ വുമൺ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കുന്നത്? അതിനെതിരാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അതിനെതിരെയൊക്കെ എന്താണ് പരാതി കൊടുക്കണം. അതിനുള്ളൊരു സ്ട്രെങ്ത് ഞങ്ങൾക്ക് ആയിട്ടില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടും വളരെയധികം ആവശ്യമാണ്. ഇവിടുത്തെ ഫ്രാൻസിന് ഒരാളെ റേപ്പ് ചെയ്താലേ, ഫ്രാൻസിന് ഒരാളെ റേപ്പ് ചെയ്താൽ അതിന് മറ്റേ ശ്രീദേവ് സോമന്റെ ലോജിക്ക് വെച്ചിട്ട് അത് റേപ്പ് അല്ലല്ലോ. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നിയമത്തിൽ സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന, ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 14 മറ്റോ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ, നിയമത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ പൗരന്മാരെല്ലാവരും തുല്യരാണ്. ഭരണഘടനയുടെ മുമ്പിൽ, നിയമത്തിന്റെ മുന്നിലല്ല. ഭരണഘടനയ്ക്ക് മുന്നിൽ. ഭരണഘടന. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആണ് എന്ന് പറയുമ്പോ ഇവിടെ പുരുഷന്റെ റൈറ്റ്സ് എന്താണ്, സ്ത്രീയുടെ റൈറ്റ്സ് എന്താണ്? അപ്പൊ നമ്മൾ സ്ത്രീക്ക് റൈറ്റ്സ് കിട്ടുന്നതിനെതിരൊന്നുമില്ല. സോ വി ആർ നോട്ട് അഗൈൻസ്റ്റ് ദം. ബട്ട് നമ്മളെ കൂടെ ഇൻക്ലൂസീവ് ആക്കണം. അതായത് ഈ പറഞ്ഞ പോലുള്ള നിയമങ്ങൾ വെക്കുമ്പോ പുരുഷനും കുടുംബങ്ങളില് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളില്, ജോലി സ്ഥലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ആ ഭാഗത്ത് ഒരു സ്ത്രീക്ക് മാത്രമായി കൊടുക്കുന്ന ഒരു എഴുത്തുണ്ടല്ലോ, വുമൺ പ്രൊട്ടക്ഷൻ, അത് മാറ്റിയിട്ട് ദ പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം പ്രധാനമായിട്ട്. നിങ്ങളുടെ ഇപ്പൊ ഉള്ള നിങ്ങളുടെ സംഘടനയില് ഒരു മെമ്പർ അല്ല, പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ ഒരു സംഘടനയിൽ ചേർത്തി വിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ക്ലബ് ഹൗസിലെ സംസാരമൊക്കെ കേട്ട് നിങ്ങൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയില് എന്നെ ഇൻവൈറ്റ് ചെയ്യും. ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഞാൻ തന്നെ ആഡ് ചെയ്തിരുന്നു, അതിൽ ഇൻവൈറ്റ് ചെയ്തിരുന്നു തന്നെ, ഞാനാണ് കൊണ്ടിട്ടത്. അതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. ഐ എം റിയലി സോറി. അപ്പൊ അതുപോലെ ആവുമോ ഈ സംഘടനയും എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു കൃത്യമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഫയാസ് ഞങ്ങൾക്ക് അവിടുന്ന് പോരേണ്ട കാര്യമില്ല. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സംഘടന സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ശരിയാണോ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് ഒരു വിരോധമില്ലല്ലോ, അതിലൊന്നും ഒരു വിരോധമില്ല. അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ പലരും ഞങ്ങൾക്ക് ഓഫറുകൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കണം, പറയണം. അല്ലെങ്കിൽ ഇങ്ങോട്ട് തരാൻ റെഡി ആയി വന്നപ്പോൾ വരെ ഞങ്ങൾ ഇപ്പൊ 10 പൈസയോ അല്ലെങ്കിൽ മറ്റു ഫൈനാൻഷ്യൽ ആയിട്ട് ഒരാളുടെ നിന്നും 10 പൈസ മേടിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ത്രൂ മാത്രമേ മേടിക്കൂ എന്നുള്ളൊരു
ദൃഢ സ്റ്റേജിൽ തന്നെയാണ്. അതുവരെയ്ക്കും ഇപ്പോൾ എന്റെ വാടകയും മറ്റു കാര്യങ്ങളും അത് ഓഫീസ് സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ ഞങ്ങൾക്ക് വലിയൊരു തുക വന്നിട്ടുണ്ട്. അതിന്റെ മേജർ പാർട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ജോസഫാണ്. എല്ലാവരും എടുത്തിട്ടുണ്ട്, പക്ഷെ മേജർ ജോസഫാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് പറയാനൊരു മടിയില്ല. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് എല്ലാവർക്കും ഇപ്പൊ ഈ വക ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരുമ്പോ നെഞ്ഞു വിരിച്ചു നിന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാടുകള്, ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ കണക്ക്, ഞങ്ങളുടെ അക്കൗണ്ട്സ് ഇന്നതാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം. ആരുടെ മുമ്പിലും നമുക്ക് തലകുനിക്കേണ്ട ഒരു ആവശ്യം വരരുത്. ഇത്രയും കാലം ഈ ജീവിതത്തിനുള്ളിൽ ഇത്രയും കാലം അത് വന്നിട്ടില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായ എല്ലാ വിധത്തിലുള്ള നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളിപ്പോ അറ്റ് പ്രസന്റ് ഞങ്ങളാകെ 4 പേരാണ് അതിന്റെ നെടുന്തൂണുകളായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഒരു 7 to 9% ആൾക്കാർ ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇനിയിപ്പോ അത് അവിടെ നിൽക്കട്ടെ. ഇൻസൈൻ എന്തോ പറയാനുണ്ടോ? അല്ല, ഞാനെന്താ അറിയോ, അടുത്ത ആളുകൾക്ക്, കാരണം കുറച്ച് ആൾക്കാർ സംസാരിച്ചിട്ടില്ല, സുചിത്ര സംസാരിച്ചിട്ടില്ല, അപ്പൊ അത് മാക്സ് പെയിൻ സംസാരിച്ചില്ല. അപ്പൊ അവര് സംസാരിച്ചിട്ട് നമുക്ക് വീണ്ടും ഫെമിനിസം ഇതിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാ. സുചിത്ര സംസാരിച്ചു. ഞാൻ ഇത്ര നേരം കേട്ടിരിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാം കുറച്ചൊക്കെ ഇടയ്ക്ക് കേൾക്കാതിരുന്നു. എന്നാലും മൊത്തത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൗരന്മാരെന്നുള്ള നിലയിൽ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അപ്പൊ മാറ്റി പറയുന്ന ഒരു പ്രവണത കൊണ്ട് ഒരുപാട് നമുക്ക് അത് വിശേഷിച്ച് പുരുഷന്മാർക്ക് തന്നെയാണ് ഈ മൊഴി മാറ്റലും ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീകൾ കുറച്ചുകൂടെ അഭിമാനമുള്ളവരായി തീരുക എന്നുള്ളത് തന്നെയാണ്. മുകളിൽ നിന്ന് നമുക്കൊരു സാധനം ഇമ്പോർട്ട് ചെയ്ത് ആൾക്കാരെ അനുസരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ താഴെ നിന്ന് തന്നെ ഓരോ വീടുകൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ആ രീതിയിലുള്ള നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക. കാരണം നിങ്ങൾ കൺസെന്റോടുകൂടി തന്നെ ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുക അവർ. അത് തന്നെയാണ് ആദ്യം വേണ്ടത്. ആ കൺസെന്റോടുകൂടി ചെയ്തു എന്നുള്ള പിന്നെ അത് ആ വാക്ക് മാറ്റുക, വേറൊരാളെ ചതിക്കുക, ഈ തരത്തിലുള്ള ഒരു നിലപാട് സ്ത്രീകൾക്ക് ഒട്ടും ഇതല്ല. കാരണം അവര് ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ലോ ആക്കാനേ അത് ഉപകരിക്കുന്നുള്ളൂ. ആ കാര്യം ഇങ്ങനെ മാറ്റി മാറ്റി പറയണോണ്ട് അവരുടെ തന്നെ അഭിമാനം അല്ലെങ്കിൽ അവരുടെ തന്നെ വാല്യൂ, മാനം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഇല്ലാതെ ആവണത്. അത് മനസ്സിലാക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഒരു കൺസെന്റോട് കൂടിയാണെങ്കിൽ അത് അഭിമാനത്തോടു കൂടി പറയൂ. നിങ്ങള് കൺസെന്റോട് കൂടിയാണ് ഞാൻ പോയത്. അങ്ങനെ പറയാൻ ഇപ്പൊ നല്ല അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് മോശം പറയാൻ പോലും ആൾക്കാർ മടിക്കുന്ന കാലാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ മുന്നില് എല്ലാരും സമൂഹം പോലും ഇപ്പൊ അനുപമയുടെ ഒക്കെ കേസ് നമ്മള് കേട്ടതാണല്ലോ. അനുപമ എന്ന് പറഞ്ഞ ലേഡി ആ കുട്ടിക്ക് വേണ്ടി എന്തോരം ഫൈറ്റ് ചെയ്തു. അപ്പൊ അതിന് പല വശങ്ങളും ഉണ്ട്, ശരിയാണ്. പലതരത്തിലും അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ആ കുട്ടിയുടെ ആ ധൈര്യം, അതായത് അത് അവസാനം വരെ അയാളുടെ എതിരെ ഒരു പീഡനമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള യാതൊരു ആരോപണങ്ങളോ ആ കുട്ടി ഉന്നയിച്ചില്ല എന്നുള്ളതൊരു വലിയ പോയിന്റാണ്. അപ്പൊ അതുപോലെ എന്ന് പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു രീതിയിൽ അത്രയും ധൈര്യം കാണിക്കേണ്ട കാലമായി കഴിഞ്ഞു. കാരണം ഇതിപ്പോ അപ്പപ്പം മാറി മാറി പറഞ്ഞ ഒരാളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, അപ്പം അത് കൺസെന്റോട് കൂടി ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ധൈര്യപൂർവ്വം പറയൂ. അല്ലാതെ അപ്പപ്പം മാറ്റി പറഞ്ഞിട്ട് നമ്മൾ എന്തെന്നാണ് തെളിയിക്കാൻ നോക്കുന്നത്. അല്ലാതെ വെറുതെ കുറച്ച് മുഖം മൂടിയിട്ടിട്ട് ഞാൻ എന്റെ ദേഹം എന്റെ അവകാശം, ശരി ഓക്കെ, നിങ്ങളുടെ ദേഹം നിങ്ങളുടെ അവകാശം തന്നെയാണ്, ഓക്കെ, അതെല്ലായ്പ്പോഴും പറയൂ. അത് മാറ്റി മാറ്റി പറയേണ്ടതല്ല. അത് നിങ്ങളുടെ അവകാശം എപ്പോഴും അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അഭിമാനം ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ സ്ത്രീ ആയതിൽ അഭിമാനിക്കും. ഈ അങ്ങനത്തെ കാലമാണ്, സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾ അഭിമാനിച്ച് തന്നെ മുന്നോട്ട് പൊക്കോളും. അത് തന്നെയാണ് വേണ്ട. അതിന്റെ ഇടയിൽ കുറച്ച് അപകർഷത വരുമ്പോഴാണ് ഈ പ്രശ്നം. അപകർഷത ആവശ്യമില്ല. മാതൃത്വം അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അതിപ്പോ മാതൃത്വം എന്നുള്ളതൊരു പരമമായ സത്യമാണ്. ഞാൻ നാളെ പറഞ്ഞപ്പോ അത് സാബു ആയിരുന്നു തോന്നുന്നു, ഒരാളത് പിതൃത്വം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെന്നാ അത് ഇതല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ഓക്കെ, ഞാൻ തമാശയായിട്ട് എടുത്താൽ മതി അത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് എല്ലായ്പ്പോഴും നിലകൊള്ളൂ. അത് തന്നെയാണ് ആ സ്ത്രീകളുടെയും സമൂഹത്തിന്റെയും ഒരു രാജ്യത്തിന്റെ ഒക്കെ ഉന്നതിക്ക് തന്നെ അതായിട്ട് വരും. അത് പിന്നീട് ഒരു കുറച്ച് ആൾക്കാർ അതിന് ധൈര്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറും. അപ്പൊ അല്ലാതെ അപ്പൊ ഭീരുക്കളായിട്ട് അല്ല ഞാൻ അന്ന് കൺസെന്റ് കൊടുത്തത് പക്ഷെ ഞാൻ മറന്നുപോയി,
അല്ലെങ്കിൽ ഞാൻ അന്ന് മദ്യലഹരിയിലായിരുന്നു. അല്ല, ഞാൻ അന്ന് ഇങ്ങനെ ചില ഭീഷണികൾ, അത് ഒരു പ്രാവശ്യമൊന്നും അല്ല, എത്രയോ പ്രാവശ്യം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേസുകൾ പലരുടെ, അല്ല ഞാൻ ഇങ്ങനെ പേരെടുത്ത് പറയണില്ല, പക്ഷെ ഒരുപാട് കേസുകൾ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് പറയാമല്ലോ. ഇത്രയും പ്രായവും പക്വതയും അല്ലെങ്കിൽ ലോകപരിചയവും സുഹൃത്തുവലയും ഒക്കെ ഉള്ള ആളുകളാണ് ഈ പറയണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ അത് പ്രസന്റ് ചെയ്യാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ കൺസെന്റ് ഇല്ലാതെ ചെയ്തു എന്നുള്ളൊരു ബാലിശമായ ഒരു ഇത് ഉന്നയിച്ചിട്ട് അവരെ ശിക്ഷിക്കാൻ നോക്കുക. അത് ഒരിക്കലും ഒരു സ്ത്രീയുടെ ആവട്ടെ, ഒരു വ്യക്തി, സ്ത്രീ എന്ന് ഞാൻ പറയണില്ല, ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് ചേർന്നതല്ല. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അടുത്തത് ജോസഫ് സംസാരിച്ചു. ഇനി മാക്സ് പെയിനും കൂടിയാണുള്ളത്. മാക്സ് പെയിനും മാക്സ് പെയിൻ അവിടെ ഉണ്ടെങ്കിലും സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ഇതിലേക്ക് പോകാം. മാക്സ് പെയിനും കെയും. മാക്സ് പെയിൻ അവിടെ ഉണ്ടോ? മാക്സ് ഞാനുണ്ട് ഇവിടെ. ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടില്ലോ? സംസാരിക്കും. എനിക്ക് അറിയത്തില്ല, പുരുഷ വിരുദ്ധ നിയമങ്ങളാണോ അതോ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ, സ്ത്രീകളോട് കൂടുതൽ മമതയുള്ള നിയമങ്ങളാണോ എന്നാ. എനിക്ക് തോന്നുന്നു സ്ത്രീകളോട് കൂടുതൽ മമത കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ അതർ ഹാഫ് എന്ന് പറഞ്ഞ പുരുഷന്മാരാണ്. അപ്പൊ അവർക്കൊരു നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് തോന്നാം. പക്ഷെ സത്യത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിയമം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. അത് സ്ത്രീകൾക്ക് വേണ്ടി. ഇപ്പം അതിനൊരു പാരലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തില് പണ്ട് വിവേചന അനുഭവിച്ച കുറച്ച് അവശ്യ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു സെയിം ലോഞ്ചിങ് പാഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറീസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലോ മേക്കേഴ്സ്, അവര് സത്യം പറഞ്ഞാൽ അത് ഇവർക്കെതിരെയുള്ള നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് ഇന്റന്റ് ചെയ്തതല്ല. അവര് ഈ റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലെ അവശ്യ വിഭാഗങ്ങളെ അവരെ സെയിം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനാണ്, ഒരു ഇക്വിറ്റി കൊണ്ടുവരാൻ വേണ്ടി മാത്രം അവർ സ്വീകരിച്ചൊരു മെത്തേഡാണ്. പക്ഷെ അത് ഇവർക്ക് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം പുരുഷന്മാർക്ക് ഈ ലോസ് ഒക്കെ പുരുഷ വിരുദ്ധമായിട്ട് തോന്നുന്നത്. പിന്നെ ഫെമിനിസം എന്ന് ആ പേര് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊരു നെയിമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പാട്രിയാർക്കിക്ക് എതിരെ ഒരു കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ. അപ്പം പാട്രിയാർക്കിയാണ് നോം, സോഷ്യൽ നോം എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കിയാണ്. അപ്പം അതിൽ നിന്ന് മാറാം. ഇപ്പൊ ലീഗൽ സൈഡിൽ നമ്മൾ കുറെ ലോസ് ഉണ്ടാക്കി അത് ഫീമെയിൽസിന് അനുകൂലമാക്കിയപ്പം ലീഗൽ പ്രോബ്ലം നിന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് വിവേചനം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗലി അല്ല, പണ്ട് മുതലേ ലീഗലി അല്ല അവർക്ക് വിവേചനം അനുഭവിച്ചുകൊണ്ടിരുന്നത്, അത് സാമൂഹികപരമായിട്ടാണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് കൊണ്ടുവരേണ്ടത്. കാരണം ഒരു ആവശ്യമില്ലെങ്കിൽ അത് വരത്തില്ല. ആവശ്യമുള്ളത് കൊണ്ടാണ് ആ ഒരു ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സ് വന്നത്. പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ അൽഖ്വയ്ദയും ഒരു ആവശ്യമില്ലാതെ വന്നതാണോ? എന്ന് വെച്ചാൽ അൽഖ്വയ്ദയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫ്ഗാൻ യുദ്ധം, അഫ്ഗാനിസ്ഥാനില് അവരുടെ ഭൂമി അമേരിക്ക തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ടാണ് അഫ്ഗാനികളൊക്കെ കൂടി ഈ തീവ്രവാദവും പരിപാടിയൊക്കെ തുടങ്ങിയത്. എന്ന് വെച്ച് അവരെ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ അതിലൊരു വിഷയം എന്താ വരുന്നത് വെച്ചാല് ഇപ്പൊ ഈ ഫെമിനിസം ആക്ച്വലി ഇപ്പം ഓക്കെ മാക്സ് പെയിന്റെ അഭിപ്രായം അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം എങ്ങനെ വെച്ചാൽ ഫെമിനിസം ആക്ച്വലി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല. കുറെ ആളുകൾ ഇങ്ങനെ പറയുന്നു, എന്നിട്ട് അവര് പറയുന്നു ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഫെമിനിസ്റ്റ് തന്നെ തീവ്രവാദമായ ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പൊ റോട്ടി സോറ ഞാൻ പറയും പിൻ ചെയ്യാം മേലെ. അവിടെ ആ ഓർഗനൈസേഷൻ ഫെമിനിസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാ. ജർമ്മനിയിലല്ലാണ്ട് നമ്മൾ ഇഷ്ടംപോലെ ബോംബിങ്സ് ഒക്കെ നടക്കുക. സോ ഇങ്ങനത്തെ ഒരു ആണുങ്ങളെല്ലാം മോശമാണ്. ഇപ്പൊ ഈ പാട്രിയാർക്കി എന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാനതൊരു ചർച്ചയിലേക്ക് പോകണ്ടല്ലേ ചോദിച്ചിട്ട് ഞാൻ പറയാന്നാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ആണുങ്ങളാണ് മൊത്തം കൈയടക്കി വെച്ചിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്ത ആണുങ്ങളാണ്, സൂയിസൈഡ് കേസ് ആണുങ്ങളാണ്, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് മരണം ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ്.
സ്ത്രീകൾക്കും പ്രശ്നമുണ്ട്, ഇവിടെ ആണുങ്ങൾക്കും പ്രശ്നമുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രമല്ല പ്രശ്നം. അതുപോലെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും താഴ്ച തട്ടിൽ നോക്കിയാൽ ആണുങ്ങളാണ്. ഈ സാനിറ്ററി വർക്ക് അതൊക്കെ ചെയ്യുന്നൊക്കെ ആണുങ്ങളാണ്. അപ്പം ഇതൊരു സിസ്റ്റം ഇങ്ങനെ ഉണ്ടായി വന്നല്ല, അത് ആളുകൾ ചേർന്ന് കൈ കൊടുത്ത് ഉണ്ടാക്കിയല്ല എല്ലാ ആളുകളും. സോ ഈ പെട്രിയാർക്കി പുരുഷാധിപത്യം എന്നങ്ങോട്ട് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. അത് അതിലേക്ക് ചർച്ച പോകേണ്ട പറഞ്ഞതാണ്. സോ ഇങ്ങനെ അപ്പൊ ഓക്കെ, അത് അപ്പൊ ഈ ഫെമിനിസം ആക്ച്വലി അങ്ങനെ ലൈക്ക് ചെയ്തില്ല. അത് തീവ്രമായ ആണുങ്ങളൊക്കെ ഭയങ്കര ഇതാണെന്നുള്ളൊരു അങ്ങനെ വന്നൊരു സംഭവമാണ്. വേറെ കുറെ കാര്യങ്ങൾ വേറെയുണ്ട്, പറയുന്നില്ല ഞാൻ. അപ്പം അങ്ങനെ വന്നൊരു സാധനം എന്തായാലും തീവ്രമാവും. അങ്ങനെ തീവ്രമായ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇപ്പൊ മേലെ പിൻ ചെയ്യാം. ഒരു ബോംബിംഗ് എല്ലാം നടത്തിയ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസ് വരെ ലോകത്തുണ്ട്. സോ ഈ ഒരു ഐഡിയോളജി തീവ്രവാദമാണെന്നാണ് ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സോ ഒരു സെക്കൻഡ്, പുള്ളി നേരത്തെ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു എവിഡൻസും ഇല്ല. ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ സ്ത്രീകളെ കൂടുതൽ പ്രൊട്ടക്ട് ആണ് ചെയ്തിട്ടില്ല, അവരെ അടച്ചമർത്തലൊന്നും അത് കറക്റ്റ് ആണെന്ന് വെച്ചോട്ടെ. എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് മെൻസ് അനുഭവിക്കേണ്ട കാര്യം എന്താണ്? കാരണം ഇപ്പൊ എനിക്കും എന്റെ അനിയത്തിക്കും കിട്ടിയത് മീൻസ് എന്റെ അനിയത്തിക്ക് 50% DNA അച്ഛൻ്റെ 50% അമ്മയുടെ. എനിക്കും അതേപോലെ തന്നെ. സോറി, എനിക്ക് അനിയത്തി ഇല്ല, ഞാൻ ഇമാജിൻ ചെയ്ത് പറഞ്ഞു. എനിക്കുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഫയാസിനും സിസ്റ്ററിനും ഒരേ DNA ആണ് കിട്ടിയത്. ആകെ ഫയാസിന് ഒരു വ്യത്യാസമുള്ള ഒരു Y ക്രോമസോം. ആ Y ക്രോമസോം കിട്ടിയതിന് ഫയാസിന്റെ കുറ്റമല്ലല്ലോ. അപ്പൊ പണ്ടത്തെ ഇതിന് വേണ്ടിട്ട് ഫയാസ് ഇപ്പൊ ആ പറഞ്ഞ പുള്ളിക്കാരൻ ഓക്കെ ഇതെല്ലാം പറഞ്ഞു, ഇതെല്ലാം വന്നിട്ട് ഈ നിയമം പാസ്സായെന്ന് വെച്ചാൽ പുള്ളിക്കാരനെതിരെ ഒരു കേസ് വന്നാല് പുള്ളിക്കാരനെ തെളിയിക്കാൻ പറ്റത്തില്ല. 10 കൊല്ലം എന്തായാലും അകത്ത്. പുള്ളി അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അത് അല്ല, പുള്ളി പറഞ്ഞതിൽ കുറച്ച് ഇല്ലോജിക്കൽ ആർഗ്യുമെന്റ്സ്. ഒന്നാമത്തെ കാര്യം, റിസർവേഷനെ എപ്പോഴും എടുത്തുകൊണ്ടുവന്നിടുന്ന ഒരു സാധനമാണ് ഈ റിസർവേഷൻ. എനിക്ക് ആക്ച്വലി മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഒരു ലോഞ്ചിങ് പാഡ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ലോഞ്ചിങ് പാഡ് സെയിം ആക്കാൻ വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഓൾറെഡി ആ ലോഞ്ചിങ് പാഡിൽ എത്തിയ വ്യക്തികളെ വീണ്ടും കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? പോയിന്റ് നമ്പർ 1. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി റിസർവേഷൻ മുഖാന്തരം കിട്ടുവാണെങ്കിൽ പിന്നെ അയാളുടെ മകനും വീണ്ടും അതേ റിസർവേഷന്റെ മുഖാന്തരം ഗവൺമെന്റ് ജോലി. അപ്പൊ അവർക്ക് ആക്ച്വലി ബാക്കിയുള്ളവരെക്കാളും ലോഞ്ചിങ് പാഡ് എന്നുള്ള പേരിൽ ഈ ഒരു ഇൻഇക്വാലിറ്റി ഇവരുടെ സൈഡിലോട്ട് ചായ്പിക്കുകയല്ലേ ചെയ്യുന്നത്, കൂടുതൽ അവർക്ക് ഫേവറബിൾ ആക്കുക എന്നല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഇത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ അല്ലല്ലോ വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ എനിക്കിപ്പോ കുറച്ച് മെസ്സേജും വന്നായിരുന്നു, ലൈക്ക് നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്നത് എന്നുള്ള ഒരു പച്ചക്കള്ളം. അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ഇമോഷൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. സത്യം, സ്ത്രീകളുടെ ഇമോഷൻസ്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ത്രീകളുടെ ഇമോഷൻസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ത്രീകൾ തന്നെ അവരെ സ്വയം സെൽഫ് ഒബ്ജക്ടിഫൈ ചെയ്ത് ഓൺലി ഫാൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ അവരെന്നെ തുണി കഴിച്ചിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാർക്കറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ ശ്രീദേവ് സോമൻ വന്ന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പുരുഷൻ ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അവന്റെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്ന അതേ വ്യക്തി ഒരു സ്ത്രീ ഒരു ഡൊമസ്റ്റിക് വയലൻസിന് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അവളുടെ ബുദ്ധിമുട്ട്, അവൾ ഇരയാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു എംപതി ഗ്യാപ്പാണ്. ആണിനെയും പെണ്ണിനെയും വേറെ വേറെ തട്ടിലിട്ട് കണ്ട് ആ തട്ടിൽ തന്നെ ഇരുത്തി പ്രേരിപ്പിച്ചിട്ട് ഒരു ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തോട്ട് ബസ് കയറിയിട്ട് കണ്ണൂർ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ ഫെമിനിസത്തിന്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന ആളുകൾ കുറച്ച് ഫെമിനിസത്തിന്റെ ഹിസ്റ്ററി ഒക്കെ യഥാർത്ഥത്തിൽ പഠിച്ചിട്ട് വരിക. കാരണം നിങ്ങൾ ആക്ച്വലി ഹിസ്റ്ററി നോക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ദാരുണമായ കൊലപാതകങ്ങളും കൊള്ളയടിക്കലും കാര്യങ്ങളൊന്നും നിങ്ങൾ UK-യിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി റിസർച്ച് സെന്ററിലോ പോയിട്ട് അവിടുത്തെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ല, അതൊരിക്കലും കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇപ്പൊ യഥാർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ ലൈക് ബൈ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള ഇന്ത്യ രാജ്യത്തെക്കാളും കൂടുതൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇപ്പോൾ ഉള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന കൺട്രിയിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അതും പോട്ടെ, എനിക്ക് ആക്ച്വലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായാൽ പോലും നമുക്കറിയാം ഹിറ്റ്ലർ ഇത്ര പേരെ കൊന്നു, മുസോളിനി ഇത്ര പേരെ കൊന്നു എന്നൊക്കെ നമുക്ക് അറിയുന്ന നമുക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി 100
മില്യൺ ആൾക്കാരെ കൊന്നു എന്നുള്ള സത്യം ഇനിയും മനസ്സിലാക്കാൻ പറ്റില്ല, ഇനിയും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമുക്കൊക്കെ ഒരു പെർസെപ്ഷൻ തന്നിട്ടുണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജി ഇത്രയും സൂപ്പർ ആണ്, അത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ നല്ലത് എന്നൊരു സാധനം പോർട്രേ ചെയ്തിട്ട് അതെന്ത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും അത് സാഹചര്യവശാൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ, അത് തന്നെയാണ് വുമന്റെ കാര്യത്തിൽ നടക്കുന്നത്. ഒരു സ്ത്രീ പുണ്യവതിയാണ് അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം പുണ്യവതികളാണ് എന്നൊരു പെർസെപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അവരെന്ത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡിപ്രഷന്റെ ഭാഗമാവാം, അല്ലെങ്കിൽ അവൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചത് കൊണ്ടാവാം. ഇങ്ങനെ ഒരു സാധനമാണ്. ഈ സാധനം തന്നെയാണ് ഫെമിനിസം മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി ഫെമിനിസത്തിന്റെ ഉത്ഭവം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുന്നത് സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാൻ വേണ്ടി സഫറേജ് മൂവ്മെന്റ് നടത്തി എന്ന് പറയുന്ന ആദ്യത്തെ പച്ചക്കള്ളം. അന്ന് സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടി നടന്നത്. ഇതിന്റെ യഥാർത്ഥ ഹിസ്റ്ററി അല്ലാണ്ട് ഫെമിനിസ്റ്റ് മാഗസീനുകളും സിമോൺ ഡി ബോയോവറെ പോലുള്ള ആളുകൾ ഇതിന്റെ പുസ്തകങ്ങൾ മാത്രം വായിച്ച് അതിൽ മാത്രം ജെൻഡർ സ്റ്റഡീസിൽ ഗ്രാജുവേറ്റ് ആയ ആളുകൾ പറയുന്നതല്ല. ബാക്കി ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സാധനം കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഇത് പറയുന്ന യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സ്ത്രീകൾക്കും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. ടാക്സ് അടയ്ക്കുന്ന പുരുഷനും ടാക്സ് അടയ്ക്കുന്ന സ്ത്രീകളും. അതിൽ അന്ന് ഈ പറയുന്ന പോലെ ജെൻഡറോ കാസ്റ്റോ അല്ലെങ്കിൽ കളറോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കറുത്ത വർഗ്ഗക്കാരായ അമേരിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരായ ടാക്സ് അടയ്ക്കുന്ന പുരുഷന്മാർക്ക് വരെ അന്ന് കാലത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഇറങ്ങിയിട്ട് അവർക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ബ്ലാക്സ് ആയിട്ടുള്ള പുരുഷന്മാരെക്കാളും കൂടുതൽ പ്രിവിലേജ് വേണമെന്നും പറഞ്ഞിട്ട് ടാക്സ് അടയ്ക്കാത്ത വൈറ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് വേണമെന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ഈ സഫ്രേജ് മൂവ്മെന്റ്. ഈ സഫ്രേജ് ഈ ഫെമിനിസ്റ്റുകൾ പറയുന്ന ടെററിസം ആണെന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും ഡിനൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പുരുഷന്മാരെ ഈ സാധാരണ ടെററിസ്റ്റുകളെ പോലെ ഞങ്ങൾ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അന്ന് അത് ഏറ്റവും വലിയ പച്ചക്കള്ളമാണ്. ഗൂഗിൾ എടുത്തിട്ട് എമിലിയ പാങ്ക്രസ്റ്റ് എന്നൊരു ഒരാളുടെ പേരടിച്ചു കഴിഞ്ഞാൽ അവര് നടത്തിയ ലെറ്റർ ബോംബിങ്, കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ലെറ്റർ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നോട്ടീസ്. അത് ടെററിസ്റ്റ് ഗ്രൂപ്പ്, ഫെമിനിസ്റ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പ്. കൊച്ചു കുട്ടികളെ വരെ കൊന്നിട്ടുണ്ട്. അതൊന്ന് കാണേണ്ടതാട്ടോ ലിങ്ക് ഇദ്ദേഹത്തിന്റെ. ഞാൻ ആദ്യമായിട്ട് ഒരു അറിവാണ് അത്. വെസ്റ്റ് ജർമ്മൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അല്ല, ഇതില് നിങ്ങളാരും അറിയാത്തൊരു കഥയും കൂടെ ഉണ്ട്. പല കളവുകളും ഇവര് പറഞ്ഞ് സത്യം പറഞ്ഞ് ലൈക്ക് എന്താ ഇവര് ഫണ്ട് ചെയ്തത് ടൊബാക്കോ ഹിറ്റ്ലർ പറയുന്നത് ബിഗ് ലൈ, ഒരു നോണം വീണ്ടും 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 പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉള്ള ആൾക്കാർ ഹൗ ഫെമിനിസം ചീറ്റഡ് ബ്ലാക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ കിട്ടും. പക്ഷെ അതിനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയത്. കാരണം ഇങ്ങനെയെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കട്ടെ. അല്ലാതെ ആളുകൾ സ്വയമായിട്ട് ഈ സാധനം ഒന്നും തെരഞ്ഞു പോകത്തില്ലെന്ന് എനിക്കറിയാം. ശരി, എന്തെങ്കിലുമൊക്കെ കാര്യം കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് അറിയുന്ന ആൾക്കാരെങ്കിലും അറിയട്ടെ എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് വേവ് ഫെമിനിസം ആയാലും ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറയുന്ന ഇപ്പൊ ഇറങ്ങിയ ഒരു മണ്ണാൻ കണ്ട സാധനം. ഇതെങ്ങനെയാണെന്നറിയാം, ഇതിന് ഓരോന്നിനും ഫണ്ടേഴ്സ് ഉണ്ട്. ഫണ്ടേഴ്സ് വേറെ ഉണ്ട്. ടോർച്ച് ലൈറ്റ് ഓഫ് ഫ്രീഡം എന്ന മൂവ്മെന്റ് അവര് തന്നെ തിരികൊളുത്തിയാണ്. ടൊബാക്കോ കമ്പനി മലയാളത്തിലുള്ള ചാനൽസിന്റെ അന്ന് മെൻസ് മാത്രമേ സിഗരറ്റ് വലിക്കുള്ളായിരുന്നു. അപ്പൊ ഈ ടൊബാക്കോ കമ്പനീസ് ചെയ്തതെന്ന് വെച്ചാല് അവരുടെ പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇവര് ഈ ഫെമിനിസത്തിനെ പ്രൊമോട്ട് ചെയ്തു ഫസ്റ്റ് വേവ്. എന്നിട്ട് അപ്പൊ ഈ ടോർച്ച് ലൈറ്റ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ടാക്കി. ആ മൂവ്മെന്റ് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഒറ്റ വർഷം കൊണ്ട് 30% ആണ് സ്ത്രീകളുടെ പുകവലി ഇൻക്രീസ് ചെയ്തത്. അതേപോലെ സെക്കൻഡ് വേവിലും കുറെ പേര് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു കളിയാണ് മറ്റേ കാർബോഹൈഡ്രേറ്റ് ഹെൽത്തി ആണെന്ന് പറഞ്ഞ് വേറൊരു ടീമുകൾ ഇപ്പൊ ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുണ്ട്. മെസ്സേജ് വന്നുകൊണ്ട് പറയാണ്. അനന്തു പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഉള്ള one second, let me complete the entire thing, because if I was interrupting because you're actually discussing a story that's long. It's the suffragette story. Okay, go ahead. But still, I want people to understand the actual fact. സോ ഈ പറയുന്ന ഇപ്പോൾ ഉള്ള ഇന്റർസെക്ഷണൽ ഫെമിനിസം പോലും മേക്കപ്പ് കമ്പനീസിന്റെ ഒരു ഉടായിപ്പാണ്. ഈ LGBT പ്രൈഡ് എന്നൊക്കെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആക്ച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു. അതിൽ നിന്നും ഒരു ഷുഗർ ലോബിയും കൂടെ ഉണ്ട് കേട്ടോ. ഷുഗർ ലോബിയും കൂടെ ഉണ്ട്. ഫാറ്റ് അക്സെപ്റ്റൻസ്, വീഗൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. അതുണ്ട്. ഇത് ലൈക് മെഡിക്കൽ ലോബി ഉണ്ട്. ലൈക് LGBT കൂടെ മെയിൻ ആയിട്ട് ഇന്റർസെക്ഷണൽ LGBT കൂടെ മെയിൻ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന മേക്കപ്പ് ലോബിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം ഈ ആമ്പിള്ളേർക്ക് മേക്കപ്പ് ഇടാം, അങ്ങനെയാണ് നിങ്ങളുടെ ജെൻഡർ ഇത്രയാണെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മേക്കപ്പ് ട്രെൻഡ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദെൻ ഓൾസോ വൺ മോർ തിങ്, ഇന്റർസെക്ഷണൽ ഫെമിനിസം പറയുന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് തകർക്കാനുള്ള ഏറ്റവും സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് വരുമാനമുള്ള ലൈക്ക് ഒരു ബിസിനസ് ഓണർ ആയ ലെസ്ബിയൻ ആയ ഒരു സ്ത്രീ ആണോ ഏറ്റവും ഒപ്രസ്ഡ്, അതോ പിച്ചക്കാരനായ ഒരു വെളുത്ത വർഗക്കാരനായ ഒരു പുരുഷനാണോ ഏറ്റവും ഒപ്രസ്ഡ് എന്നൊരൊറ്റ ചോദ്യം മതി.
കാരണം ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിൽ പറയുന്നത് ലെസ്ബിയനായ കറുത്ത വർഗ്ഗക്കാരായ മുസ്ലിം സ്ത്രീകളാണ് ലോകത്ത് ഏറ്റവും അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഒരു പ്രശ്നമില്ലാത്തത് വൈറ്റ് ആയിട്ട് വെളുത്തിട്ടുള്ള ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പുരുഷന്മാർക്ക് എന്നുള്ളതാണ്. പിന്നെ വേറൊരു സംശയം കൂടി ഇവിടെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചതുകൊണ്ട് ഞാനത് ക്ലാരിഫൈ ചെയ്യാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ച സമയത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അത് ബേസിക് ഹിസ്റ്ററിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി രൂപീകരിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടെടുപ്പിൽ പോലും സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി അതിന് മുമ്പുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷ് റൂളിലായിരുന്ന സമയത്ത് ഓരോരോ പ്രൊവിൻസുകളായി തരംതിരിച്ചിട്ടായിരുന്നു. മെഡ്രാസ് പ്രൊവിൻസ്, പഞ്ചാബ് പ്രൊവിൻസ്, അങ്ങനെയുള്ള പ്രൊവിൻസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട്, ഈ 18ലാണ് ഈ ഫസ്റ്റ് വേവ് ഫെമിനിസം വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ ജർമ്മനി ഇവിടെയൊക്കെ വോട്ടിംഗ് റൈറ്റ്സ് മൂവ്മെന്റിന് ഇവര് സംഘടന ഫെമിനിസം വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ്. ആ സമയത്തും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇവിടെ ഭരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. ആ സമയത്തും ഇവിടെ ഉള്ള സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് രാജകാലഘട്ടമാണ്. ആ കാലഘട്ടത്ത് വോട്ടിംഗ് എന്ന് പറയുന്ന സംഗതി പോലും ഇല്ല. പിന്നെ അവിടെ എങ്ങനെയാണ് ആർക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പിന്നെ ഇവർ പറയുന്ന വേറൊരു സ്റ്റാൻഡേർഡും കൂടിയുണ്ട്. ഫ്രഞ്ച് മൊണാർക്കിൽ നിന്നാണ് ഫെമിനിസം ഉത്ഭവം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്തെ ഫ്രഞ്ച് റവല്യൂഷനെ ഫെമിനിസമായിട്ട് ഘടിപ്പിച്ച് ഇതാണ് ആദ്യത്തെ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഫെമിനിസം എന്ന് പറയുന്ന ടേം മിസ്റ്റർ ചാൾസ് ഫോറിയർ ഇതുണ്ടാക്കിയത് പോലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. സ്ത്രീപക്ഷവാദികളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ടാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം തന്നെ ചാൾസ് ഫോറിയർ ഉണ്ടാക്കിയത്. ബട്ട് റൈറ്റ് നൗ അതിനെ എങ്ങനെ വളച്ചൊടിച്ച് തരംതിരിച്ച് ജെൻഡർ ഇസ് നോൺ ബൈനറി, ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സാധനം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഈ ഐഡിയോളജി സിമോൺ ഡി ബയോവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രൊപ്പഗാൻഡയാണ്. ആ ബുക്കിന്റെ പേര്, ആ ബുക്കിൽ എഴുതി സെക്കൻഡ് സെക്സ് എന്നാണ്. ആ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരിക്കലും ജനിക്കുന്നില്ല, സമൂഹമാണ് അവളെ സ്ത്രീ ആക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഇതാക്കിയിട്ടാണ് ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്നൊരു സാധനം പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം എന്നൊക്കെ പറയുന്നത് വലേരി സോലസ് എന്ന് പറയുന്ന ഒരു പക്കാ പുരുഷ വിരോധിയുടെ ആശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അവര് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ലൈക് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പുരുഷന്മാരെ മൊത്തം കൊന്നു കളഞ്ഞ്, ലൈക് മൊത്തമല്ല 10% നിലനിർത്തി ബാക്കിയുള്ളവരെ എല്ലാരും കൊന്നു കളഞ്ഞാലാണ് ലോകം കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുള്ളൂ. കയ്യിൽ ഗൂഗിൾ ഉള്ളവർ അടിച്ചു നോക്കാം, ഞാൻ പറയുന്നല്ല. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയുടെ ഐഡിയോളജിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതിനവര് പറയുന്നത് മെന്ന് ചെയ്യുന്ന കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ച് മെന്നിന്റെ കാര്യങ്ങളൊക്കെ സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മെൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനും ഓൺലി ഫോർ വുമൻ പ്ലഷർ ഒരു 10% ഓഫ് ദ പോപ്പുലേഷൻ നമുക്ക് പുരുഷന്മാരെ കീപ്പ് ചെയ്യാം, ഓൺലി ഫോർ സെക്ഷൽ പ്ലഷർ. ഇത് വലേരി സോലസിന്റെ ഡയലോഗാണ്. ആ ജെൻഡർ ന്യൂട്രാലിറ്റിയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ. ദിസ് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ് പ്രൊപ്പഗാൻഡ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ പറഞ്ഞ അതേ ആശയങ്ങളും അതേ കാര്യങ്ങളാണ് ഇന്നിവിടെ അതേപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. തുല്യത, there is already equality over here with every single fucking law here in this country and you have more and you want to punish us more with this marital rape and all those shits. This is ridiculous, absolutely ridiculous. ഇപ്പൊ നിങ്ങൾ പേട്രിയാർക്കി എന്നൊക്കെ പറയുമ്പോ ഈ പേട്രിയാർക്കി എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ സംശയമുള്ളൂ, ഈ ആണുങ്ങൾക്കാണ് ഏറ്റവും സുഖം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് പേട്രിയാർക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ കൊണ്ടുവരുന്ന ഫെമിനിസം എന്ന് പറയുന്ന ഈ സാധനം ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. അന്നേ ഒക്കത്തിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവും ആണുങ്ങൾ. അതൊന്നും അല്ലാത്തത് കൊണ്ടാണ് യു സ്റ്റിൽ ഹാവ് ദിസ് മിസാൻഡ്രിസ്റ്റിക് ഐഡിയോളജി ഗോയിങ് അറൗണ്ട് റൈറ്റ് ഹിയർ. സീരിയസ്ലി. ടൈറ്റാനിക്കിന്റെ കഥ അത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്, അതാണോ പേട്രിയാർക്കി? Guys, hi Faz, can I come in please? Yeah. I have to leave. One last thing. First of all, Faz, I love how patiently you explain things to them. We don't have equality. I just heard you say we have equality. As a matter of fact, you have more. It's actually not equality if they have more. Yeah, exactly.
Okay, anyway, so just before I go, I just wanted to disperse this information to you because I'm quite tired. I wanted to leave. Um, um, let me. So, Faz, you had just put up a link for victim compensation scheme that is being abused, Delhi High Court. Can you put that up again? I just want to see that it's the same thing, and I don't want to repeat it. Well, if you want, I could like explain that because I think I was on. I mean, Chairwai link undo. ഞാനല്ല ഇട്ടത്. Well, Okay, I got that one. Hold on one moment. I'm checking that. Well, the single biggest issue with that link, we do have a lot of gynos and laws around here which are being abused. Yeah. Sorry, the one you shared is actually exactly the same. Did you guys read it in full and explained it to them, like especially? Well, if you want, I would do that. I was waiting for my chance. If Mick wants to do that, you may go ahead with that. Oh, okay, no, I would leave it to you then. Okay. Second thing I wanted to show was, I don't know if I've covered this before. Give me a second. There we go. Okay. Not sure if I mentioned this before. This is a one major flaw in another flaw in criminal justice system of India is that they don't protect the accused in crime, and this is the EEOC guidelines for employers in U.S. And if you open this, EEOC is basically Equal Employment Opportunity Commission, and all employers have to abide by the policy and guidelines for no discrimination, etc. Right, and then FCRA guidelines as well. Numeral point number 5: disparate impact discrimination and criminal records. Okay, that part. And then from there go to one moment. Yeah, go to point A. So Roman numeral 5, point A. Determining policies and practices, screening individuals based on records and criminal conduct. And then after that, go to arrest. Arrest is in B. So Roman numeral 5B, point number 2, arrests. Basically what this means is that any person who is arrested and going through a trial or a case cannot be discriminated against in the employment, cannot be removed from a job, right? Let me add one more link to further make my point very clear. One moment. This is one of the companies that does, this is just one of the vendors. So when we are employers, right, hiring, we hire vendors that do background checks for us in US. And then the people are hired. Now, you look at the policies, they have to abide by the EEOC. They declare that here. And if you go to headline, state and local laws apply, and then next to it, FCRA compliance requirement, right? And it says over there, one moment. Okay. I want to make sure I'm right here. Okay, so the headline, state and local laws apply. First of all, 10 states have passed laws which prohibit certain employers from running credit reports at all. 10 states don't even allow the reports to be run. And then, most importantly, look at the last line in that, state and local laws apply. The last line. It says that due to the complex nature of laws that limit the use of credit history in employment decisions, meaning that these vendors that do the background checks, they have to comply with the FCRA guidelines,
which make sure that at least in 10 states they're not allowed at all, and in others that they limit the amount of information they can provide to employers. That means that they have to go back to those EEOC guidelines, which make sure that you cannot discriminate against people who are arrested or going through criminal cases who haven't been convicted. If they haven't been convicted, they have to be hired. Now, this is the most final important point. Right next to that, below state and local laws apply, look at FCRA compliance requirements. It says results, and results means, and it describes that there, that if the result has come out, and if you're deciding after that as an employer, one moment. Yeah, so when a background check report has been submitted to the employer, and after that, if they're deciding to fire the employee, they have to give him the report that was given and the reason for firing or not hiring him. And if it turns out to be violating the EEOC guidelines, which means you're firing him or not hiring him on the basis of, the arrests or pending criminal cases, that means your company is going to be sued. So U.S. protects all of the people that are accused, arrested, or being tried and haven't been convicted. As a matter of fact, it even goes further. In all U.S. states, any people convicted 7 years ago, right? You're only allowed to access criminal records up to about 7 years ago. Anybody who was convicted before 7 years, you will not get the reports for them. So that means that somebody who's going through trial or arrested has to be hired. Otherwise, the company would be sued. Completely different standards in India. If you have spent time in jail for even 24 to 48 hours, even a government employee can be suspended from a job. And there is no protection. And for the companies, it is advised to check all the criminal records are provided to them from arrest to the court pending cases, and it's advised to them that they fire these employees. So the fact that women register these cases, they end up being blackmailed. They get removed from their job. It's a hyena's den that they're being thrown into. And this is the biggest flaw in the criminal justice system, that is exploiting men. I wanted to bring that. I'm not sure if it ever comes up. So that's it. I think the Delhi court judgment, somebody else will cover it. You guys know about that. Am I still here? Can you hear me? Yeah. Okay. I was just dispersing it for you guys because I know you guys do this a lot and you would give it to other people, right? And then finally, Faz, you were talking about intersectionalism. I want to throw one point at you if you haven't thought about it yet. Intersectionalism contradicts itself because intersectionalism says that it's basically the underprivileged class will get together and others will be excluded. So if it's the underprivileged that are supposed to be included and privileged are supposed to be excluded, then what is women doing in there? because women are the most powerful, most privileged platinum gender of India, right? And if intersectional doesn't include men, the oppressed class, then intersectional is self-contradictory, because intersectionalism is acknowledging that women are privileged, and that's why there is a need for intersectionalism, because all women, they say that themselves, right? All women do not need to be represented. The cishet women, urban women, they have all the rights. So they now need to focus at race, etc., of women that cannot access it. All women do not need to be considered. They say that themselves. So, but they need to get LGBTQ and other people, but they exclude men, the oppressed class, and that's just self-contradictory. How can you have more privileged gender in there? That contradicts intersectionalism. And then intersectionalism, not to say that intersectionalism is, by the way, anyway, a virus to the society, because it alienates and completely dismisses dismisses and doesn't acknowledge the privileged class. Like privileged class can be privileged, but everybody has some issues. The fact that it completely alienates, it's called psychological abuse. Using your social inequities
to dismiss the other person's experiences. For example, somebody who's disabled will say, your experiences don't matter to me because look at me, I don't even have feet. Well, just because you don't have feet doesn't mean that the fully able person is perfect. He has his issues. Yours might be bigger, but he has it too. Denying them the right to be heard is called psychological abuse. So privileged class might be a little more privileged, but they still have their issues. The fact that intersectionalism wages a war on them is actually hostile. It makes them a hate group. It relies on that ideology of Ronald Reagan, where he said that if there were aliens invading the earth as human beings, we would forget our differences between races and country. We will all get together to fight these aliens. We will forget our differences. And that's what intersectionalism is relying on, that we will forget our differences, we will all get together and target this one alienated group. Except the only difference is that they're not aliens, they're human beings who are living with us, so they're willing to make human right violations by alienating a certain section of the society and waging a war on them and uniting others on top of it at the cost of it. That's all I wanted to say, but thank you guys. Mike, can I ask you a question? These intersectional feminists always claim that white men are the most privileged ones. But when we check the data of US, that means the most earning people in the US are, I think, Indian Americans are the most successful people in America. And even the Indian American women overcome the American male whites in terms of yearly income and other stuff. So even Chinese woman is nearly somewhat similar to the earnings of US white male. So I think instead of I think here main victim is white male. I think so Indians are dominating them almost. Yeah, so that just tells us that they're liars. They're injecting lies into the system, and they're actually a hate group that spreads propaganda. It's not true to itself either. Yeah, so great point. Thank you. But Mike, even if intersectional, yeah. Okay, Mike. I'm basically I'm a student. I do trading and all. Means I'm a stock trader. I'm currently studying stock trading and all, and I'm in this field for almost more than 5 years. So it's very difficult because my accuracy is nearly 45 to 50% is my accuracy. So these intersectional feminists are always saying that single moms are the best one in the world, and they will change the world and all. So by fact checking the US data, we can identify that most of the criminals, US compared to India, US is a developed country. I have. Sorry, I got you. I will complete you on that. Okay, in US the most criminals are. By checking the present data and all, the most by checking all criminals, most of them are raised by single parents, so that means single moms, and most drug abuse ones are single parents, and most teen pregnancies are caused by single parents. So I think if I got in trading, if I got that 85 edge, I will be millionaire within 1 month. I have to say that. Okay, that means statistically we can say that they 85% accuracy means it's a high accuracy. I can own the world from that accuracy if I get. So by proclaiming single mom, that's the main that's a social boom to our society. Well, Yes. what Can I Anandu literally wait before you go? Can I 1 second? I want to validate his point. Not just single parent. 83% of child custody in U.S. is controlled by women. So, by the way, please give this answer to the Delhi High Court, who's asking, have these 50 countries got it wrong? Let them know that the 40% of children are growing up without, cohabiting, without cohabiting families, right? Check this number. It's 40% or maybe definitely upwards.
and it's increasing the crime rate. Now, if you look at this, a study from ojp.gov, it's extremely lengthy, but and I don't know where it was in the paragraph, but I will read you the direct quote because I copy pasted it. And so just press Control plus F to find it. It says to gauge the extent to which father absence matters for violent offending, a 1% increase in community's level of father absence multiplies female violence by between 8 and 11%. A 1% increase in community's level of father absence multiplies male violence between 6 and 13%. So a community that has high father absence, about 20%, about 20%, 1 SD above the mean, can expect to have 40 to 44% higher female violence rate and between 30 to 85% higher male violence rate than a community with average father absence, about 15%. And I'm sure that you will find a lot more data here other than the I forgot paragraph. to add that in black you will find community, 60, more than 60% of marriage ends in divorce, and that's the American community where the most of single moms are present, and unfortunately most prisoners and murderers, the rapists, and most of them are from black community. I think so. In order to overcome that, the government must take sufficient action first to avoid single parenting, because that's the main root cause. Yeah, agree. So what if this 50% suppose 50% of Indian marriages result in divorce? So by considering all the socio-economical factors, so what will be our place? What will be what? Imagine how much effect it was in our society, because all these poverty and all our number of criminals in our society will be in huge number. It will be, and that's something that needs the answer that needs to be given to the Delhi High Court, who is asking, have these 50 countries gotten it wrong? Yes, sir, it has gotten it wrong, and they are admitting it. Now, here's the thing. Just like women's rights organization and NGOs, they say that institution of family is destructive to women's rights, meaning it calls an assault on women's rights. So institution of marriage needs to be broken to support their rights, right? So they want to break it. Now, fine. If you decided that, you decided that because looks like nobody's asking us, so fine. But then at this point, the only reason that the divorce rate is not high in India is because while women's rights have been given to them at the cost of choosing to break down a marriage, they are being held together by assaulting the rights of men, which I was earlier talking about. The alimony and maintenance, treating them like cash cows, exploiting them, stealing their lunches, turning them into slaves. We are the ones holding it together, because women go, if you're not happy, it's our body, our choice. If we don't want to live with our body, our choice, we walk out. Well, we don't have that choice to walk out. When we want to walk out, we have to pay the price of our lives. We have to pay for our freedom like slaves. So we don't have that choice. That's what's holding this marriage institution together, and it's toxic and abusive towards men. Now, finally, here's what I want to say. If women are selfish and arrogant to the point that they care about themselves more than the institution of marriage, then we need to be equally selfish. We cannot allow ourselves to be abused just to hold this institution together. If we're gonna be abused, we want women to take equal responsibility on that. But if they're not, they're being selfish, we need to hold our safety to the equal standards. We cannot be enslaved like this. So marriages are probably gonna break because women have given up on us, and so we need to give up on them. But the one thing that needs to be fought for is equal child custody. Because reducing men to the point that they're sperm donors and depriving them of father rights is not fair. Even in US, it needs to be 50-50, and India is just worse. Like, they're not even willing to give 2 child custody cases to men out of 100.
So yeah, I don't No, remember in what else US to. and all shared parenting is available, but in our India there is no shared parenting. I think means there is no mandatory shared parenting like that stuff. Yeah. Court will usually But go for favor of women. okay, like it's already time like 12, so it's only going to 12:30 then. So might just complete fast so that No, I completed. You we guys can can go conclude. forward. And thank you guys. I appreciate it. അങ്ങനെയാണെങ്കിൽ ഷെയർ ബാഗ് ഒന്ന് പിങ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ? Mike, if you have the data, you can just ping it out. Sorry, pin that on. Yeah. Sorry, which one? Well, I have. Insan is referring to the, Central Compensation Scheme. Well, Insan ഞാൻ സെൻഡ് ചെയ്തായിരുന്നു ഒന്ന്. Okay, so ഏകദേശം 12 മണിക്ക് നിർത്താൻ വിചാരിച്ചു, 12:30 സോ ഇവിടെ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഈ പുരുഷ വിരുദ്ധ ഇങ്ങനത്തെ നിയമങ്ങൾ നമ്മളൊരു സൊസൈറ്റി മുന്നോട്ട് പോകുമ്പോൾ ആണും പെണ്ണിനും ഒരുപോലെ ആയിരിക്കണം ഈ നീതി വരുന്നത്. സോ ഒരു 1950, 60 ഒക്കെ ആകുമ്പോൾ പിന്നെയും അറ്റ്ലീസ്റ്റ് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കും. ഈ 2022 ഇത്രയും. Sorry to interrupt you. Are you talking about the that judgment thing, and you want me to ping it up there? Well, he was already saying, I think he would ping it up himself. Yeah, so Delhi High Court one. That's the one you're asking for, right? The Central Compensation Scheme. I've already sent it to Insane. Let him complete. You'll do it. Okay, fine. Go ahead. Sorry about that. Okay, I already sent to me. So I'll pin it. Okay. So ഇതാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണുള്ളത്. അപ്പൊ ഇങ്ങനെ ഓൾറെഡി ഇത്രയും നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിയമത്തിൽ തന്നെ ഇപ്പം പല നിയമങ്ങളും ഒരു പുരുഷന് ഫയൽ ചെയ്യാൻ പറ്റില്ല, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ നിയമങ്ങൾ തന്നെ ഇതിൽ ഏകദേശം പകുതിയിൽ മേലെ മിസ്യൂസ് ചെയ്യുന്ന കേസുകൾ വരുമ്പോൾ കൂടുതൽ നിയമം വരും. ഇപ്പൊ മാരിറ്റൽ റേപ്പിന്റെ നിയമം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൽ ഈ ഫെമിനിസത്തിന്റെ പ്രശ്നം വരുന്നത്, ഫെമിനിസം ആണ് ആക്ച്വലി ഒരു ടൈമിൽ ഇവിടെ എന്താ പറയാ ഒരേ സമയം ഇവിടെ ലൈക്ക് ഇങ്ങനെ വിരുദ്ധമായ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കും. വേറെ സ്ഥലത്തൂടെ ഈ തീവ്രമായ ഐഡിയോളജി ലൈക്ക് ആളുകളെ കൂടുതൽ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. മീൻസ് ഒരു ആണുങ്ങൾ മൊത്തൊരു എന്താ പറയാ ഏലിയൻസ് ആണ്, അല്ലെങ്കിൽ അവരെന്തോ വന്ന് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്ന രീതിയിൽ അവർ മാറ്റുന്നു. അവരുടെ നിലപാടുകളും പല അവസരങ്ങളിലും ഇതുപോലെ തന്നെ വരുന്നത്. ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ഒരേപോലെ ആക്കിയാൽ നോക്കി ഇവർ തന്നെയാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻസ് കറക്റ്റ് ആയിട്ട് ലൈക്ക് വെറുതെ ഇങ്ങനെ ആൾക്കൂട്ടമല്ല, കൃത്യമായ ഓർഗനൈസേഷൻസ്. ഇപ്പൊ ഈ ജനറൽ നോട്ടർ റേപ്പിലോ വന്നപ്പോൾ ജഗോരി, സഹേലി, നിരന്തർ, മഹിളാ മോർച്ച, വുമൻസ് ലോയേഴ്സ് കളക്റ്റീവ്, വേറെ ലൈക്ക് ഇൻഡോറിലുള്ള മഹിളാ മോർച്ച, അങ്ങനെ പല ഓർഗനൈസേഷൻസ് 15ഓളം ഓർഗനൈസേഷൻസ് നടന്നാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഫെമിനിസത്തിന് ഐഡിയോളജി ഉണ്ടാകുന്ന ഒരു ടോക്സിക്, പിന്നെ ഇങ്ങനത്തെ നിയമങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് ആക്ച്വലി ഇവിടെ പറഞ്ഞിരുന്നത്. അതിൽ ഈ ഫാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഫാസ് അവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ. പിന്നെ ഇനിയിപ്പോ വേറൊരു കാര്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്കും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. അവരോടൊരു ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് മാറ്റിയിട്ട് വനിതാ വകുപ്പ് വേറെ ശിശുക്ഷേമ വകുപ്പ് വേറെ ആക്കി തരാൻ ഒന്ന് ദയ കാണിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവരെ ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ട ഒരു സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതെ, കുട്ടികളെ കൊല്ലാനൊക്കെയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പേര് വനിതാ ശിശുക്ഷേമ വകുപ്പ്. അങ്ങനെയാണല്ലോ, ഇത് കഷ്ടമാണ്. അതൊന്ന് മാറ്റിത്തരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്തു തരണം. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കൊല്ലാനുള്ള ഇതും അതിനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാനൊക്കെയാണ് ഈ പേജ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അല്ല, അവരടുത്ത് ഒത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സിംഗിൾ പാരന്റിങ് അവോയ്ഡ് ചെയ്തിട്ട് കോർട്ട് ഇടപെട്ടിട്ട് ഒരു ഷെയർഡ് പാരന്റിങ് കൊണ്ടുവരണം. കാരണം സിംഗിൾ അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ സിംഗിൾ പാരന്റിംഗിൽ ആക്ച്വലി ഇവിടെ വരുന്നത് ഈ സിംഗിൾ പാരന്റിങ് ഇതിൽ 2-3 ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ചിലർ ചോദിക്കാൻ വന്നപ്പോ ഡിവോഴ്സ് എന്താ പറ്റില്ല ചോദിക്കും. ഈ ഡിവോഴ്സ് പറ്റില്ല എന്നല്ല പറയുന്നത്. ഇവിടെ ആക്ച്വലി ഒരു സൈഡിലൂടെ ഡിവോഴ്സിനെ പ്രൊമോഷൻ നടത്തുക, ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷേ ഒരു അബ്യൂസീവ് ആയ റിലേഷനിൽ നിന്ന് ഇപ്പൊ ഒരാൾ ഡിവോഴ്സ് നമുക്കിവിടെ ലോ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. ഡിവോഴ്സ് എടുക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു അബ്യൂസീവ് ആയത് എങ്ങനെ വേണമെങ്കിൽ ആവാം, ആണ് പെട്ടെന്നോ പെണ്ണാണെന്നോ എങ്ങനെ വേണമെങ്കിൽ ഉള്ളതാവാം. പക്ഷെ ഇതല്ലാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചെറിയ വിഷയങ്ങൾക്ക് തന്നെ ഡിവോഴ്സ് വരുന്നുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സിംഗിൾ പാരന്റിങ്, സിംഗിൾ മദർ ആവാം, സിംഗിൾ ഫാദർ ആവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. സിംഗിൾ മദർ വരുമ്പോഴാണ് ആക്ച്വലി ആണുങ്ങൾക്ക് ഇഷ്യൂ വരുന്നത്. സിംഗിൾ മദറും സിംഗിൾ ഫാദറും ആവുമ്പോൾ രണ്ട് രീതിയിലാണ് വരിക. കാരണം രണ്ട് ജെൻഡറാണ് വരുന്നത്. സോ രണ്ട് രീതിക്കാണ് കുട്ടികളെ എഫക്ട് ചെയ്യുക. സോ ഇങ്ങനെ സിംഗിൾ പാരന്റിങ് വരുമ്പോൾ ഇഷ്യൂസ് വെച്ചാൽ കുട്ടികൾ ക്രൈം റേറ്റ് ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അയച്ചുതരാം. ഇങ്ങനെ കുട്ടികൾ ക്രൈം കൂടുതൽ ചെയ്യുന്ന സിംഗിൾ പാരന്റിംഗ് ഉള്ള കുട്ടികൾ കൂടുതൽ ക്രൈം, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അവർ കൂടുതൽ ക്രൈം ആയിരിക്കും, അവരുടെ ക്യാരക്ടർ വൈസ് മാറും. അതുപോലെ തന്നെ ഇതിനെല്ലാം റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്.
സോ ഇങ്ങനെ വരുമ്പോൾ ഈ സിംഗിൾ പാരന്റിങ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു അബ്യൂസീവ് റിലേഷനിൽ ഒരു വുമൺ ഒരു ഡിവോഴ്സ് എടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇത് പ്രൊമോട്ട് ചെയ്യും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ സിംഗിൾ പാരന്റിങ് കൂടുമ്പോൾ ഒരു ഇഷ്യൂ വരും. ഷെയർഡ് പാരന്റിങ്ങിൽ കുറച്ചൊക്കെ ഈ പ്രോബ്ലംസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഷെയർഡ് പാരന്റിങ് സീരിയസ് എഫക്റ്റ് ഉണ്ടാക്കും. പിന്നെ ഇന്ത്യയിൽ ആക്ച്വലി സിംഗിൾ പാരന്റിംഗിൽ നമ്മൾ സിംഗിൾ വുമൺ തന്നെയാ പറയാ. കാരണം ഇന്ത്യയിൽ കുട്ടീനെ ഒരിക്കലും വളരെ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കുട്ടീനെ ഒരിക്കലും അമ്മയുടെ കസ്റ്റഡിയിലാണ് കുട്ടിയെ കൊടുക്കുക. അല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ കേസിൽ പുള്ളിക്കാരനെ കിട്ടിയ കാരണം വൈഫ് അഡൾട്ടർ ചെയ്തോണ്ട് പുള്ളിക്കാരൻ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ചില ഇപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിൽ ലൈക് മെന്നിനും കസ്റ്റഡി കൊടുക്കാം. പക്ഷെ അവിടെ ഉള്ള കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ 65-70% കേസുകളിൽ ലൈക് സ്ത്രീ ലൈക് എന്താ പറയാ കുട്ടിയുടെ അമ്മയ്ക്ക് തന്നെയാണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ സിംഗിൾ വുമൺ ആണ് ആക്ച്വലി മൊത്തം കണക്ക് നോക്കിയാൽ കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഡിവോഴ്സ് ഇവിടെ പറ്റൂല, ഡിവോഴ്സ് ചെയ്യുന്നവരൊക്കെ മോശമെന്നല്ല. ചില കേസുകൾ ഡിവോഴ്സ് ചെയ്യാം, പക്ഷെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് വേറെ കുറെ ഇഷ്യൂസ് വരും. അല്ല, ഇതിൽ നടന്നിട്ടുള്ള എല്ലാ സ്റ്റഡീസും ഓൾമോസ്റ്റ് 99.9% ഫെമിനിസ്റ്റുകൾ ഒഴിച്ചുള്ള സ്റ്റഡീസ് നടത്തി എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സിംഗിൾ പാരന്റിങ് ചൈൽഡിന് വളരെ അധികം പ്രോബ്ലംസ് ഉണ്ടാക്കും. അവരുടെ IQ പോയിന്റ്സ് 10 to 15 പോയിന്റ്സ് ഡൗൺ ആക്കുമെന്ന് വേറെ കാരണത്തിൽ പറഞ്ഞു. 10 to 15 പോയിന്റ്സ് എന്ന് പറയുന്ന അത് അറിയാലോ, എന്ന് വെച്ചാൽ നല്ലൊരു പോയിന്റ് ഇടുക. രണ്ടെന്ന് പറയുന്നത് ടീൻ പ്രഗ്നൻസിയാണ്. അത് കൂടുതൽ പെൺകുട്ടികൾക്കാണ് ടീൻ പ്രഗ്നൻസി വരുന്നത്. അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസ്, മർഡർ, റേപ്പ്. റേപ്പിസ്റ്റുകളിൽ ഭൂരിഭാഗം ആൾമോസ്റ്റ് നല്ലൊരു പെർസെന്റേജ് ഇൻഫ്ലുവൻസിന്റെ ഇതിലാണ്. മീൻസ് ആ ഒരു സ്റ്റാറ്റ്സ് അങ്ങനെയാണ്, അതിലോട്ടാണ് ആ സൈഡിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഇന്ത്യ പോലൊരു 50% ഇങ്ങനത്തെ ഒരു ഡിവോഴ്സ് റേറ്റ് വന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല പോലെ പണിപ്പെടും. കാരണം നമുക്ക് ആ മറ്റൊരു ഡെവലപ്ഡ് കൺട്രീസിനെ പോലുള്ള ഫെസിലിറ്റീസോ ഒന്നും കൗൺസിലിങ്ങോ ഒന്നുമില്ല. നല്ല പോലെ പണി. അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പോൾ ആ കൺട്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഷെയർഡ് പാരന്റിങ്ങിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനത്തെ ഒരു എഫക്റ്റ്. കാരണം അവർക്ക് ഡൈവോഴ്സ് കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരെ കയ്യിൽ ആകെ ഉള്ള ഷെയർഡ് പാരന്റിങ്. അതിന് ഷെയർഡ് പാരന്റിങ് ആണെങ്കിൽ ഇവിടുത്തെ ആരും സമ്മതിക്കുന്നില്ല. അത് വേറെ ഓക്കെ. പിന്നെ അതുപോലെ ഓക്കെ. പിന്നെ ഒരു നെറേറ്റീവ് ഒരു വട്ടം പറഞ്ഞാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം പൊതുവേ ഉള്ള നെറേറ്റീവ് വുമൺ ആണ് ഒപ്രസർ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് മെന്നാണ്. ഏറ്റവും കൂടുതൽ വീടില്ലാത്ത ആളുകൾ മെന്നാണ്. ഏറ്റവും കൂടുതൽ ജോലി സ്ഥലത്തെ മരണം മെന്നാണ്. ഏറ്റവും താഴത്തെ നമ്മളിപ്പോ പറയുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയാം, താഴത്തെ ജോലി മേലത്തെ ജോലി എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന കാര്യം. അപ്പൊ അതിൽ നമ്മൾ ആ രീതിയിൽ പറയുമ്പോൾ താഴത്തെ രീതിയിലുള്ള ജോലികൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയാ ഒരു ഹയർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹൈസ്കൂൾ ഡിപ്ലോമ വരെ മെന്നാണ് കൂടുതൽ. ഡിപ്ലോമയിൽ ഒരു അനക്കം മെന്നാണ് കൂടുതൽ. ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രീസ്, PGs, PhDs എടുക്കുകയാണെങ്കിൽ വരെ വുമൺ ആണ് ഏറ്റവും, PhD എടുക്കുമ്പോൾ വുമൺ ആണ് ഏറ്റവും കൂടുതൽ. സോ എഡ്യൂക്കേഷൻ സൈഡിലും 2019 ഹോം മിനിസ്ട്രി ഓൾറെഡി മെയിൽസ് എഡ്യൂക്കേഷനിൽ കുറവാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വരെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കേസസിലെല്ലാം മെൻ താഴെയാണ്. നിയമങ്ങളിലും വുമണിനെയാണ് ഫേവർ ചെയ്യുന്നത് കൂടുതൽ. സോ ഈ വുമൺ ആണ് കൂടുതൽ ഒപ്രസ് എന്നുള്ള സിസ്റ്റമാറ്റിക് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇൻഡിവിജ്വലി മാത്രം പറയാൻ പറ്റുള്ളൂ. സോ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ മെന്നാണ് ആക്ച്വലി റിയലി ഒപ്രസ്ഡ് ആയി നിൽക്കുന്നത്, വുമൺ അല്ല. അതാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. ഇല്ല, അത് മാത്രമല്ല നമ്മുടെ HRD ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ പ്രകാരം 2029 ആകുമ്പോൾ ഈ പറയുന്ന കോളേജുകളിലും അതിനോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വിമന്റെ കോൺട്രിബ്യൂഷൻ 60% മാറുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജസിൽ 51% മാറുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യയിൽ ഇതുവരെ ഇപ്പൊ 2019-20 കൊറോണ വന്നപ്പം മുന്നേ വരെ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് മെന്നിനില്ല. വുമണിന് പണ്ട് തൊട്ടേ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഉണ്ട്. അതെങ്ങനെ ഇവരെ അറിഞ്ഞെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് കിരൺ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആപ്പോ സംതിങ് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നു, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ അത് കൊണ്ടുവന്നു. അങ്ങനെ അതിൽ വന്ന കോൾസിൽ അറൌണ്ട് 90% കോൾസ് മെന്നിന്റെ ആയിരുന്നു. അങ്ങനെയാണ് ഈ 2020 ഇവർ അറിയുന്നത് തന്നെ മെന്നിന് ഇത്രയും മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതുവരെ മെന്നിനൊരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഇല്ല. പ്രൈവറ്റ്ലി നമുക്ക് വേണമെങ്കിൽ സൈക്കാട്രിസ്റ്റ് പോവാം, അങ്ങനെയല്ല. അത് ഗവൺമെന്റ് ലെവലില്ല. വുമൺ ഇത്രയും കാലമുണ്ട്. വുമണ് ഫ്രീ ബീസ് ഉണ്ട്, ബസ് ചാർജസ് ഫ്രീ ഉണ്ട്. ഇതിനെല്ലാം ആക്ച്വലി ഇൻഡയറക്ട്ലി ബിയർ ചെയ്യുന്ന മെന്നാണ് പൈസ എല്ലാം. സോ ഇതാണ് ഇവിടെ സൊസൈറ്റി. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നേരിട്ട അനുഭവങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാൻ ചുരുക്കി.
ഈ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് എൻ്റെ ഭാര്യ എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് റിക്കവറി ചെയ്തു വന്നു. പക്ഷെ അത് ഭയങ്കര ഒരു എഫേർട്ടായിരുന്നു. ഞാൻ ട്രോമയിൽ പോയി 2 കൊല്ലത്തോളം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് റിക്കവറി ചെയ്ത് വരാൻ സാധിച്ചത്. ഇന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുക, പിന്നാലെ കൂടിയിരിക്കുക. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ശരിക്കും അതിനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രശ്നം, പുരുഷന്മാർ ഒരു കള്ളക്കേസ് കൊടുക്കുമ്പോൾ അതില് ബെനിഫിറ്റ് എടുക്കാൻ നോക്കുന്നില്ല ഏതൊരു കേസുകളിലും. പക്ഷെ മറിറ്റൽ റേപ്പില് അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് അതിന് ഇത് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള എല്ലാ കേസുകളും നമുക്ക് 498 വരെ നമുക്ക് വ്യാജ പരാതികളാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. ബെനിഫിറ്റ്സ് എടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകള് പിന്നെ സമ്മർദ്ദത്തിലായി പോകും. പക്ഷെ കുറെ ഇതിനിടയ്ക്ക് ഞാൻ അഭിഭാഷകർ, അധാർമികരായ അഭിഭാഷകർ, ഹലോ, അധാർമികരായ അഭിഭാഷകർ ഇതിനുള്ളിൽ കോടതിയിൽ വന്നിട്ട് വലിയ വിധത്തിലുള്ള ചൂഷണം നടത്തുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. പോലീസ് സ്റ്റേഷനുകളിലും അഥവാ ബാക്കിയുള്ള സംവിധാനങ്ങളിലും ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് കോടതിയിൽ എത്തുമ്പോൾ കോടതിയിൽ തെളിവുകൾ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഭാഗത്ത് തെളിവുകൾ അനുസരിച്ചാണ് കോടതി വിധി പറയുന്നതെങ്കിൽ ഈ അഭിഭാഷകർ സ്ത്രീകളുടെ അനുകൂലമാക്കി മാറ്റി ഓരോ അഫിഡവിറ്റുകൾ കൊടുക്കുമ്പോഴും അത് പുരുഷനെ അറിയിക്കാതെയും സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ അഫിഡവിറ്റ് അവതരിപ്പിക്കുകയും കൊടുക്കുകയും പുരുഷനെ അറിയിക്കാതിരിക്കും. ഒടുവിൽ സ്ത്രീപക്ഷ ജഡ്ജിയാണെന്ന് മുൻവിധിയോടുകൂടി ആൾക്കാർ കേസ് തോറ്റാൽ, പുരുഷന്മാരുടെ വക്കീൽ കേസ് തോറ്റപ്പോൾ പറയുന്നത് ജഡ്ജിയെ കുറ്റം പറയുന്നതാണ്. പക്ഷെ എല്ലാ കാര്യത്തിലും ജഡ്ജിയെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിരുന്ന വക്കീല് എന്നെ വളരെയധികം ചൂഷണം ചെയ്തു, സ്ത്രീക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഞാൻ ഫൈനൽ സ്റ്റേജിൽ ആരും ചെയ്യാത്തൊരു ധൈര്യം ഞാൻ കാണിച്ചു. ഞാൻ കേസ് വിഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വക്കീലിനെ, ഒരു ധാർമ്മികതയുള്ള ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. ഞാൻ അവിടുന്ന് വിദേശത്തായിരുന്നിട്ട് പോലും ആള് നന്നായി കേസ് വാദിച്ചു. ഇപ്പോൾ ഞാൻ അവർക്ക് സമ്മർദ്ദം കൊടുത്തു. അവര് സമ്മർദ്ദം താങ്ങാനാവാതെ തിരിച്ച് ഇപ്പൊ കോംപ്രമൈസ് മൂഡിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിന്റെ കുറെ നല്ല വശങ്ങളുണ്ട്. ബെനിഫിറ്റ്സ്, ഈ വ്യാജ കേസുകളിലെ ബെനിഫിറ്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് പുസ്തകമൊക്കെ ആക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഹലോ, മീൻസ് ഇവര് രണ്ടുപേരും, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഞാനൊരു കേസ് കണ്ടിട്ടുള്ളതാണ്. ഈ അഡ്വക്കേറ്റ്സ് രണ്ടുപേരും ഒരു കോർട്ടിൽ വാദിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് വന്നാല് വൈഫിന് കുറെ എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ടിന്റെ കമ്മീഷനായിട്ട് ഇവർക്ക് കുറെ കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കള്ളക്കളി മൊത്തം കളിക്കുന്നത്, അഡ്വക്കേറ്റ്സ് മൊത്തം. അപ്പൊ ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ്. അപ്പൊ ആദ്യം ചൂഷണം ചെയ്യുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. പിന്നെ ചേട്ടനെ എനിക്ക് ഓർമ്മ ഉണ്ട്, അന്ന് ക്ലബ് ഹൗസിൽ വന്നപ്പോൾ ചേട്ടന്റെ കഥയൊക്കെ പറഞ്ഞു. വിദേശത്തായിരുന്നു. പക്ഷെ അന്ന് ഇവര് തിരിച്ച് ചേട്ടന്റെ പിറകെ വരുന്ന കാര്യം ചേട്ടൻ ഇപ്പോഴാണ് പറയുന്നത്. അതിനുശേഷമാണോ നടന്നത്? അതെ, ഞാൻ ലാസ്റ്റ് ഫൈനലി ഇവർക്കെതിരെ കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവർക്ക് നിവൃത്തിയില്ലാതായി. ഇവർക്ക് കോർട്ടിലേക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒക്കെയാണ് നോക്കി നടന്നത്. ഞാൻ ഒന്നിനും സമ്മതിച്ചില്ല. ഒടുവിൽ അവരെ വിസ്താരത്തിന് വേണ്ടി വന്നപ്പോഴേക്കും അവര് പ്രഷറിലായി. തിരിച്ച് അവര് വിസ്താരത്തിന് വരാതെയായി. വീണ്ടും ലാസ്റ്റ് വന്നപ്പോ ഇന്നലെ അടക്കം എന്നോടടക്കം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഡിമാൻഡ്സ് അനുവദിച്ചു പറഞ്ഞു. എന്റെ കേസസ്
അല്ലല്ല എനിക്കെതിരെ കൂടുതൽ ഇത് നടന്നത് എന്റെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ പിടിച്ചു എന്നൊരു ആരോപണം വന്നു. പക്ഷെ അത് അവർക്ക് പോക്സോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അസറ്റ്സ് മുഴുവനും അവളുടെ പേരിലായിരുന്നു, ഭാര്യയുടെ പേരിലായിരുന്നു. അതായിരുന്നു. പക്ഷെ ഞാനത് ഗെയിൻ ചെയ്തെടുത്തു. അത് അവര് ഇപ്പൊ എനിക്ക് എഴുതി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അല്ല, അത് മാത്രല്ല, അവരിപ്പോഴും ഞാൻ കുറച്ചും കൂടി ഇതിലിരിക്കുന്നത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി സത്യാവസ്ഥകൾ പുറത്തു വരാനുണ്ട്. അപ്പൊ അത് മറയ്ക്കുന്നുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കാരണം കൊണ്ട് ആ സത്യാവസ്ഥയും കൂടി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക കോംപ്രമൈസ് ഡീലിങ് ഇതില്. അപ്പൊ അസറ്റ് ഒക്കെ എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയണ അസറ്റ്. പക്ഷെ എനിക്ക് സംശയമുണ്ട്, കുറേയും കൂടി അസറ്റ് കാണാതെ ഉണ്ട്. ആ അസറ്റ്, അതായത് കുറച്ച് പൈസ അന്ന് പണ്ട് കാലത്ത് മിസ്സായ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. അത് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഈ പറയുന്ന ഡൈവോഴ്സിലേക്ക് പോയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ സോഴ്സ് നിങ്ങളാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ കോടതി തിരിച്ച് നിങ്ങൾക്ക് തന്നെ ട്രാൻസ്ഫർ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നാലും ഞാൻ ജോസഫ് സാറ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇല്ല, ഞാൻ അപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കേസുകളും നമ്മൾ തന്നെ പഠിക്കണം. ഒരു വക്കീലിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പൂർണ്ണമായി നമുക്കത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ഭാഗത്ത് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശരിക്കും എഫേർട്ട് എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതി വെച്ച് എന്താണ് അവരുടെ വാദങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ ഒക്കെയും കണ്ടുപിടിച്ച് നമ്മൾ വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വക്കീൽ ഈസി ആയിട്ട് ജയിച്ചു പോരാൻ പറ്റും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് ഇങ്ങനെയുള്ള കേസുകൾ ചേട്ടൻ വന്ന ആ സമയത്ത് തന്നെ ക്ലബ് ഹൗസിൽ ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ എതിരെ കേസുണ്ടായിരുന്നു. അവൻ ചെയ്തതെന്ന് വെച്ചാല് ഈ നിയമങ്ങൾ മൊത്തം ഇരുന്ന ഒരു MRA സംഘടനയിലൊക്കെ ചേർന്ന നിയമങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം കോടതിയിൽ ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ട്. വക്കീലിനെ നോക്കൂത്തിയായിട്ട് പുള്ളിയാണ് അവിടെ മൊത്തം നിന്ന് കളിച്ചത്. പുള്ളി അവസാനം വക്കീലിന് പറഞ്ഞു കൊടുത്തു, ഇന്നത് പറയണം, ഇന്നത് പറയണം. ഓപ്പോസിറ്റ് പുള്ളിയുടെ വന്നത് ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റ് ആണ്. ആ കേസിൽ പുള്ളി മജിസ്ട്രേറ്റിനെ ഏകദേശം മലത്തി അടിച്ച അവസ്ഥയാണ്. എന്നുവെച്ചാല് പലർക്കും കോർട്ട് പ്രൊസീജിയേഴ്സ് അവർ കുറെ കാലങ്ങളായിട്ട് കുറെ പ്രൊസീജിയേഴ്സ് കിട്ടും. അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അല്ലാതെ മിക്ക വക്കീലന്മാർക്കും പുതിയതിന്റെ കേസ് എങ്ങനെ വാഷ് ചെയ്യണം, ഇതിനകത്ത് എങ്ങനെ കളികൾ നടക്കുന്നതൊന്നും അറിയില്ല. അപ്പോ മീൻസ് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഭയങ്കര യൂസ് എന്ന് വെച്ചാൽ ഒരുപാട് മീൻസ് ഇപ്പൊ ആ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. റിട്ടയർഡ് മജിസ്ട്രേറ്റ് ആണ് ഓപ്പോസിറ്റ്. പുള്ളിക്കാരനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവൻ അത്രയ്ക്കും ഇവന് കുറെ TV ഹൗസ് ടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫ് വീട്ടിലേക്ക് വന്നപ്പോൾ വീട് പൂട്ടിയിട്ടിട്ട് ഒരു പട്ടിക്കൂട് പോലത്തുള്ള ഒരു സ്ഥലത്ത്, ഒരു കറണ്ട് പോലും നല്ലതായിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് പുള്ളിക്കാരെ വിളിച്ചുകൊണ്ട് താമസിപ്പിച്ച് അവിടെ നിന്ന് പുള്ളിക്കാരി ഇറങ്ങി ഓടി അങ്ങനെ ഇട്ടിട്ട് പോയി. അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതിന്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് മീൻസ് ലൂപ്പ് ഹോൾസ് ഉണ്ട്, നിയമത്തിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ലൂപ്പ് ഹോൾസും ഉപയോഗിക്കേണ്ടി വരും പലപ്പോഴും. ഞാൻ പറയുന്നത് അല്ലല്ല, എന്റെ ഒരു കാര്യം പറഞ്ഞോളൂ. അവര് തിരിച്ചു വന്നു. ഓക്കെ, ഇത് എന്ത് 12:15 അതുകൊണ്ടാ. അപ്പം ഇനി വേറെ ആരും സംസാരിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ മോളോട് കാര്യം പറയട്ടെ. അതായത് ബേസിക് ആയിട്ട് നമ്മളിപ്പോ സ്ത്രീപക്ഷ നിയമങ്ങളും ഈ പറയുന്ന പുരുഷ വിരുദ്ധമായിട്ടുള്ള സ്ത്രീപക്ഷ നിയമങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഞാനടക്കം എനിക്ക് തോന്നുന്നു ഷൈർ പറഞ്ഞായിരുന്നു, ഇൻസയും പറഞ്ഞായിരുന്നു, ആനന്ദവും പിന്നെ മെക്കും എല്ലാവരും വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡ്രക്കൂണിനായിട്ടുള്ള ഒരു ലോ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ ലോ അല്ല അതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഫേക്ക് ആയിട്ടുള്ള റേപ്പ് കേസസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന ബേസിക്കലി ഒരു ഫേക്ക് കേസ് ഫയൽ ചെയ്യുന്നതിന് ഒരു വർഷത്തെ പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ CRPC 357A പ്രകാരമുള്ള സെൻട്രൽ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിന്റെ വർക്കിങ്സും അതിന്റെ ഈ കോമ്പൻസേഷൻ പേ ഔട്ട് എങ്ങനെ നടത്തണമെന്നും ആ ആക്ടിൽ പറയുന്ന രീതിയും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് ഞാൻ മുകളിൽ പെങ്ങിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതി ഇത്തരം ഫേക്ക് ആയിട്ടുള്ള റേപ്പ് കേസസ് ഫയൽ ചെയ്ത് സെൻട്രൽ
വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് എന്ന് ഒരു 3-4 സ്ത്രീകൾ 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ നേടിയെടുത്ത ഒരു പ്രവണത ഡൽഹിയിലുള്ള കോർട്ടുകൾ കണ്ടെത്തുകയും അവിടുത്തെ ഡൽഹി ഹൈക്കോർട്ട് ഇതിനെതിരായിട്ട് നിയമനിർമ്മാണം വേണമെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മുകളിൽ കാണുന്ന ലിങ്കിൽ കാണുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയത്തക്ക വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷെ ഈ നിയമത്തിന്റെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം നമുക്ക് എടുത്തു കാണിക്കുന്ന ഇവിടുത്തെ അക്വിറ്റൽ റേറ്റിനെക്കാട്ടിയും കൂടുതൽ ഇവിടുത്തെ ഡിസ്ചാർജ് റേറ്റും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കണക്കുള്ള ഡിസ്ചാർജ് റേറ്റിനോടൊപ്പം തന്നെ ഈ പറയുന്ന കേസസ് സ്ക്വാഷ് ചെയ്തതിന്റെ ഡേറ്റയും നമുക്ക് NCRB ഡേറ്റയിൽ നിന്ന് കിട്ടുമായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന ഈ പറയുന്ന 509 ഈ പറയുന്ന കണക്ക് 509 IPCയും അതിനോടൊപ്പം തന്നെ 354 എന്ന് പറയുന്നത് ഔട്ട്റേജിങ് ദ ക്രിമിനൽ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദ വുമനും പിന്നെ മോഡസ്റ്റി ഓഫ് ദ വുമൻ ബൈ വെർബൽ ഓർ വിഷ്വൽ മീൻസ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ അകത്തുള്ള അക്വിറ്റൽ റേറ്റ് 89%. അതിന്റെ ഈ പറയുന്ന കേസിന്റെ പുറകെ പോകാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പല ഫെമിനിസ്റ്റുകളും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ക്വാഷ് ചെയ്യപ്പെടുന്ന കേസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്ന കേസസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കേസ്, അതായത് ഈ പറയുന്ന അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ, ഈ കേസ് മുന്നോട്ട് പോകുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോടതി കണ്ടെത്തി ഡിസ്ചാർജ് ചെയ്ത് വിടുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 40%. ഡബറി ഹറാസ്മെന്റിൽ അത് 38%. അക്വിറ്റൽ റേറ്റ് 78%, 38%. പിന്നെ ഈ പറയുന്ന റേപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെയും അവിടെ 36-38% വരെ അത് നിൽക്കുന്നുണ്ട്. സോ അത് ഒരു ഭാഗത്ത് ഈ പറയുന്ന കണക്കുള്ള വെറും ഫേക്ക് ആണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട് ഈ കോടതിയുടെ പ്രോസസ്സിന് അബ്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് തള്ളിക്കളയുന്ന കേസുകളുടെ എണ്ണം ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്ത്രീപക്ഷ നിയമങ്ങളിലെ ഈ പറയുന്ന പുരുഷവിരുദ്ധമായിട്ടുള്ള സ്ത്രീപക്ഷ നിയമങ്ങളിൽ വ്യക്തമായി പറഞ്ഞാൽ 35-40% കേസസും അങ്ങനെ തള്ളിക്കളയുന്ന കേസസും കൂടെ ഉണ്ട്. അതിന് പുറത്താണ് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം ഇവിടെ ഫേക്ക് കേസസ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. കാര്യം ഫേക്ക് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് അനുസരിച്ചാണെങ്കിൽ ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നമ്മുടെ ഒരു കേസ് ഉണ്ടാക്കി എന്നെ രാത്രി ഒരാളിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ വ്യക്തിത്തിന് പോലീസിനോ ഇൻവെസ്റ്റിഗേഷനോ പറയുന്ന വ്യക്തി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ പോലും 5 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വിക്ടിം കോമ്പൻസേഷൻ CRPCയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ച് പറയുന്നത്. ഒരു വ്യക്തി അക്വിറ്റൽ ആയാൽ പോലും ഇതൊരു ഫേക്ക് കേസാണ് അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്തൊരു കേസാണെങ്കിൽ പോലും വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ ആ പറയുന്ന സ്ത്രീക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള വകുപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ് തന്നെ ഫേക്ക് കേസസ് ആൾക്കാർക്കെതിരായിട്ട് ആണുങ്ങൾക്കെതിരായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്ന ഒരു നാടും കൂടിയാണ് ഇന്ത്യ. അതൊന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളോ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. അതും കൂടെ ഇവിടെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അറിയുക നല്ലത്. കാര്യം ഈ പറയുന്ന മാരിറ്റൽ റേപ്പ് വന്നു കഴിഞ്ഞാൽ പോലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വൈഫിന് ഈ പറയുന്ന വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം 5 ലക്ഷം രൂപ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സ്വന്തം ഹസ്ബൻഡിനെതിരായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള മാരിറ്റൽ റേപ്പ് അക്വിസിഷൻ നടത്തിയിട്ട് നേരെ DV കോർട്ടിൽ ഫാമിലി കോർട്ടിൽ പോയി സെറ്റിൽമെന്റും അരമണിക്കും കേസ് ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ മാരിറ്റൽ റേപ്പിൽ എന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഡ്യൂപ്പ് പോളിസ് എല്ലാം ഫിക്സ് ചെയ്ത് ഈ ലോ ജനറൽ ന്യൂട്രൽ ആക്കിയതിന് ശേഷം വേണം സത്യം പറഞ്ഞാൽ ഈ പറയുന്ന മാരിറ്റൽ റേപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും. അതിനൊന്നും ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ സമ്മതിക്കും തോന്നുന്നില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. താഴെ ഒരു അഡ്വക്കറ്റ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? പുള്ളിനെ വെയിറ്റ് ചെയ്യാം. ഒരു അഡ്വക്കറ്റ് താഴെ വന്നായിരുന്നു, ഞാൻ ഫോട്ടോ കിട്ടേക്കുന്ന കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. ആളുണ്ടെങ്കിൽ പറ്റി ചോദിക്കാറില്ല. എന്തായാലും ഇപ്പം ഇന്ത്യ പോവാണ്, നല്ല ടൈമായി ആവണ്ട. ഓക്കെ, ജസ്റ്റിൻ അല്ല മറ്റേ ആള് പോയി. ജസ്റ്റിൻ ഇടയ്ക്ക് വന്നു പോണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടായിരുന്നു, വീണ്ടും പോയി. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്ത് ഇതിന്റെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും എന്തായാലും. ബാക്കി ഇതിനിപ്പോ ഇത്രയും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങള് ഡീറ്റെയിൽസ് എന്ന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ ഏതിൽ വേണമെങ്കിൽ ചോദിച്ചാൽ അതിൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തരാം. പിന്നെ അവനവൻ നിങ്ങളും റിസർച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം ഇതാക്കാതെ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുക. എല്ലാം ഇപ്പം നമുക്ക് തപ്പി നോക്കിയാൽ ഒരു ഇതെല്ലാം കിട്ടും. സോ നമ്മൾ നിയമം പാസ്സാകുമ്പോ പണി കിട്ടിയാലേ ചിലർ പഠിക്കത്തുള്ളൂ. എന്തായാലും ഈ ചർച്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഡൈൻസൈൻ ഇതേ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഈ ചർച്ച വീണ്ടും കണ്ടിന്യൂ ചെയ്യണം അറിയാം. ചർച്ച എന്തായാലും ഇനി ഉണ്ടാവും.
എനിക്ക് തോന്നി ബാറ്ററി ടൈപ്പിനെ കുറച്ച് സ്പെസിഫിക് ആയിട്ടൊരു ദിവസം ടോപ്പിക് ഇടുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. മിക്കിന്റെ ഇത് ഒരു കുറച്ചും കൂടി വേഗം മിക്കിന്റെ ഒരു ചർച്ചയുണ്ട്. നോക്കണം, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇംഗ്ലീഷിലല്ലേ? ആ അപ്പൊ അത് അവിടെ നോക്കിയിട്ട് അവൻ മിക്കിന് കുറെ പോയിന്റ്സ് അറിയാം, ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് അറിയാം, ഈ മാറ്റൽ ടൈപ്പിന് ഇവര് കൊടുത്ത കാര്യങ്ങളൊക്കെ. അതൊന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ച് മിക്ക എവിടെയുള്ള ആളാ? യു കെ ആണോ? ബാംഗ്ലൂർ. മിക്ക US ആണ്. ബാംഗ്ലൂർ ലൈക് ഇന്ത്യയിലുണ്ട് വേറെ കുറെ പുള്ളിയുടേതായ ആവശ്യങ്ങൾക്ക്. അല്ല, ആള് ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? കറക്റ്റ് ആയിട്ട് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. പുള്ളിയുടെ ഇന്ത്യയുടെ അറിവ് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ്. ഇല്ല, പുള്ളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്.